നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡിന് പ്രീവിയസ് ആയി ചോദിച്ചുകൊണ്ടിരിക്കുന്ന കോർപ്പറേഷൻ, ബാങ്കിങ്, അതുപോലെ തന്നെ അക്കൗണ്ടൻസി എന്നീ ഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും അതിൻ്റെ ചില എക്സ്പ്ലനേഷൻസുമാണ്. നമുക്കറിയാം ഫെബ്രുവരി 15 നമുക്ക് CSEBയുടെ അടുത്ത എക്സാം വരുന്നത്. അതായത് ഒരു പാറ്റേൺ ചേഞ്ച്. ഇപ്പം നമുക്കറിയാം 2020 എന്ന് നമ്മുടെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ എക്സാം 2020 കഴിഞ്ഞു. ഇപ്പോൾ 2020 ശേഷം ഇപ്പം റീസെൻ്റായിട്ട് കഴിഞ്ഞത് 2024 അപ്പം 2024 സെപ്റ്റംബർ 5 എക്സാം കഴിഞ്ഞു. ഇതിന് മുമ്പ് നടന്ന CSEB എക്സാം എന്ന് പറയുന്നത് എന്താണ്? 2024 ഓഗസ്റ്റ് 25. അപ്പം ഏതാണ്ട് ഒരു 6 മാസത്തെ സമയ ഗ്യാപ്പിൽ ശേഷമാണ് ഒരു എക്സാം നടക്കുന്നത്. അതുപോലെ തന്നെ ഒരു പാറ്റേൺ ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാവോ എന്നൊക്കെ ഉള്ളൊരു ഈ എക്സാം വഴി നമുക്ക് മനസ്സിലാവും. അപ്പം കാരണം പറഞ്ഞാൽ 2020 എക്സാമിന് ശേഷം ഒരു പാറ്റേൺ ചേഞ്ച് CSEBയിൽ സംഭവിച്ചു. ക്വസ്റ്റ്യനുകളിൽ പ്രീവിയസിൻ്റെ അളവ് കുറഞ്ഞു, പുതിയ തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ വന്നു തുടങ്ങി. അതൊക്കെ 2020 ശേഷമാണ്. 2021, 2022 കാലഘട്ടത്തിലാണ് ഒരു ചേഞ്ച് ഇതിനു മുമ്പ് ഉണ്ടായത്. അത് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ എക്സാമിന് ശേഷമായിരുന്നു. അപ്പം ഈ ഒരു എക്സാമിന്, അതായത് ഈ ഒരു എക്സാമിന് എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാകുമോ എന്ന് നമുക്ക് ഈ എക്സാം കഴിഞ്ഞതിന് ശേഷമേ പറയാൻ പറ്റൂ. ഇപ്പോൾ നമുക്കറിയാം റീസെൻ്റായിട്ട് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിനും അതുപോലെ തന്നെ കേരള ബാങ്കിനും ഒക്കെ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വന്നു. ഇനി അതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ചോദ്യങ്ങളൊക്കെ CSEBയിൽ ഉൾപ്പെടുമോ എന്നൊക്കെ നമുക്ക് ഈ എക്സാം കഴിയുമ്പോഴാണ് കൃത്യമായിട്ട് മനസ്സിലാകത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ സിലബസ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ എന്താണ്? 10th JDC ഉള്ളൊരു ഏറ്റവും മിനിമം ക്വാളിഫിക്കേഷൻ 10th JDC ഉള്ള ഒരാൾക്ക് പോലും നമ്മുടെ എക്സാം എന്ത് ചെയ്യാം, എഴുതാൻ സാധിക്കും. അപ്പോൾ ആ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ വരെ എക്സാം എഴുതുമ്പം അതിൻ്റെ സിലബസ് എന്ന് പറയുന്നതും അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നതും ഈ ഒരു നിലവാരത്തിൽ കൂടിയുള്ളതായിരിക്കണം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒരുപാട് കയറി പ്രതീക്ഷിക്കേണ്ട. നമ്മൾ ക്ലർക്കിന് ഇങ്ങനെ വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. എന്നാലും ഒരു ചേഞ്ച് ഉണ്ടാകുമോ എന്ന് നമുക്ക് നോക്കിയാണ്. അപ്പം റീസെൻ്റായിട്ട് നടന്ന ഓഗസ്റ്റിലായാലും അതിന് മുമ്പ് നടന്ന എക്സാമിലും ഒരുപാട് പ്രീവിയസ് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കുമ്പം നമുക്ക് ഇപ്പോൾ അക്കൗണ്ടൻസി തന്നെ നോക്കുകയാണെങ്കിൽ അക്കൗണ്ടൻസിയിൽ ഏകദേശം 12.5 മാർക്കിൻ്റെ ചോദ്യത്തിൽ ഏതാണ്ട് 10 മാർക്ക് നമുക്ക് മാക്സിമം എപ്പോഴും ചോദിക്കുന്നത് 10 മാർക്കോളം എന്താണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്നായിരിക്കും. ഒരു 2.5 മാർക്ക്, അതായത് ടോട്ടൽ ഈ 12 2.5 മാർക്കാണ് നമുക്ക് എന്തൊരു ചോദ്യം കോസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ നിന്നും കയറി വരുന്നത് വെറും 2.5 മാർക്ക്. അതായത് ഒരു 5 ക്വസ്റ്റ്യൻ, ബാക്കി ഒരു 20 ക്വസ്റ്റ്യൻ നമുക്ക് എപ്പോഴും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ നിന്ന് തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കോർപ്പറേഷനിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫോറിൻ ഇപ്പം വലുതായിട്ട് ചോദ്യമില്ല. ഫോറിൻ കോർപ്പറേഷനിൽ നിന്ന് അടുത്തിടെ ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇനി ഈ എക്സാമിന് എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ കമ്മിറ്റീസ്, നമ്മൾ റീസെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പരിശോധിക്കുമ്പോൾ കോർപ്പറേഷൻ്റെ ഭാഗത്ത് നിന്ന് ഫോറിനിൽ നിന്നും കമ്മിറ്റീസിൽ നിന്നും വലിയ രീതിയിൽ ചോദ്യങ്ങളൊന്നുമില്ല. ഏറ്റവും കൂടുതലും ലോയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങളുണ്ട് കോർപ്പറേഷനിൽ. അതുപോലെ തന്നെ സൊസൈറ്റികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മുടെ ജനറൽ കോർപ്പറേഷനിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത്. ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ബാങ്കിങ് ഇപ്പോൾ ട്രഡീഷണൽ ബാങ്കിങ്ങിൽ നിന്നുള്ള ചോദ്യങ്ങളും കുറഞ്ഞു. ഇപ്പം കൂടുതലും മോഡേൺ ബാങ്കിങ്ങിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നിങ്ങളിതെല്ലാം കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ആയിട്ടുള്ളത് ഒരുപാട് ചെയ്ത് വെക്കുക. ചെയ്ത് പഠിച്ചതിന് ശേഷം അതിൻ്റെ എക്സ്പ്ലനേഷൻസിലേക്ക് പോകുക. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് ഇനി ഏതെങ്കിലും ചോദ്യങ്ങൾ വന്നാൽ പോലും നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ അക്കൗണ്ടൻസിയുടെ കേസിൽ നമ്മൾ കോസ്റ്റിങ്ങും മാനേജ്മെൻറ്റ്, അത് മാക്സിമം ആണ് ഈ 5 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ക്വസ്റ്റിന് വേണ്ടി നിങ്ങൾ കോസ്റ്റിങ്ങും മാനേജ്മെൻറ്റും പഠിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വാസ്റ്റ് ഏരിയയാണ്. അത് ഇത്രയും കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ സിലബസിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ബേസിക്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നാണ്. ബേസിക്സ് ഓഫ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കോസ്റ്റിൻ്റെ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി നമ്മൾ. ഇപ്പോൾ കഴിഞ്ഞ എക്സാമിനൊക്കെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ വളരെ ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് കോസ്റ്റിൽ നിന്നൊക്കെ വന്നത്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ CSEBക്ക് വന്നിട്ടുള്ള പ്രീവിയസ് ചോദ്യങ്ങളെ കൃത്യമായി അനലൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. അത് ആ PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പഠിച്ചു അതിൻ്റെ ആൻസർ പഠിച്ചു അങ്ങനെ പഠിക്കുന്നതിനേക്കാൾ ഉപരി ആ ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനുകൾ വന്നിരിക്കുന്ന അതുമായിട്ട് ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങൾ അങ്ങനെ കണക്ട് ചെയ്ത് എഴുതി വെക്കുക. ഒരു ബുക്ക് എടുത്ത് കൃത്യമായിട്ട് എഴുതി വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് CSEB എക്സാം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് എന്തായാലും അങ്ങനെയുള്ള എക്സ്പ്ലനേഷൻസും വീഡിയോസും ഇനിയും പ്രതീക്ഷിക്കാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് മീൻസ്. ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് വന്നു കഴിഞ്ഞാൽ എന്താണെന്നാണ് അതിനർത്ഥം. 1 A ക്യാഷ് ഇൻ ഹാൻഡ്, ഓപ്ഷൻ B ക്യാഷ് അറ്റ് ബാങ്ക്, ഓപ്ഷൻ C ഓവർ ഡ്രാഫ്റ്റ്, ഓപ്ഷൻ D നൺ ഓഫ് ദീസ്. ഇതിലേതാണ് നമ്മളെ ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് വന്നു കഴിഞ്ഞാൽ അർത്ഥമാക്കുന്നത് എന്നാണ്. നമുക്ക് എക്സ്പ്ലനേഷൻ പോയിട്ട് വരാം. നോക്കുക, ക്യാഷ് ബുക്ക് ആൾവേസ് ഹാവ് എ ഡെബിറ്റ് ബാലൻസ്. ക്യാഷ് ബുക്കിന് എപ്പോഴും എന്ത് ബാലൻസ് ആയിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും.
നമുക്കറിയാം ആലീസ് എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ പഠിച്ചു, നമ്മളെ ആപ്പിൽ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അസറ്റ്, ലയബിലിറ്റീസ്, ഇൻകം, ക്യാപിറ്റൽ, എക്സ്പെൻസ്, അതാണ് നമ്മൾ ആലീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ അസറ്റാണ്, ക്യാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അസറ്റാണ്. സോ അസറ്റിന് എപ്പോഴും എന്ത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ് എന്ന് നമ്മൾ പഠിച്ചു. അസറ്റിന് എപ്പോഴും എന്താണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. സോ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ക്യാഷ് ഉണ്ട്, അപ്പോൾ എന്താണ്, അതൊരു അസറ്റാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അസറ്റാണ്. അസറ്റിന് എന്ത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അസറ്റിന് എന്ത് ബാലൻസ് ആണ്, ഡെബിറ്റ് ബാലൻസ് ആണ്. അപ്പോൾ നോക്കാം, ഓൾഡ് റെസീപ്റ്റ്സ്, അതെന്ത് റെസീപ്റ്റ്സ് ആകാം, ക്യാപിറ്റൽ റെസീപ്റ്റും ആകാം, റവന്യൂ റെസീപ്റ്റും ആകാം. എല്ലാ റെസീപ്റ്റുകളും എന്ത് റെസീപ്റ്റാണ്, ക്യാപിറ്റൽ റെസീപ്റ്റും ഉണ്ട്, റവന്യൂ റെസീപ്റ്റും ഉണ്ട്. റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബിസിനസ്സിലേക്ക് വരുന്ന വരവുകൾ. ആ റെക്കോർഡ് ഓൺ ദ ഡെബിറ്റ് സൈഡ്, ക്യാഷ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡ്. നമുക്കറിയാം ക്യാഷ് ബുക്കിൽ ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഈ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എന്ത് ക്യാപിറ്റൽ അതുപോലെ തന്നെ റവന്യൂ റെസീപ്റ്റുകളെ, ക്യാപിറ്റൽ റെസീപ്റ്റ് ആയാലും റവന്യൂ റെസീപ്റ്റ് ആയാലും നമ്മൾ എവിടെയാണ് കാണിക്കുന്നത്, ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ഓൾ പേയ്മെൻറ്റ്സ് എന്തൊക്കെ പേയ്മെൻറ്റ്സ് വരാം, ക്യാപിറ്റൽ പേയ്മെൻറ്റ്സും വരാം, റവന്യൂ പേയ്മെൻറ്റ്സ് അതായത് എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വരാം, റവന്യൂ എക്സ്പെൻഡിച്ചറും വരാം. അതിനെ നമ്മൾ എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡ്. അതായത് ക്രെഡിറ്റ് സൈഡ് ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പേയ്മെൻറ്റ്സ്, ഇവിടെയാണ് എന്ത്, റെസീപ്റ്റ്. പേയ്മെൻറ്റ് റെസീപ്റ്റുകളും ഡെബിറ്റ് ക്രെഡിറ്റ് കാണിക്കുന്നു. എന്നിട്ട് നമ്മൾ എന്താണ്, ബാലൻസ് ആണ് ഇനി നോക്കേണ്ടത്. അതായത് വെൻ ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റൈൻഡ് നോ സെപ്പറേറ്റ് ക്യാഷ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. നമുക്കറിയാം ക്യാഷ് അക്കൗണ്ട് പ്രത്യേകമായിട്ട് എന്താണ്, ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ലെഡ്ജർ ഫോം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്താ, നമ്മൾ ക്യാഷ് ബുക്കിനെ ബോത്ത് ലെഡ്ജർ ആൻഡ് ജേണലായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ജേണലും ലെഡ്ജറുമായിട്ടാണ് നമ്മൾ ക്യാഷ് ബുക്കിനെ ട്രീറ്റ് ചെയ്യുന്നത്. സോ സെപ്പറേറ്റ് ആയിട്ട് നമ്മളൊരു ലെഡ്ജർ അക്കൗണ്ട് ക്യാഷിന് വേണ്ടി ഫോം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്താണ്, വെൻ ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റൈൻഡ്, പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ്, ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റൈൻഡ് ദെൻ ദർ ഈസ് നോ സെപ്പറേറ്റ് ക്യാഷ് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ക്യാഷ് ബുക്കിനെ എന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്, ബോത്ത് ജേണൽ അതുപോലെ തന്നെ ലെഡ്ജർ രണ്ടുമായിട്ടും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാഷ് ബുക്ക് നമ്മൾ ഫോം ചെയ്ത് അല്ലെങ്കിൽ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തിൻ്റെ ആവശ്യമില്ല, സെപ്പറേറ്റ് ആയിട്ട് ക്യാഷ് അക്കൗണ്ട് ലെഡ്ജർ ക്യാഷ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നോക്കുക, നമ്മൾ പറഞ്ഞു ഡെബിറ്റ് ബാലൻസ് ആണ്, നമ്മൾ ക്യാഷ് ബുക്കിൽ എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണെന്ന് പറഞ്ഞു. നോക്കാം, നമുക്ക് ഡെബിറ്റ് സൈഡ് ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ റെസീപ്റ്റുകളെല്ലാം നമ്മൾ ഇവിടാണ് കാണിക്കുന്നത്. നമുക്കറിയാം പേയ്മെൻറ്റ്സ് എല്ലാം ഇവിടാണ് നമ്മൾ കാണിക്കുന്നത്. സോ നമുക്ക് ഡെബിറ്റ് ബാലൻസ് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിലുള്ള റെസീപ്റ്റ് ഐറ്റങ്ങൾ എന്ത് ചെയ്യും, കൂടി നിൽക്കും. അപ്പോൾ ഇവിടെ എന്ത് വരും, ക്യാരി ഡൗൺ വരും. മനസ്സിലായില്ലേ, പേയ്മെൻറ്റ് സൈഡിൽ എന്ത് വരും, ക്യാരി ഡൗൺ വരും. ആ ക്യാരി ഡൗണിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ബാലൻസ് ആണ് എന്ത് പറയുന്നത്, ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. ക്യാരി ഡൗണിന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ബാലൻസ് ആണ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പേയ്മെൻറ്റ് സൈഡിൽ എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പോൾ എവിടെ ആയിരിക്കും ക്യാരി ഡൗൺ വരുന്നത്, ഡെബിറ്റ് സൈഡിലായിരിക്കും. അപ്പോൾ ഈ ക്യാരി ഡൗൺ വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ബാലൻസ് ആയിരിക്കും എന്ത് ബാലൻസ് എന്ന് പറഞ്ഞത്, ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, വെൻ ക്യാഷ് ബുക്ക് ഈസ് മെയിൻറ്റൈൻഡ് നോ സെപ്പറേറ്റ് ക്യാഷ് അക്കൗണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അടുത്തതാണ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് മീൻസ് ഓവർ ഡ്രാഫ്റ്റ്. എന്താണ് ക്രെഡിറ്റ് ബാലൻസ്, ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നതെങ്കിൽ അത് ഓവർ ഡ്രാഫ്റ്റ് ആണെന്ന് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പറയുന്ന 4 പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം ക്യാഷ് ബുക്കിൻ്റെ ബാലൻസ് എപ്പോഴും എന്തായിരിക്കും, ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ക്രെഡിറ്റ് ബാലൻസ് ക്യാഷ് ബുക്കിൽ വന്നാൽ അതെന്തായി മാറും, ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് മാറും. ഇനി ഡെബിറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് മീൻസ് ക്യാഷ് ഇൻ ഹാൻഡ്. നമ്മുടെ കയ്യിൽ എപ്പോഴും ക്യാഷ് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് ഡെബിറ്റ് ബാലൻസ്. അതായത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ് ഡെബിറ്റ് ബാലൻസ്. ക്യാഷ് ബുക്കിന് ഡെബിറ്റ് ബാലൻസ് വരുമ്പം അത് ക്യാഷ് ഇൻ ഹാൻഡ് ആണ്. അതുപോലെ തന്നെ ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്താണ്, ഓവർ ഡ്രാഫ്റ്റ് ആണ്. ഇപ്പോൾ നമുക്കറിയാം ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് എന്താ, അപ്പോൾ ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ എന്തായാലും ഡെബിറ്റ് സൈഡ് കൂടി നിൽക്കും. ഡെബിറ്റ് സൈഡ് എന്താണ്, റെസീപ്റ്റ് ആണ്, നമുക്ക് വരവുകളാണ്. സോ നമ്മൾ ഡെബിറ്റ് സൈഡ് കൂടി നിന്നാൽ, വരവുകൾ കൂടി നിന്നാൽ, ചിലവുകൾ കുറഞ്ഞു നിന്നാൽ, വരവുകൾ കൂടുമ്പോൾ നമ്മൾ എന്തുണ്ട്, ചിലവും വരവായിട്ട് നോക്കുമ്പോൾ വരവ് കൂടി നിന്നാൽ നമ്മൾ എന്തുണ്ട്, ക്യാഷ് ഉണ്ട്. അപ്പോൾ അതാണ് ക്യാഷ് ഇൻ ഹാൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് മീൻസ് ഓവർ ഡ്രാഫ്റ്റ് പഠിച്ചു വെക്കുക. അടുത്ത് നോക്കാം, ഇനി അടുത്ത നമുക്ക് പാസ്ബുക്കിൻ്റെ കേസ് നോക്കാം. നമ്മൾ ക്യാഷ് ബുക്കിൻ്റെ കാര്യം പറഞ്ഞു, ഇനി പാസ്ബുക്കിന് നോക്കാം. എന്താണ് ഡെബിറ്റ് ബാലൻസ് ഓഫ് പാസ്ബുക്ക് മീൻസ് ഓവർ ഡ്രാഫ്റ്റ്. ഇവിടെ ഓപ്പോസിറ്റ് ആണ്, ക്രെഡിറ്റ് സൈഡ് ഓഫ് ക്യാഷ് ബുക്ക് ഓവർ ഡ്രാഫ്റ്റ്. ഇപ്പോൾ തിരിച്ച് പാസ്ബുക്കിൽ കാര്യം വരുമ്പോൾ എന്താണ് ഡെബിറ്റ് ബാലൻസ് ഓഫ് പാസ്ബുക്ക് മീൻസ് ഓവർ ഡ്രാഫ്റ്റ്. പാസ്ബുക്ക് എന്താണ് നമ്മളെ ബാങ്കിലുള്ള ബാലൻസ് നമുക്ക് അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ത് പാസ്ബുക്ക് എന്ന് പറയുന്നത്. പാസ്ബുക്ക് ആരാ ഇഷ്യൂ ചെയ്യുന്നത്? നമ്മളെ കൺസേൺഡ് ബാങ്ക് ആയിരിക്കും പാസ്ബുക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ബിസിനസ് അപ്പം ബാങ്കിൻ്റെ കേസിൽ നമ്മൾ നോക്കുമ്പോൾ ബാങ്ക് നമുക്ക് എന്ത് ചെയ്യുകയാണ്, പൈസ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ക്രെഡിറ്റ് ചെയ്യും, നമ്മൾ ഇടുന്ന പൈസ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയാണ് വരുന്നത്. ഇപ്പോൾ നമുക്ക് സാലറി ക്രെഡിറ്റഡ് എന്നൊക്കെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇങ്ങോട്ട് എന്താണ് നമ്മളപ്പം എന്താണ് ക്രെഡിറ്ററാണ്. ബാങ്കിൻ്റെ കേസിൽ നമ്മൾ പൈസ ഇടുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്ററാണ്, ബാങ്ക് എന്താണ് ഡെറ്ററാണ്. നമ്മളെ സംബന്ധിച്ച് ബാങ്ക് ഡെറ്ററും നമ്മളെന്താണ് ക്രെഡിറ്ററുമാണ് ബാങ്കിനെ സംബന്ധിച്ച്. നമുക്ക് എന്ത് ബാങ്ക് പൈസ തരാനുണ്ട് എന്നാണ് അർത്ഥം. അപ്പം എന്താണ് ഡെബിറ്റ് ബാലൻസ്, ബാങ്കിൽ ഡെബിറ്റ് ബാലൻസ്, പാസ്ബുക്കിൽ ഡെബിറ്റ് ബാലൻസ് വന്നാൽ നമ്മൾ എന്താണ് ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനുണ്ട് എന്നാണ് അർത്ഥം, ഓവർ ഡ്രാഫ്റ്റ് ആണെന്നാണ് അർത്ഥം. മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പാസ്ബുക്ക് മീൻസ് ക്യാഷ് അറ്റ് ബാങ്ക്. നമ്മുടെ ബാങ്കിൽ എന്തുണ്ട്, ക്യാഷ് ഉണ്ട്, അതാണ് എന്ത് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. ക്രെഡിറ്റ് ബാലൻസ് ഓഫ് പാസ്ബുക്ക്, പാസ്ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് വരികയാണെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്ക്, നമ്മുടെ അക്കൗണ്ടിൽ എന്തുണ്ട് ക്യാഷ് ഉണ്ട് എന്നാണ് അതിനർത്ഥം. അതായത് നമ്മളിപ്പം സാലറി ക്രെഡിറ്റഡ്, നമുക്ക് എന്തായാലും എന്താണ് നമുക്ക് ബാങ്കിൽ നല്ല മെസ്സേജ് വരുന്നത് എങ്ങനെയാണ്, സാലറി ക്രെഡിറ്റഡ് അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് 1000 രൂപ ക്രെഡിറ്റഡ്. അതൊക്കെ എങ്ങനെയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ബാങ്കിലേക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടുകയാണ്. നമുക്ക് ബാങ്ക് പൈസ തരാനുണ്ട്, നമ്മളെന്താണ് ബാങ്കിനെ സംബന്ധിച്ച് നമ്മളൊരു ക്രെഡിറ്ററായി മാറുകയാണ്. സോ ക്രെഡിറ്റ് ബാലൻസ് പാസ്ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കണം ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് ആണ്. പക്ഷേ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് ക്യാഷ് ബുക്ക് എന്ന് മനസ്സിലാക്കി വെക്കുക. ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് വരികയാണെങ്കിൽ ഓവർ ഡ്രാഫ്റ്റും, ഡെബിറ്റ് ബാലൻസ് വരികയാണെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡും. ഇത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ചോദ്യം പോലും നിങ്ങൾക്ക് മിസ്സാവത്തില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് എഴുതാൻ സാധിക്കും. അപ്പം മനസ്സിലാക്കി വെക്കുക, ക്യാഷ് ബുക്കും മനസ്സിലാക്കി വെക്കുക, ഈ പറഞ്ഞ പോയിന്റുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അതിനു മുമ്പ് തന്നെ ആൻസറിലോട്ട് പോവാം. എന്താണ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് മീൻസ്? ക്യാഷ് ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് വരികയാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ആൻസർ എന്നാണ് ചോദ്യം. ഓവർ ഡ്രാഫ്റ്റ് നമുക്ക് ഈസിലി എഴുതാൻ പറ്റും. നമ്മൾ എക്സ്പ്ലനേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് നോക്കുക, ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ക്യാഷ് ബുക്ക് മീൻസ് ഓവർ ഡ്രാഫ്റ്റ്. ക്യാഷ് അറ്റ് ബാങ്ക് അല്ല, ക്യാഷ് ഇൻ ഹാൻഡ് അല്ല. ക്യാഷ് ഇൻ ഹാൻഡ് എന്താണ് ഡെബിറ്റ് ബാലൻസ് വരികയാണെങ്കിലാണ് ക്യാഷ് ഇൻ ഹാൻഡ് വരുന്നത്. ഡെബിറ്റ് ബാലൻസ് വരികയാണെങ്കിലാണ് ക്യാഷ് ഇൻ ഹാൻഡ് വരുന്നത്. ഇവിടെ നമ്മൾക്ക് ചോദ്യം ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്യാഷ് അറ്റ് ബാങ്ക് വരുന്നത് എപ്പോഴാണ്? പാസ്ബുക്കിൽ ക്രെഡിറ്റ് ബാലൻസ് ആവുകയാണെങ്കിൽ, ക്രെഡിറ്റ് ബാലൻസ് ആണ് പാസ്ബുക്കിലെങ്കിലാണ് നമുക്ക് എന്ത് വരുന്നത് ക്യാഷ് അറ്റ് ബാങ്ക് വരുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അടുത്ത് നോക്കാം. ദ ബിസിനസ് കൺസെപ്റ്റ് വിച്ച് ഈസ് അസ്യൂംഡ് ദാറ്റ് ദ ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ ലോങ് ടൈം. ഏത് ബിസിനസ് കൺസെപ്റ്റ് പ്രകാരമാണ് നമ്മുടെ ബിസിനസ് ഒരു ലോങ് ലാസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ലോങ് ടൈമിലേക്ക് ലാസ്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഏത് പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കാം. ആദ്യത്തെ ഓപ്ഷനാണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, ഓപ്ഷൻ ബി ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്, ഓപ്ഷൻ സി മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്, ഓപ്ഷൻ ഡി കോസ്റ്റ് കൺസെപ്റ്റ്. ഇതിൽ ഏത് കൺസെപ്റ്റ് ബേസിലാണ് നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ ബിസിനസ് ലോങ് ടൈമിലേക്ക് റൺ ചെയ്യും എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നത്? ഇതിലേത് കൺസെപ്റ്റ് പ്രകാരമാണെന്നാണ് ചോദ്യം. നമുക്ക് ഇത് ഒരുപാട് തവണ PSC ചോദിച്ച ചോദ്യമാണ്. ഇത് നിങ്ങൾക്കെല്ലാം ആൻസർ കൃത്യമായിട്ട് അറിയാം ഏതാണെന്ന്. നമുക്ക് എന്തായാലും എക്സ്പ്ലനേഷൻ നോക്കിയിട്ട് ആൻസറിലേക്ക് വരാം. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്? ഈ 4 കൺസെപ്റ്റിനെ പറ്റി നമുക്കൊന്ന് പറയാം. എന്താണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ്? അപ്പം ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൻ്റെ മറ്റൊരു പേരാണെന്ത് അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. എന്താണ് ബിസിനസ് എൻറ്റിറ്റി? ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ് സെപ്പറേറ്റ് എൻറ്റിറ്റി. ഒരു ഡിഫറൻറ്റ്, അതായത് ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ഇറ്റ്സ് ഓണേഴ്സ് ആൻഡ് ഫ്രം ദ ബിസിനസ്. ബിസിനസ്സിനെ ഡിസ്റ്റിങ്ഷൻ ചെയ്യുന്നു. ഏത് രീതിയിൽ? ഓണർ എന്നും ബിസിനസ് എന്നും രണ്ട് വ്യക്തികളായെന്ന് ആണെന്ന്, ബിസിനസ്സിന് രണ്ടാണെന്ന് പറയുന്ന കൺസെപ്റ്റാണ് എന്ത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അവിടെ എന്താണ് ഒരു ഡിസ്റ്റിങ്ഷൻ സംഭവിക്കുന്നു. ആരൊക്കെ തമ്മിലാണ്? ഓണേഴ്സും ബിസിനസ്സും തമ്മിൽ. എന്താണ് ബിസിനസ് ഈസ് ട്രീറ്റഡ് ആസ്, അതുകൊണ്ട് എന്താണ് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ്
ഒരു സെപ്പറേറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ബോഡി ആയിട്ടാണ് ബിസിനസ്സിനെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്തുണ്ട്, ഓണേഴ്സും ബിസിനസ്സും തമ്മിലൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അത് പറയുന്ന പ്രിൻസിപ്പിളാണ് എന്ത്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ്സും അതുപോലെ തന്നെ ഓണറും തമ്മിൽ എന്തുണ്ട്, ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. ഹെൻസ് ഡിസ്റ്റിങ്ഷൻ ഷുഡ് ബി മെയ്ഡ് ബിറ്റ്വീൻ പേഴ്സണൽ ട്രാൻസാക്ഷൻ ആൻഡ് ബിസിനസ് ട്രാൻസാക്ഷൻ. അവിടെ ഡിസ്റ്റിങ്ഷൻ, നമ്മൾ പേഴ്സണൽ ട്രാൻസാക്ഷൻ, ഇപ്പോൾ ഞാനൊരു ബിസിനസ് ഓണറാണെന്ന് വെക്കുക, ഞാനിപ്പോൾ ഓണറാണ്, അപ്പോൾ എൻ്റെ ട്രാൻസാക്ഷൻസ് ഒന്നും ഞാൻ ബിസിനസ്സിൽ കൊണ്ടുവരില്ല. അവിടെ എന്തുണ്ട്, ബിസിനസ്സിൻ്റെതായ ട്രാൻസാക്ഷൻ ഉണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ള ട്രാൻസാക്ഷൻ ഉണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എൻട്രി എങ്ങനെയാണ്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ, ക്യാഷ് നമ്മളെ ബിസിനസ്സിലേക്ക് വന്നു. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ, ഇപ്പോൾ എസ് ക്യാപിറ്റൽ, ഞാൻ കൊണ്ടുവരികയാണ് സെയിൽസ് ക്യാപിറ്റൽ. ഇപ്പോൾ ഞാൻ ക്യാപിറ്റൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ക്യാപിറ്റൽ കൊണ്ടുവരുന്ന സമയത്ത് ഞാനിവിടെ എന്തായി, ക്രെഡിറ്ററായി. ബിസിനസ് ഒരു ലൈബിലിറ്റിയാണ്. ഞാനിപ്പോൾ എന്താ, ബിസിനസ്സിൽ ഒരു ഓണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പം ബിസിനസ് ക്യാപിറ്റലിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ലൈബിലിറ്റി ആയിട്ടാണെന്ന് മനസ്സിലാക്കി വെക്കുക. അത് ഏത് കൺസെപ്റ്റ് പ്രകാരമാണ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണെന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ബിസിനസ് ഇപ്പം ഞാൻ ക്യാഷ് ബിസിനസ്സിലേക്ക് ക്യാപിറ്റലിൻ്റെ ഫോം അല്ലെങ്കിൽ ക്യാപിറ്റലിലെ ഗുഡ്സ് ആയിട്ട് കൊണ്ടുവന്നാൽ പോലും എന്നെ അവർ എന്തായിട്ടാണ് ഒരു ട്രീറ്റ് ചെയ്യുന്നത്, ഒരു ക്രെഡിറ്ററായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കെന്തുണ്ട്, ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ ലോങ് റണ്ണിൽ എനിക്ക് ഈ പൈസ എന്ത് ചെയ്യണം, ഈ ക്യാപിറ്റൽ എന്ത് ചെയ്യണം, ബിസിനസ് തിരിച്ചു തരണം. ബിസിനസ്സിനെ സംബന്ധിച്ച് ഈ ക്യാപിറ്റൽ ഒരു ലയബിലിറ്റിയാണ്, മനസ്സിലാക്കി വെക്കുക. ഹെൻസ് നമ്മൾ പറഞ്ഞു ഓണേഴ്സ് ഈസ് ട്രീറ്റഡ് ആസ് ക്രെഡിറ്റർ. മനസ്സിലായില്ലേ, ഓണറിനെ നമ്മൾ എപ്പോഴും എന്താണ്, ക്രെഡിറ്ററായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് ബിസിനസ്. അത് എന്ത് കൺസെപ്റ്റ് പ്രകാരമാണ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് പ്രകാരമാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓണേഴ്സിനെ ക്രെഡിറ്ററായിട്ട് ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഏത് കൺസെപ്റ്റാണ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റാണ്. അപ്പം ബിസിനസ്സിനെ എന്താ, ഓണറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്ററായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതെന്തുകൊണ്ടാണ്, നമ്മളിവിടെ പറഞ്ഞു, നമ്മൾ ക്യാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അസറ്റ് ക്യാപിറ്റലിൻ്റെ ഫോമിലേക്ക് ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എന്തായി മാറും, ക്രെഡിറ്ററായി മാറും. മനസ്സിലായല്ലോ. അടുത്ത് നോക്കാം. അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ക്യാപിറ്റൽ ഷുഡ് ബി ഷോൺ ഓൺ ദ ലയബിലിറ്റി സൈഡ് ഓഫ് ദ ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റലിനെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. ആ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നതും എന്ത് പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ എന്ത് കൺസെപ്റ്റിൻ്റെ ബേസിലാണ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിന്. അപ്പം ബിസിനസ്സിനെ ഓണറെന്നും അതുപോലെ തന്നെ എന്താണ് ഡിസ്റ്റിങ്ഷൻ, അത് ബിസിനസ് എന്നും രണ്ടായിട്ട് ഡിസ്റ്റിങ്ഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, ഓണറിനെ ക്രെഡിറ്ററായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്, ക്യാപിറ്റലിനെ നമ്മൾ എവിടെയാണ്, ലയബിലിറ്റി സൈഡിൽ, ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുന്നതും എന്ത് ബേസിസിലാണ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് കൺസെപ്റ്റിൻ്റെ ബേസിലാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇൻ അക്കൗണ്ടിങ് ദ ബിസിനസ് ഈസ് കൺസിഡർഡ് ടു ബി സെപ്പറേറ്റ് എൻറ്റിറ്റി ഫ്രം ദ പ്രൊപ്പറേറ്റർ. പ്രൊപ്പറേറ്ററും ബിസിനസ്സും രണ്ടാണ് എന്നാണ് എന്ത്, ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈസിലി ആയിട്ട് നമുക്ക് എഴുതാൻ സാധിക്കണം. അതുകൊണ്ടാണ് എല്ലാ പോയിന്റുകളും നമ്മൾ പറയുന്നത്. ഇൻ അക്കൗണ്ടിങ് ദ ബിസിനസ് ഈസ് കൺസിഡേർഡ്, ബിസിനസ്സിനെ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, പ്രൊപ്പറേറ്ററിൽ നിന്നും വ്യത്യസ്തമായിട്ട്. പറഞ്ഞ പോയിന്റുകൾ തന്നെയാണ്. ഇൻ അതർ വേർഡ്സ് അക്കോർഡിംഗ് ടു ദിസ് അസംഷൻ ദ ബിസിനസ് ആൻഡ് ദ ഓണർ ആർ കൺസിഡേർഡ് ടു ബി സെപ്പറേറ്റ് എൻറ്റിറ്റീസ്. പറഞ്ഞ കാര്യമാണ്. ഓൾ ദ ട്രാൻസാക്ഷൻ ഓഫ് ദ ബിസിനസ് ആർ റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ബിസിനസ് ആൻഡ് നോട്ട് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ഓണർ. നമ്മളെപ്പോഴും ബിസിനസ്സിൽ ഒരു കാര്യം എഴുതുമ്പം അത് എന്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എഴുതുന്നത്, ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നാണ് എഴുതുന്നത്, അല്ലാതെ ഓണറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നല്ല എഴുതുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ അക്കൗണ്ടൻസി അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് പോയിന്റ് ഓഫ് വ്യൂവിലാണ്, ബിസിനസ്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് എഴുതുന്നത്, അല്ലാതെ ഓണറിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലല്ല എഴുതുന്നതെന്ന് മനസ്സിലാക്കുക. ആസ് പെർ ദിസ് കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റ് പ്രകാരം ഇൻ ദ ബുക്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ഓൺലി ബിസിനസ് ട്രാൻസാക്ഷൻസ് ആർ റെക്കോർഡഡ്. ബിസിനസ് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യത്തുള്ളൂ, റെക്കോർഡ് ചെയ്യത്തുള്ളൂ. പേഴ്സണൽ ട്രാൻസാക്ഷൻ ഓഫ് പാർട്ട്നേഴ്സ് ഓഫ് ദ ഫേം ആൻഡ് ദ ഷെയർ ഹോൾഡർ ഓഫ് ദ കമ്പനി ആർ നോട്ട് റെക്കോർഡഡ്. അതെന്ത് ചെയ്യത്തില്ല, റെക്കോർഡ് ചെയ്യത്തില്ല. ഇത് മനസ്സിലാക്കി വെക്കുക. അടുത്ത് നോക്കാം. ദ ക്യാഷ് ഓർ ഗുഡ്സ് വിഡ്രോൺ ബൈ ദ പ്രൊപ്പറേറ്റർ ഫോർ പേഴ്സണൽ യൂസ്. നമ്മൾ മനസ്സിലാക്കുക, പേഴ്സണൽ യൂസ് ഷുഡ് ബി ട്രീറ്റഡ് ആസ് ഡ്രോയിങ്സ്. അപ്പം നമുക്ക് മനസ്സിലായി, നമ്മൾ പേഴ്സണൽ യൂസിന് എന്തെങ്കിലും ബിസിനസ്സിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അത് എന്ത് ഹെഡിലാണ് വരുന്നത്, ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ ഹെഡിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കുക. ഈസ് ദ എഫക്റ്റ് ഓഫ് ദിസ് പ്രിൻസിപ്പിൾ. ഇങ്ങനെ ഡ്രോയിങ്സ് എന്നും അതുപോലെ തന്നെ പേഴ്സണൽ യൂസിന് വിഡ്രോ ചെയ്യുമ്പം ഡ്രോയിങ്സിൻ്റെ ഹെഡിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത് എന്ത് പ്രിൻസിപ്പിളിൻ്റെ ബേസിലാണ്, ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ്, അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റിൻ്റെ ബേസിസിലാണ് ഇന്ന് മനസ്സിലാക്കി വെക്കുക.
ദ അക്കൗണ്ടിങ് എൻട്രീസ് ഫോർ ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസ്. അപ്പം നമുക്ക് നോക്കാം അക്കൗണ്ടിങ് എൻട്രി ഗുഡ്സ് വിഡ്രോൺ ഫോർ പേഴ്സണൽ യൂസിൽ വരുന്ന അക്കൗണ്ടിങ് എൻട്രി എന്താണെന്ന് നോക്കാം. അക്കൗണ്ടിങ് എൻട്രി ആണ് ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ്. ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അല്ലേ. ഇപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഡ്രോയിങ്സ് എടുക്കുമ്പോൾ നമ്മൾ ബിസിനസ്സിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്സ് ഉണ്ട് അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ് പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗുഡ്സ് ഉണ്ട്. ഗുഡ്സിനെ നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഗുഡ്സിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രൊപ്പറേറ്റർ അല്ലെങ്കിൽ ബിസിനസ്സിൽ ഓണർ എന്ത് ചെയ്യുന്നത്? എടുത്തുകൊണ്ട് പോകുന്നത്. ആ ഗുഡ്സിൽ നിന്നാണ് ബിസിനസ്സിൻ്റെ ഓണർ ഗുഡ്സ് എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ പർച്ചേസിന് എന്ത് ചെയ്യും? ഒരു കുറവ് സംഭവിക്കും അല്ലേ, ഒരു റിഡക്ഷൻ സംഭവിക്കും. പർച്ചേസിന് എന്ത് ചെയ്യും? ഒരു റിഡക്ഷൻ സംഭവിക്കും. അപ്പോൾ അത്തരത്തിലൊരു റിഡക്ഷൻ സംഭവിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ എൻട്രി ഇടുന്നത്? ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസിന് നമ്മൾ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും. ക്രെഡിറ്റ് ചെയ്യുന്ന 3 കേസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, അത് കണ്ടു നോക്കുക, നമ്മൾ വീഡിയോ കണ്ടു നോക്കുക. പർച്ചേസിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ നമ്മൾ അതിനെ എന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യും പർച്ചേസിനെ. സാധാരണ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പം പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ആണ്. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? പർച്ചേസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. പർച്ചേസ് എന്ത് ചെയ്യുന്നു? കുറയുന്നു. അപ്പം ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസ് അല്ലെങ്കിൽ ഡ്രോയിങ്സിൽ എന്ത് ചെയ്യണം? പേഴ്സണൽ യൂസിലുള്ള സാധനം ഡ്രോയിങ്സ് ആയിട്ട് കാണിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണെന്ന് ചോദിച്ചാൽ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ദിസ് പ്രിൻസിപ്പിൾ ഈസ് മോർ റിലവൻറ്റ് ഇൻ ദ കേസ് ഓഫ് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ. കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷനിലാണ് ഈ പ്രിൻസിപ്പിൾ ഏറ്റവും കൂടുതലും സ്യൂട്ടബിൾ ആകുന്നത്. ഇപ്പോൾ എന്താണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലെ പ്രശ്നം നോക്കാം. ഇൻ കേസ് ഓഫ് സോൾ പ്രൊപ്പറേറ്ററി കൺസേൺ the legal entity of business and proprietor is one and same. അതായത് നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് എപ്പോഴും ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഫോം ഓഫ് അക്കൗണ്ട്സിലാണ്. പക്ഷേ നമ്മൾ എവിടെയാണ് പ്രൊപ്പറേറ്ററി കൺസേൺ, സോൾ പ്രൊപ്പറേറ്റർ കൺസേണിലാണെങ്കിൽ നമ്മൾ ബിസിനസ്സിൽ എന്താണ് സിംഗിൾ പേഴ്സൺ കമ്പനിയാണ് സോൾ പ്രൊപ്പറേറ്റർ എന്ന് പറഞ്ഞത്. അദ്ദേഹം തന്നെയാണ് ബിസിനസ് എന്ന് മനസ്സിലാക്കിയ വൺ ആൻഡ് സെയിം അദ്ദേഹം തന്നെയാണ് ബിസിനസ്. സോ അവിടെ ഒരു ഡിഫറൻസിൻ്റെ ആവശ്യമില്ല. ഈ പ്രിൻസിപ്പിൾ ഏറ്റവും കൂടുതൽ സ്യൂട്ടബിൾ ആവുന്ന എവിടെയാണ്? ഇൻ ദ ഫോം ഓഫ് കമ്പനി ഫോം ഓഫ് അക്കൗണ്ടിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ബിസിനസ്സും ഓണേഴ്സും തമ്മിലൊരു ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഡ്രോയിങ്സ് കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഡ്രോയിങ്സ് കൊണ്ടുവരുന്ന പറഞ്ഞാൽ പേഴ്സണൽ ട്രാൻസാക്ഷൻ ബിസിനസ് ട്രാൻസാക്ഷൻ രണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുക? ഇതിൽ ഇനി എന്ത് ചോദിച്ചാലും നമ്മൾ ഓണേഴ്സിനെ അതായത് ക്രെഡിറ്റ് സൈഡിൽ ലയബിലിറ്റി സൈഡിൽ കൊണ്ടുവരുന്നത്, ക്യാപിറ്റലിനെ ലയബിലിറ്റി സൈഡിൽ കൊണ്ടുവരുന്നത് നമ്മൾ എന്തിൻ്റെ ബേസിലാണ്? ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിൻ്റെ ബേസിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതൊക്കെ. ഇനി അടുത്ത് നോക്കാം, എന്താണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്? എന്താണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് എന്ന് പറയുന്നത്? ആസ് പെർ ദിസ് കൺസെപ്റ്റ് ദ ബിസിനസ് യൂണിറ്റ് ഈസ് അസ്യൂം ടു ഹാവ് ആൻ ഇൻഡെഫിനിറ്റ് ലൈഫ്. എന്താണ് ഇൻഡെഫിനിറ്റ് ലൈഫ്? അതായത് ബിസിനസ്സിന് ഒരു ലോങ് റണ്ണിലേക്കാണ് നമ്മൾ ലോങ് റണ്ണിലേക്ക് വേണ്ടിയാണ് ബിസിനസ് നമ്മൾ ഫോം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ബിസിനസ് തുടങ്ങുന്നത് നമ്മൾ അടുത്ത കാലത്ത് നിർത്താനോ അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് നിർത്താനോ 1 വർഷം കൊണ്ട് നിർത്താനോ അല്ല ബിസിനസ് തുടങ്ങുന്നത്. ഇൻഡെഫിനിറ്റ് ലൈഫാണ്. ബിസിനസ്സിന് നമ്മൾ ലോങ് റണ്ണിലേക്ക് വേണ്ടിയാണ് ബിസിനസ് തുടങ്ങുന്നത് എന്ന് മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ഡീംഡ് ദാറ്റ് ദർ ഈസ് നോ ഇൻറ്റൻഷൻ ടു വൈൻഡ് അപ്പ്. ആ പേരിൽ തന്നെ ഉണ്ട് എന്താണ്? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് തുടർന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇറ്റ് ഈസ് ഡീംഡ് ദാറ്റ് ദർ ഈസ് നോ ഇൻറ്റൻഷൻ ടു വൈൻഡ് അപ്പ് ദ ബിസിനസ് ആക്ടിവിറ്റി ഇൻ ദ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. ബിസിനസ് തുടങ്ങുന്നത് ഒരു ഫ്യൂച്ചറിലേക്ക് നമുക്ക് നിർത്താൻ വേണ്ടിയല്ല, എത്രത്തോളം കാലത്തിലേക്കും ബിസിനസ് റൺ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ബിസിനസ് തുടങ്ങുന്നത്. ഇപ്പോൾ നമുക്ക് അറിയാം രത്തൻ ടാറ്റ മരണപ്പെട്ടെന്ന് പറഞ്ഞ് ടാറ്റ ലിക്വിഡേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ടാറ്റ നിർത്തിപ്പോയോ? ഇല്ല. അപ്പോൾ എന്താണ്? ഇപ്പം അടുത്ത ആൾക്കാരിലേക്ക് എത്തി, അടുത്ത തലമുറയിലേക്ക് എത്തി. ബിസിനസ് അങ്ങനെയാണ്. ബിസിനസ്സിന് എന്ത് ചെയ്യാം? ഇൻഡെഫിനിറ്റ് ലൈഫാണ്. എത്ര കാലം വേണമെങ്കിലും ബിസിനസ് എന്ത് ചെയ്യാം? റൺ ചെയ്യാം. അവർ ഓണേഴ്സ് മരണപ്പെട്ടാലും ബിസിനസ് എന്താവും? ബിസിനസ് റൺ ചെയ്യും. ബിസിനസ് എന്താണ്? ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ആർട്ടിഫിഷ്യൽ പേഴ്സൺ ക്രിയേറ്റഡ് ബൈ ലോ, അതായത് ഒരു ബിസിനസ് ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ബിസിനസ്സിൻ്റെതായിട്ടുള്ള ഐഡൻറ്റിറ്റി ഉണ്ട്. അത് കൊടുക്കുന്ന ഏതാണ്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വഴിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. 1872. ഇപ്പോൾ നോക്കാം, ഹെൻസ് ദ ഫേം ഈസ് ട്രീറ്റഡ് ആസ് ഗോയിങ് കൺസേൺ. അത്തരത്തിൽ ഒരു ഫേമിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുന്നു? ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് പ്രകാരം ഗോയിങ് കൺസേൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. Hence this principle is not applicable for accounting of a business under liquidation. ലിക്വിഡേഷൻ്റെ കേസിൽ വരുമ്പോൾ എന്താണ്? ഈ പ്രിൻസിപ്പിൾ ആപ്ലിക്കബിൾ അല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ലിക്വിഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ കൺസെപ്റ്റിന് എതിരല്ലേ
ലിക്വിഡേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ ബിസിനസ്സിന് ലോങ് നമ്മൾ പറയുന്നുണ്ട് ഇൻഡെഫിനിറ്റ് ലൈഫാണ് നമ്മൾ പറഞ്ഞു. അപ്പം ലോങ് ലൈഫുള്ളൊരു സാധനത്തിനെ ലിക്വിഡേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്താണ് പര്യവസാനം നടത്തുക എന്ന് പറയുന്നത് ഈ പ്രിൻസിപ്പിൾ എന്താണ് വിപരീതമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ് ആസ് ഫിക്സഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ 2 പോയിന്റ് മനസ്സിലാക്കി വെക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് അസറ്റ് ആസ് ഫിക്സഡ് ആൻഡ് കറണ്ട് അസറ്റ്. അസറ്റിനെ ഫിക്സഡ് അസറ്റ് എന്നും കറണ്ട് അസറ്റ് എന്നും വേർതിരിക്കുന്നത് ഏതിൻ്റെ ബേസിലാണ്? ഈ പ്രിൻസിപ്പിളിൻ്റെ ഗോയിങ് കൺസേൺ കൺസെപ്റ്റിലുള്ള അല്ലെങ്കിൽ ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിളിൻ്റെ ബേസിസിലാണ് അസറ്റുകളെ ഫിക്സഡ് അസറ്റ് എന്നും കറണ്ട് അസറ്റ് എന്നും വേർതിരിക്കുന്നത്. അപ്പോൾ നോക്കാം എന്താണ് കറണ്ട് അസറ്റ്. 90 ദിവസത്തിനകം നമുക്ക് ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റുകൾ എന്ന് പറയുന്നത്. ഫിക്സഡ് അസറ്റുകൾ എന്താണ്? ഫിക്സഡ് അസറ്റുകൾ എന്ന് പറഞ്ഞാൽ ലോങ് റണ്ണിലേക്ക് നമുക്ക് 1 വർഷത്തിൽ കൂടുതൽ എന്ത് ചെയ്യാം? കൺവേർട്ട് ചെയ്യാം, ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഗോയിങ് കൺസേൺ പ്രിൻസിപ്പിൾ പ്രകാരമാണ് അസറ്റിനെ ഫിക്സഡ് അസറ്റ് എന്നും കറണ്ട് അസറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നത് മനസ്സിലാക്കുക. അടുത്ത് നോക്കാം. ആസ് പെർ ദിസ് പ്രിൻസിപ്പിൾ ലയബിലിറ്റി എന്ത് ചെയ്യും? നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ലയബിലിറ്റി എന്തായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്? ലോങ് ടൈം ലയബിലിറ്റി എന്നും അതുപോലെ തന്നെ ഫിക്സഡ് ലയബിലിറ്റി അല്ലെങ്കിൽ കറണ്ട് ലയബിലിറ്റി എന്നും നമ്മൾ വേർതിരിക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണെന്ന് മനസ്സിലാക്കുക. എന്തിൻ്റെ ബേസിലാണ്? ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൻ്റെ ബേസിലാണ്. സോ അസറ്റുകളെ കറണ്ട് അസറ്റ് എന്നും ഫിക്സഡ് അസറ്റ് എന്നും വേർതിരിക്കുന്നത് ഗോയിങ് കൺസേണും അതുപോലെ തന്നെ ലയബിലിറ്റിയെ ലോങ് ടൈം ലയബിലിറ്റി എന്നും കറണ്ട് ലയബിലിറ്റി എന്നും പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യുന്നതും ഗോയിങ് കൺസേൺ കോൺസെപ്റ്റിൻ്റെ ബേസിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഈ പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മൾ ഫിക്സഡ് അസറ്റിനെയും കറണ്ട് അസറ്റിനെയും പഠിച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ ഈ പ്രിൻസിപ്പിൾ പ്രകാരമാണ് നമ്മൾ ലോങ് ടൈം ലയബിലിറ്റി എന്നും കറണ്ട് ലയബിലിറ്റി എന്നും വേർതിരിക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത പ്രിൻസിപ്പിൾ എന്താണെന്ന് നോക്കാം. അടുത്തതാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. എന്താണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്? മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ദ ട്രാൻസാക്ഷൻസ് വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. നമുക്ക് പൈസയുടെ ഭാഗമായിട്ട് എന്ത് ചെയ്യാം? എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന സാധനങ്ങളെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യത്തുള്ളൂ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. അതായത് അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് ദ ട്രാൻസാക്ഷൻ വിച്ച് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി ടേംസിൽ മെഷർ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ മോണിറ്ററി ടേംസിൽ എഴുതാൻ സാധിക്കുന്ന ഐറ്റങ്ങളെ മാത്രമേ നമ്മൾ എവിടെ കാണിക്കത്തുള്ളൂ? മണി മെഷർമെൻറ്റ് കൺസെപ്റ്റിൽ അല്ലെങ്കിൽ എവിടെ കാണിക്കത്തുള്ളൂ? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കത്തുള്ളൂ. അത് പറയുന്ന പ്രിൻസിപ്പിളാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. എന്താണ്? ടേംസ് ഓഫ് മണി ഉള്ളി ആർ റെക്കോർഡ് ബുക്സ് ഓഫ് അക്കൗണ്ട്. അപ്പോൾ എന്താണ്? നമുക്ക് പറയാം മോണിറ്ററി ടേംസ് ഉള്ള ഐറ്റങ്ങൾ എടുക്കത്തുള്ളൂ. അതായത് ക്വാണ്ടിറ്റേറ്റീവ് നേച്ചറിലുള്ള ഐറ്റംസിനെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കത്തുള്ളൂ. ക്വാളിറ്റേറ്റീവ് നേച്ചറിലുള്ള ഐറ്റംസിനെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കില്ല. ക്വാണ്ടിറ്റേറ്റീവ് ഐറ്റംസിലുള്ള സാധനങ്ങൾ മാത്രമേ നമ്മൾ എവിടെ കാണിക്കത്തുള്ളൂ? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കത്തുള്ളൂ. ഇത് പറയുന്ന പ്രിൻസിപ്പിളാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നോക്കുക. ദ റെക്കോർഡിംഗ് ഓഫ് മോണിറ്ററി ട്രാൻസാക്ഷൻസ് ഒൺലി ഈസ് ദ മേജർ ലിമിറ്റേഷൻ ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ നല്ലത് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. അപ്പം മോണിറ്ററി ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ മോണിറ്ററി നേച്ചറുള്ള ഐറ്റങ്ങൾ മാത്രമേ നമ്മൾ ബുക്ക് ഓഫ് അക്കൗണ്ടിൽ കാണിക്കുകയുള്ളൂ എന്ന് പറയുന്നത് ഒരു മേജർ ലിമിറ്റേഷനാണ്. എന്തിൻ്റെ മേജർ ലിമിറ്റേഷനാണ്? ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ മേജർ ലിമിറ്റേഷനാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് നേച്ചറുള്ള ഐറ്റംസിനെ മാത്രമേ കാണിക്കൂ. ക്വാളിറ്റേറ്റീവ് നേച്ചറുള്ള ഐറ്റംസിനെ ഫൈനാൻഷ്യൽ അക്കൗണ്ടുകൾ നമ്മൾ കാണിക്കുകയില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇവൻറ്റ് ഓർ ട്രാൻസാക്ഷൻ വിച്ച് കനോട്ട് ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് മണി. അതായത് നോൺ മോണിറ്ററി ആയിട്ടുള്ള സാധനങ്ങളെ നമ്മൾ എവിടെ കാണിക്കില്ല? കനോട്ട് ബി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. നോൺ മോണിറ്ററി ആയിട്ടുള്ള ഐറ്റംസിനെ നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കുകയില്ല, മോണിറ്ററി ആയിട്ടുള്ളതിനെ കാണിക്കുകയുള്ളൂ. അത് പറയുന്ന പ്രിൻസിപ്പിളാണ് മണി മെഷർമെൻറ്റ്. ആ പേരിൽ തന്നെ ഉണ്ട് മണി മെഷർമെൻറ്റ്. മണി ടേംസിൽ മാത്രം അല്ലെങ്കിൽ മോണിറ്ററി ടേംസിലുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കുന്നു. മനസ്സിലാക്കിയോ? ഈസിയാണത്. അടുത്ത് നോക്കാം. കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ്. എന്താണ് കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ എന്താണ് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്? അപ്പം കോസ്റ്റ് കൺസെപ്റ്റിൻ്റെ മറ്റൊരു പേരാണെന്ത്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ് പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് അസറ്റ്സ് ആർ ടു ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് അറ്റ് ദിയർ പർച്ചേസ് പ്രൈസ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക. നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മളൊരു അസറ്റിനെ എൻട്രി ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അസറ്റിനോട് എൻട്രി ചെയ്യുന്ന സമയത്ത് അതെന്താണ്? പർച്ചേസ് പ്രൈസിലായിരിക്കും എഴുതുന്നത്. ആൻഡ് നോട്ട് അറ്റ് ദ മാർക്കറ്റ് പ്രൈസിലല്ല. ഇപ്പോൾ നമ്മളൊരു സാധനം 1000 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിച്ചു, അത് നമ്മളെ പർച്ചേസ് പ്രൈസാണെന്ന് വെക്കുക.
പർച്ചേസ് പ്രൈസ് ആണെന്ന് നോക്കുക. നമ്മൾ 1000 രൂപയ്ക്ക് വാങ്ങിച്ച സാധനത്തിൽ. അപ്പം നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് ഈ 1000 റുപ്പീസാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ മാർക്കറ്റ് പ്രൈസിൽ ഇതിന് ചിലപ്പം 1200 രൂപയായിരിക്കാം, നമുക്ക് 1000 രൂപയ്ക്ക് കിട്ടി. അതുപോലെ തന്നെ ചിലപ്പം മാർക്കറ്റിൽ ഇതിന് 900 രൂപയായിരിക്കാം, നമ്മൾ 1000 രൂപയ്ക്കാണ് മേടിച്ചത്. രണ്ട് സിറ്റുവേഷൻ വരാം. മാർക്കറ്റിൽ ചിലപ്പോൾ 1200 രൂപയായിരിക്കാം, ചിലപ്പോൾ 900 രൂപയായിരിക്കാം. പക്ഷേ നമ്മൾ വാങ്ങിയത് ഇപ്പോൾ എത്രയാണ്? 1000 രൂപയ്ക്കാണ്. എന്നും പറഞ്ഞ് 900 രൂപ കുറവില്ലേ നമുക്ക് ഈ മാർക്കറ്റ് പ്രൈസിലുള്ള പർച്ചേസ് പ്രൈസ് നമ്മൾ കാണിക്കാമെന്ന് വെച്ചാൽ അത് ശരിയല്ല. നമ്മൾ എപ്പോഴും കാണിക്കേണ്ട എന്ത് പ്രൈസിൽ ഇതിലാണ്? പർച്ചേസ് പ്രൈസിലാണ് കാണിക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. അത് പറയുന്ന കൺസെപ്റ്റ് ഏതാണ്? കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റിലാണ് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദിസ് കൺസെപ്റ്റ് അസറ്റിനെ നമ്മൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? അസറ്റിനെ നമ്മൾ പർച്ചേസ് പ്രൈസിലാണ് നമ്മൾ എവിടെ കാണിക്കേണ്ടത്? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കേണ്ടത്, അല്ലാതെ മാർക്കറ്റ് പ്രൈസിലല്ല. അത് പറയുന്ന പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കൺസെപ്റ്റാണ് കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് അസറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആസ് ഇറ്റ്സ് ഒറിജിനൽ കോസ്റ്റ്. വളരെ ഇമ്പോർട്ടൻറ്റ്, ഈ പോയിന്റ് പഠിച്ചു വെക്കുക. ഒറിജിനൽ കോസ്റ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസിലാണ് നമ്മൾ പർച്ചേസ് പ്രൈസിൽ അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റിലാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഒറിജിനൽ കോസ്റ്റ് മീൻസ് കോസ്റ്റ് ഓഫ്, ഒറിജിനൽ കോസ്റ്റ് എന്താണെന്നാണ് പറയുന്നത്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ പ്ലസ് ക്യാരേജ് ഓൺ പർച്ചേസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ. ഇപ്പോൾ നമ്മളൊരു ഒരു അസറ്റ് വാങ്ങി, അസറ്റിൻ്റെ വിലയെന്ന് പറയുന്നത് 10,000 രൂപ. 10,000 രൂപയ്ക്ക് നമ്മളൊരു അസറ്റ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു അസറ്റ്, ഇപ്പോൾ കമ്പ്യൂട്ടർ വാങ്ങി, ബിസിനസ്സിലേക്ക് ഒരു കമ്പ്യൂട്ടർ വേണം, 10,000 രൂപ അല്ല, ഒരു 50,000 രൂപ കിട്ടും. 50,000 രൂപ. ഇപ്പോൾ ഈ 50,000 രൂപയുടെ കൂടെ ആ ബിസിനസ് 50,000 രൂപയുടെ കമ്പ്യൂട്ടർ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ട ട്രാൻസ്പോർട്ടേഷൻ ചാർജ്, ക്യാരേജ് ചാർജ്, ട്രാൻസ്പോർട്ടേഷൻ, അതുപോലെ തന്നെ അത് നമുക്ക് ടെക്നീഷ്യൻ, അത് നമ്മളെ സ്ഥാപനത്തിലേക്ക് ഫിക്സ് ചെയ്യാൻ വരുന്ന ടെക്നീഷ്യൻ നമ്മൾ അതിന് ചാർജ് കൊടുക്കണം. ചാർജ് കൊടുക്കുമ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ, അത് സ്ഥാപിക്കാനുണ്ടാകുന്ന ചിലവ്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷൻ, സ്ഥാപിക്കാനുണ്ടാകുന്ന ചിലവ് തന്നെ, അക്വിസിഷൻ നമ്മൾ വാങ്ങിയ ചിലവ്, ഇതെല്ലാ ചിലവും കൂടെ കൂട്ടി ഈ 50,000-ൻ്റെ കൂടെ ഈ ചിലവുകളെല്ലാം കൂടെ ഒരു 5,000 രൂപയാണെന്ന് വെക്കുക. ഈ കോസ്റ്റ് ഓഫ് ഇൻസ്റ്റാളേഷനും ക്യാരേജ് പർച്ചേസും ഒക്കെ ചേർത്ത് 5,000 രൂപയാണ്. ഇതിനെ നമ്മൾ എന്താണ് ഈ അസറ്റിൻ്റെ കൂടെ തന്നെയാണ് കാണിക്കുന്നത്. അതായത് ഈ 50,000 പ്ലസ് 5,000, അപ്പോൾ എന്തായി? 55,000 രൂപയായിട്ടാണ് നമ്മളിതിനെ കാണിക്കുന്നത്. അപ്പോൾ അസറ്റിൻ്റെ വാല്യൂവിനെ 50,000 എന്നല്ല കാണിക്കുന്നത്, 55,000 എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താണ്? ആ ഒറിജിനൽ കോസ്റ്റിനകത്ത് കോസ്റ്റ് ഓഫ് അക്വിസിഷനും ക്യാരേജ് ഓൺ പർച്ചേസും കോസ്റ്റ് ഓഫ് ഇൻസ്റ്റലേഷനും എല്ലാം വരും. അത്തരത്തിലുള്ള കോസ്റ്റാണ് എന്ത്? ഒറിജിനൽ കോസ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ദാറ്റ് ഈസ് അസറ്റ് ഷുഡ് ബി റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് എപ്പോഴും ഒറിജിനൽ കോസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ എന്താണ്? പർച്ചേസ് പ്രൈസിലായിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ദ കോസ്റ്റ് ഓഫ് അസറ്റ് ഈസ് സിസ്റ്റമാറ്റിക്കലി റെഡ്യൂസ്ഡ് ഫ്രം ഇയർ ടു ഇയർ ഡ്യൂ ടു ഡിപ്രീസിയേഷൻ. നമ്മൾ പറഞ്ഞു നമ്മുടെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റ് അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസിലൊക്കെയാണ് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ നമ്മൾ അസറ്റിനെ എൻ്റർ ചെയ്യുന്നത്. ബട്ട് അസറ്റ്സ് ഈസ് ഷോൺ ഇൻ ബാലൻസ് ഷീറ്റ് അറ്റ് ഇറ്റ്സ് ബുക്ക് വാല്യൂ. പക്ഷേ ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റിനെ കാണിക്കുന്നത് എപ്പോഴും എങ്ങനെയാണ്? ബുക്ക് വാല്യൂവിലാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ബുക്ക് വാല്യൂവിലാണ് അസറ്റിനെ നമ്മൾ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം ബുക്ക് വാല്യൂ എന്താണെന്ന് നോക്കാം. ബുക്ക് വാല്യൂ ഈസ് ദാറ്റ് ഈസ് കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ. ബുക്ക് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ ആണ്. അതായത് ഒറിജിനൽ കോസ്റ്റ് മൈനസ് ഡിപ്രീസിയേഷൻ. മനസ്സിലായില്ലേ? അതായത് കോസ്റ്റ് പ്ലസ് ഡിപ്രീസിയേഷൻ ആണ് എന്തെന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ എവിടെ കാണിക്കുന്നത്? ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നത്. ഒറിജിനൽ കോസ്റ്റ് അതിൽ നിന്നും എന്ത് ചെയ്യുന്നു? ഡിപ്രീസിയേഷൻ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു? ബുക്ക് വാല്യൂ കിട്ടുന്നു. അപ്പം ബുക്ക് വാല്യൂ കിട്ടുന്നത് എങ്ങനെയാണ്? ബുക്ക് വാല്യൂ കിട്ടുന്നത് ഒറിജിനൽ കോസ്റ്റിൽ നിന്നും ഡിപ്രീസിയേഷൻ കുറച്ച് എഴുതുമ്പോഴാണ്. ഡിപ്രീസിയേഷൻ നമുക്കറിയാം, നമ്മൾ ബിസിനസ്സിൽ എന്താണ്, ഏതൊരു അസറ്റ് വാങ്ങിയാലും അതിന് വെയർ ആൻഡ് ടിയറും അതുപോലെ തന്നെ പീരീഡ് കഴിയും തോറും എന്ത് ചെയ്യും? അതിൻ്റെ അസറ്റിൻ്റെ വാല്യൂവിൽ എന്ത് ചെയ്യും? കുറവ് സംഭവിക്കും. ആ കുറവിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കൊണ്ട് മനസ്സിലാക്കി വെക്കുക. നമ്മൾ എന്ത് ചെയ്യുമ്പം നമ്മൾ ഓരോ വർഷവും ഡിപ്രീസിയേഷനെ നമ്മൾ അസറ്റിൻ്റെ ബുക്ക് വാല്യൂവിൽ നിന്നും എന്ത് ചെയ്യും? കുറച്ച് എഴുതും. അപ്പം അത്തരത്തിൽ ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റ് നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ്? ബുക്ക് വാല്യൂവിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതെന്താണ്? കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ ആണ്. പക്ഷേ നമ്മൾ അസറ്റിനെ അക്കൗണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് കാണിക്കുന്നത്? പർച്ചേസ് പ്രൈസിൽ അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റിലാണ്. ബാലൻസ് ഷീറ്റിലും കാണിക്കുന്ന സമയത്ത് എങ്ങനെയാണ്? കോസ്റ്റ് ലെസ് ഡിപ്രീസിയേഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ബുക്ക് വാല്യൂവിലാണ് കാണിക്കുന്നതെന്ന് മനസ്സിലാക്കുക. ഈ ടേംസ് എല്ലാം
ഇൻ്റർ കണക്റ്റഡ് ആയിട്ട് പഠിച്ചു വെക്കുക. ഈ ടേംസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞൊക്കെ ചോദിക്കാം. അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യണം, നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കണം. നമുക്കിനി ക്വസ്റ്റ്യനിലേക്ക് വരാം. The business concept which is assumed that the business will last for long time. ബിസിനസ് ലോങ് ടൈമിലേക്കാണ് അല്ലെങ്കിൽ ലോങ് റണ്ണിലേക്കാണ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏതാണെന്നാണ് ചോദ്യം. ഇതിൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഗോയിങ് കൺസേൺ കൺസെപ്റ്റാണ്. ലോങ് റണ്ണിലേക്ക് നമ്മൾ പറഞ്ഞു. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റിനെ നമ്മൾ എന്താണ് ഡിസ്റ്റിങ്ഷൻ ചെയ്യുകയാണ്, ബിസിനസ്സും ഓണറുമായിട്ട് ഡിസ്റ്റിങ്ഷൻ ചെയ്യുക. മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്താണ്, മണി ടേംസിൽ അല്ലെങ്കിൽ മോണിറ്ററി ടേംസിലുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ എവിടെ കാണിക്കത്തുള്ളൂ, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ കാണിക്കത്തുള്ളൂ. അത് പറയുന്ന കൺസെപ്റ്റാണ് എന്ത്, മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. കോസ്റ്റ് കൺസെപ്റ്റിൽ എന്താണ്, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ നമ്മൾ ഏത് ഐറ്റങ്ങൾ മാത്രമേ എടുക്കത്തുള്ളൂ, എന്താണ് പർച്ചേസ് പ്രൈസിൽ മാത്രമേ കാണിക്കൂ, മാർക്കറ്റ് പ്രൈസിൽ കാണിക്കത്തില്ല. അല്ലെങ്കിൽ ഒറിജിനൽ കോസ്റ്റിൽ അല്ലേ, ഒറിജിനൽ കോസ്റ്റിൽ മാത്രമേ കാണിക്കുള്ളൂ. ഇതൊക്കെ പറയുന്നത് എന്താണ്, കോസ്റ്റ് കൺസെപ്റ്റിലാണ്. കോസ്റ്റ് കൺസെപ്റ്റിലാണ് ഇതൊക്കെ പറയുന്നത്. സോ നമ്മളെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്, ഗോയിങ് കൺസേൺ കൺസെപ്റ്റാണ്. അസ്യൂം ദാറ്റ് ബിസിനസ് വിൽ ലാസ്റ്റ് ഫോർ എ ലോങ് ടൈം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അടുത്ത ചോദ്യം. ഗാർണിഷി ഓർഡർ ഈസ് ആൻ ഓർഡർ ഇഷ്യൂഡ് ബൈ ഡാഷ്. ഗാർണിഷി ഓർഡർ ഈസ് ആൻ ഓർഡർ ആരാണ് ഇഷ്യൂ ചെയ്യുന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ ബാങ്ക്, ഓപ്ഷൻ ബി കോർട്ട്, ഓപ്ഷൻ സി ക്രെഡിറ്റർ, ഓപ്ഷൻ ഡി ഡെറ്റർ. ഇതിൽ ആരാണ് ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്? ഇത് ബാങ്കിങ്ങിൽ നിന്നുള്ള ചോദ്യമാണ്. നമുക്ക് നോക്കാം. എന്താണ് ഗാർണിഷി ഓർഡർ എന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് ഗാർണിഷി ഓർഡർ? ഗാർണിഷി ഓർഡർ ഈസ് ആൻ ഓർഡർ ഇഷ്യൂഡ് ബൈ ദ സിവിൽ കോർട്ട്. ഗാർണിഷി ഓർഡർ എന്താണ്, ഒരു ഓർഡറാണ്. അത് ഇഷ്യൂ ചെയ്യുന്ന ആരാണ്, സിവിൽ കോർട്ട്. നമ്മളെ ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഗാർണിഷി ഓർഡർ ഈസ് ഇഷ്യൂഡ് ബൈ, നമുക്ക് ഈസി ആയിട്ട് പറയാം, കോർട്ട്, സിവിൽ കോർട്ടാണെന്ന് മനസ്സിലായി. അറ്റാച്ചിങ് ദ ഫണ്ട് ഓഫ് ദ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ ഇൻ ദ ബുക്സ് ഓഫ് തേർഡ് പാർട്ടി ബാങ്കർ ടു പേ ദ മണി ടു ദ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ. അപ്പോൾ എന്താണ് ഗാർണിഷി ഓർഡർ എന്ന് നോക്കാം. ഗാർണിഷി ഓർഡർ ആരാ ഇഷ്യൂ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. ആരാണ്, സിവിൽ കോർട്ടാണ്. എന്തിനാണ് ഇഷ്യൂ ചെയ്യുന്നത്? അതായത് നമുക്കറിയാം, നമുക്കൊരു ജഡ്ജ്മെൻറ്റ്, ഇതിൽ കുറച്ച് ടേംസ് ഉണ്ട്, അത് ടേംസ് പറയാം. ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ ഉണ്ട്, അതുപോലെ തന്നെ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ ഉണ്ട്, ബാങ്കർ അല്ലെങ്കിൽ ഗാർണിഷി ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ ആരാ, ദ പേഴ്സൺ ഹൂസ് ഓർഡർ ദ ഗാർണിഷി ഓർഡർ ഈസ് ഇഷ്യൂഡ്. ആരാണോ ഗാർണിഷി ഓർഡർ ഇടാൻ ഉത്തരവ്, അതല്ലെങ്കിൽ ഗാർണിഷി ഓർഡറിന് കംപ്ലയിൻറ്റ് കൊടുക്കുന്ന വ്യക്തി ആരാണോ അദ്ദേഹത്തിന് പറയുന്ന പേരാണിത് ജഡ്ജ്മെൻറ്റ്. എന്താണ് ഗാർണിഷി ഓർഡർ എന്ന് നോക്കാം. അതായത് ഈ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ, അതായത് പൈസ കിട്ടാനുള്ള ഒരു വ്യക്തിയാണ് ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ എന്ന് മനസ്സിലാക്കി വെക്കും. എന്താണ് പൈസ കിട്ടാനുള്ള വ്യക്തി? ആരിൽ നിന്നായിരിക്കും പൈസ കിട്ടാനുള്ളത്? ഡെറ്ററിൽ നിന്നായിരിക്കും കിട്ടാനുള്ളത്. സോ അദ്ദേഹത്തിനെ നമ്മൾ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ എന്നാണ് അദ്ദേഹത്തിന് പറയുന്നത്. ജഡ്ജ്മെൻറ്റ് ഡെറ്റർ, നമുക്ക് പൈസ തരാനുള്ള വ്യക്തിയെ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ എന്നാണ്. നമുക്ക് പൈസ കിട്ടാനുള്ള വ്യക്തിയെ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ എന്ന് വിളിക്കുന്നു. പൈസ കിട്ടാനുള്ള വ്യക്തിയാണ്, സോ ക്രെഡിറ്റർ എന്നാണ്. പക്ഷേ ഗാർണിഷി ഓർഡറിൻ്റെ ടേംസിൽ വരുമ്പോൾ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ എന്നും ജഡ്ജ്മെൻറ്റ് ഡെറ്റർ എന്നുമാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരു 2 ലക്ഷം രൂപ ആര് കൊടുക്കാനുണ്ട്? ഈ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ കൊടുക്കാനുണ്ട്. ഈ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്ററിന് ജഡ്ജ്മെൻറ്റ് ഡെറ്റർ. അപ്പം ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർക്ക് എങ്ങനെയോ അറിയാം, എങ്ങനെ ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഒരു 5 ലക്ഷം രൂപ കിടപ്പുണ്ട്. ഈ 5 ലക്ഷം രൂപ കിടന്നിട്ടും ഇയാൾ എന്താണ് ഈ ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഈ 2 ലക്ഷം രൂപ കൊടുക്കാത്തയാണെന്ന് ആർക്കറിയാം? ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർക്ക് അറിയാം. അങ്ങനെ ഒരു സന്ദർഭത്തിൽ എന്ത് ചെയ്യും? ഈ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ കോർട്ടുമായിട്ട് സമീപിച്ചിട്ട് എന്ത് ചെയ്യും? അറ്റാച്ച് ദ ഫണ്ട്സ് ഓഫ് ദ ജഡ്ജ്മെൻറ്റ് ഡെറ്റർ. ഈ ജഡ്ജ്മെൻറ്റ് ഡെറ്ററിൻ്റെ ഫണ്ടിനെ എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. ഈ 5 ലക്ഷം രൂപ എന്ത് ചെയ്യും? അറ്റാച്ച് ചെയ്യും. അങ്ങനെ ആ എമൗണ്ടിനെ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇൻ ദ ഹാൻഡ് ഓഫ് തേർഡ് പാർട്ടി ബാങ്കർ, അതായത് കോർട്ട് ബാങ്കറിന് ഒരു ഓർഡർ കൊടുക്കും ടു പേ ദ മണി ടു ദ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ. അതായത് ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് 5 ലക്ഷത്തിൽ നിന്ന് 2 ലക്ഷം രൂപ ആരുടെ അക്കൗണ്ടിൽ കൊടുക്കണം? ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്ററുടെ അക്കൗണ്ടിൽ കൊടുക്കണമെന്ന് പറയുന്ന ഓർഡറാണെന്ത്? ഗാർണിഷി ഓർഡർ. ഈ ഗാർണിഷി ഓർഡർ ഇഷ്യൂ ചെയ്യുന്ന ആരാണ്? സിവിൽ കോർട്ടാണ്. ഇത് നടപ്പാക്കുന്ന ആരാണ്? ഇത് ഉത്തരവ് കൊടുക്കുന്ന ആർക്കാണ്? അക്കൗണ്ട് ഫ്രീസ് ചെയ്യാനുള്ള ഉത്തരവ് കൊടുക്കുന്ന ആർക്കാണ്? ബാങ്കർക്കാണ്. ബാങ്കറാണ് ഇവിടുത്തെ ഗാർണിഷി എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ എന്താണ് ഗാർണിഷി ഓർഡർ? ഗാർണിഷി ഓർഡർ ഈസ് ആൻ ഓർഡർ ഇഷ്യൂഡ് ബൈ ദ സിവിൽ കോർട്ട്. സിവിൽ കോർട്ട് ഇഷ്യൂ ചെയ്യുന്ന ഒരു ഓർഡറാണെന്ത്? ഗാർണിഷി ഓർഡർ. എന്തിനാണ്? അറ്റാച്ചിങ് ദ ഫണ്ട്
ഓഫ് ദ ജഡ്ജ്മെൻറ്റ് ഡെപ്റ്റർ. പൈസ ആര് ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്ററിന് കൊടുക്കാനുള്ള പൈസ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്ററുടെ അക്കൗണ്ടിൽ എന്ത് ചെയ്യും? ഫ്രീസ് ചെയ്യാൻ അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ ഇൻ ദ ഹാൻഡ് ഓഫ് തേർഡ് പാർട്ടി ബാങ്കർ. ബാങ്കറിനെ ചുമതലപ്പെടുത്തും. മൂന്നാം കക്ഷിയായ ബാങ്കർ, അത് ആരെ ബാങ്കായിരിക്കും? ഈ ജഡ്ജ്മെൻറ്റ് ഡെറ്ററുടെ ബാങ്കിനെ ചുമതലപ്പെടുത്തും. അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലെ എമൗണ്ട് ഫ്രീസ് ചെയ്യാൻ ആരാണ് ഓർഡർ കൊടുക്കുന്നത്? സിവിൽ കോർട്ടാണ് ഓർഡർ കൊടുക്കുന്നത്, ബാങ്കിനാണ് ഓർഡർ കൊടുക്കുന്നത്, ബാങ്കാണ് ഗാർണിഷ് ഓർഡർ നടപ്പിലാക്കുന്നത്. മനസ്സിലാക്കുക. ടു പേ ദ മണി ടു ദ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ. ആർക്കാണ്? ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർക്കാണ് പൈസ കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇൻ ദ കേസ് ഓഫ് ഗാർണിഷ് ഓർഡർ 3 പാർട്ടീസ് ആർ ഇൻവോൾവ്. 3 പാർട്ടീസാണ് ഗാർണിഷ് ഓർഡർ ഉള്ളത്. ആരൊക്കെയാണ്? ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ, ജഡ്ജ്മെൻറ്റ് ഡെറ്റർ, നമ്മൾ പറഞ്ഞു ബാങ്ക്. അതുപോലെ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ എന്താണെന്ന് നോക്കാം. ദ പേഴ്സൺ ഹൂസ് ഓർഡർ ദി ഗാർണിഷ് ഓർഡർ ഇഷ്യൂ. ആർക്ക് വേണ്ടിയാണോ ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത്, ആർക്കാണോ പൈസ കിട്ടാനുള്ളത്, ആ വ്യക്തിയാണ് ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ. ഹൂ ഇസ് എ പേഴ്സൺ ഹൂ ഫയൽ കേസ് എഗൻസ്റ്റ് ദ ഡെറ്റർ. അതായത് ഈ കിട്ടാനുള്ള ഡെറ്റർക്ക് എതിരെ കേസ് ഫയൽ ചെയ്യുന്ന വ്യക്തി, അതാണ് ആര്? ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ. ആർക്കെതിരെയാണ് കേസ് ഫയൽ ചെയ്യുന്നത്? ജഡ്ജ്മെൻറ്റ് ഡെറ്റർക്കെതിരെ. ആരിലാണ് കേസ് ഫയൽ ചെയ്യുന്നത്? സിവിൽ കോർട്ടിൽ. സിവിൽ കോർട്ട് ആർക്കാണ് അക്കൗണ്ട് ഫ്രീസ് ചെയ്യാൻ ചുമതലപ്പെടുത്തുന്നത്? കൺസേൺഡ് ബാങ്കർ ഓഫ് ജഡ്ജ്മെൻറ്റ് ഡെറ്റർ. മനസ്സിലായല്ലോ? ഗാർണിഷ് ഓർഡർ എന്താണെന്ന് മനസ്സിലായല്ലോ? അപ്പോൾ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ ആരാന്ന് മനസ്സിലായി. ഇനി നമുക്ക് 2 പാർട്ടീസ് കൺസേൺഡ് ആയിട്ടുള്ള 2 പാർട്ടീസിന് നോക്കാം. ആരാണ് ജഡ്ജ്മെൻറ്റ് ഡെറ്റർ, അതുപോലെ തന്നെ ആരാണ് ബാങ്കർ. അപ്പോൾ നോക്കാം. ജഡ്ജ്മെൻറ്റ് ഡെറ്റർ ആരാണ്? ദ ബാങ്ക് ടു സ്റ്റോപ്പ് പേയ്മെൻറ്റ് ഔട്ട് ഓഫ് ദ ബാലൻസ് ഓഫ് ദ അക്കൗണ്ട് ഈസ് ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ. ആരുടെ അക്കൗണ്ടിലാണോ പേയ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യാനൊക്കെ പറയുന്നത് കോർട്ട് ആരുടെ അക്കൗണ്ടിനെയാണോ ആ പേഴ്സണെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജഡ്ജ്മെൻറ്റ് ഡെറ്റർ. അല്ലെങ്കിൽ ആരാണ് പൈസ ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർക്ക് കൊടുക്കാനുള്ളത്, അദ്ദേഹത്തിനാണ് ജഡ്ജ്മെൻറ്റ് ഡെറ്റർ എന്ന് പറയുന്നത്. കസ്റ്റമർ ഹൂസ് അക്കൗണ്ട് ഈസ് സസ്പെക്റ്റഡ്. ആരക്കൗണ്ടാണോ നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിയെ പറയുന്ന പേരാണ് ജഡ്ജ്മെൻറ്റ് ഡെറ്റർ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാം. ആരാണ് ബാങ്കർ അല്ലെങ്കിൽ ആരാണ് ഗാർണിഷി? ബാങ്കർ ആരാണ് ഗാർണിഷി എന്ന് നമുക്ക് നോക്കാം. ആരാണ് ഗാർണിഷി? ഗാർണിഷി ഓർഡർ ഈസ് റിസീവ്ഡ് ആൻഡ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബാങ്ക്. സോ ബാങ്ക് ഈസ് ദ ഗാർണിഷി. ഗാർണിഷി ആരാന്ന് ചോദിക്കാം. ഗാർണിഷി ബാങ്കാണ്. എന്താണ് ബാങ്ക് ചെയ്യുന്നത്? ബാങ്ക് ചെയ്യുന്നത് ഈ കോർട്ട് ഇടുന്ന ഓർഡറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന പർപ്പസാണ് ആർക്കുള്ളത്? ബാങ്കിനുള്ളത്. സോ ബാങ്കർ ടു ഹൂം ദ ഓർഡർ ഈസ് ഗിവൺ. ബാങ്കർ ടു ഹൂം ദ ഓർഡർ ഈസ് ഗിവൺ. അതായത് ബാങ്കർ ഓർഡർ സ്വീകരിച്ച് ആ പ്രവൃത്തി, അതായത് ഫ്രീസ് ചെയ്യുക അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്യുക എന്നുള്ള പ്രവൃത്തി നടപ്പാക്കുന്ന വ്യക്തി, അത് സ്വീകരിക്കുന്ന വ്യക്തിയാണ് എന്ത്? ബാങ്കർ എന്ന് പറയുന്നത്. സോ ഈ 3 ടേമുകൾ മനസ്സിലാക്കി വെക്കുക. ജഡ്ജ്മെൻറ്റ് ഡെറ്റർ ആണ്, ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ ആരാണ്, ബാങ്കർ ആരാണ്, ഗാർണിഷി ആരാണ്. ചോദിക്കാം ഇതൊക്കെ ഗാർണിഷി, ഹൂ ഇസ് ദ ഗാർണിഷി എന്ന് ചോദിച്ചാൽ ഉത്തരം എഴുതാൻ സാധിക്കണം. ആരാണ് ഇടുന്നത്, ആരാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് ഒക്കെ ചോദിക്കാം. ഇതൊക്കെ ചോദിച്ചാൽ എന്ത് ചെയ്യുക? ആൻസർ ചെയ്യാൻ സാധിക്കുക. ഗാർണിഷ് ഓർഡർ പരീക്ഷയ്ക്ക് നിരവധി തവണ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പം ഇവിടുത്തെ നമുക്കറിയാം ഗാർണിഷ് ഓർഡർ ഈസ് ആൻ ഓർഡർ ഇഷ്യൂഡ് ബൈ കോർട്ട് അല്ലേ. ഇവിടെ നമുക്ക് ബാക്കിയുള്ള 3 ഇപ്പം എക്സാമിന് ഞാൻ പറയാം, എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കുമ്പോൾ ബാക്കി 3 ഇവിടെ എന്താണ്? ബാങ്കർ. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ. അതുപോലെ തന്നെ ഇവിടെ എന്താണ്? ജഡ്ജ്മെൻറ്റ് ഡെറ്റർ. ഇപ്പം നമ്മളിങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇത് സിവിൽ കോർട്ട് എന്തായിരുന്നു? ഓർഡർ പാസ് ചെയ്യുന്നു. ആരാണ് കേസ് ഫയൽ ചെയ്യുന്നത്? ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ. സസ്പെക്റ്റഡ് പേഴ്സൺ ആരാണ്? ജഡ്ജ്മെൻറ്റ് ക്രെഡിറ്റർ. ഇദ്ദേഹത്തിന് പൈസ കൊടുക്കാനുള്ള വ്യക്തിയാണ് ജഡ്ജ്മെൻറ്റ് ഡെറ്റർ. അപ്പം ഇദ്ദേഹത്തിനെതിരെയാണ് ഗാർണിഷ് ഓർഡർ ഫയൽ ചെയ്യുന്നത്. ഗാർണിഷ് ഓർഡർ ഫയൽ ചെയ്തു, ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഗാർണിഷ് ഓർഡർ ഇഷ്യൂ ചെയ്യുമ്പോൾ ആർക്കാണ് ഇഷ്യൂ ചെയ്യുന്നത്? ബാങ്കറിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ബാങ്കറാണ് എന്ത് ചെയ്യും? നടപ്പിലാക്കി അക്കൗണ്ട് ഫ്രീസ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം ഓർമ്മ വരണം. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് റിവിഷൻ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പം ഇങ്ങനെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻസിലുള്ള ഡീപ്പർ നോളജ് നമ്മൾ അക്യൂർ ചെയ്യാൻ ശ്രമിക്കണം. ഈ ഓപ്ഷൻസ് നോക്കി പ്രീവിയസ് ആയിട്ട് ഈ ഓപ്ഷൻസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യനുകൾ നോക്കി പഠിക്കാൻ സാധിക്കണം. അടുത്ത് നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. എന്താണ് മാച്ച് ദ ഫോളോയിങ് പറയുന്നത്? ഇത് കോപ്പറേഷൻ, ജനറൽ കോപ്പറേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ജനറൽ കോപ്പറേഷൻ ആണ്. എന്താണ് മാച്ച് ദ ഫോളോയിങ്? ഓപ്ഷൻ എ, ഇത് നമുക്കിവിടെ വെട്ടാം. ഈ ഓപ്ഷനിൽ മിസ്റ്റേക്സ് ഉണ്ട്, സോ ഇത് വേണ്ട. നമ്മളിങ്ങനെ നോക്കാം. മാച്ച് ദ ഫോളോയിങ് നോക്കാം. ഓപ്ഷൻ എ കേര, ഓപ്ഷൻ ബി കേരജം, ഓപ്ഷൻ സി കേര മിൽക്ക്, ഓപ്ഷൻ ഡി കേരകാന്തി. ഇതൊക്കെ എന്താണ്? നമ്മൾ അറിയാം കേര, കേരജം, കേരമിൽക്ക്, കേരകാന്തി ഇതൊക്കെ എന്താണ്? ഒരു പ്രൊഡക്ട്സുകളാണ്.
ഇതൊക്കെ എന്താണ്? ഒരു സൊസൈറ്റീസാണ്. ഇതിൽ ഏത് സൊസൈറ്റീസുമായിട്ടാണ് ഈ പ്രൊഡക്ട്സ് റിലേറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ആരുടെ പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ? ഈ സൊസൈറ്റികളിൽ ആരുടെ പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കി വെക്കുക. സോ നമുക്ക് നോക്കാം. കേര ആരുടെയാണ്? കേര ഫെഡ്. കേര ഫെഡിൻ്റെ നമുക്ക് അറിയാം. അടുത്ത് നോക്കാം. കേരജം. കേര മിൽക്ക് ആരുടെയാണ്? ദിനേശ് ബീഡി. കേര മിൽക്ക് ആരുടെയാണ്? ദിനേശ് ബീഡി. അതുപോലെ തന്നെ കേര കാന്തി ആരുടെയാണ്? വനിതാ ഫെഡ്. കേരജം ആരുടെയാണ്? മാർക്കറ്റ് ഫെഡ്. ഈസിലി ആയിട്ട് നമുക്ക് മനസ്സിലാകാം. കേര ആരുടെയാണ്? കേര ഫെഡിൻ്റെയാണ്. കേര ഫെഡിൻ്റെ പ്രോഡക്റ്റാണ് കേര ഗോൾഡ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് കേര ഫെഡിൻ്റെ പ്രൊഡക്ട്സ് ആണ്. കേരജാം മാർക്കറ്റ് ഫെഡ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. കേര മിൽക്ക് ആരാണ്? ദിനേശ് ബീഡി. അത് ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. കേര മിൽക്ക് ദിനേശ് ബീഡി. നമുക്ക് പെട്ടെന്ന് ആലോചിക്കത്തില്ല. കേര മിൽക്ക് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ദിനേശ് ബീഡി ആയിട്ടൊന്നും എന്ത് ചെയ്യത്തില്ല, റിലേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. ഒരുപാട് തവണ പ്രീവിയസ് ചോദിച്ച ചോദ്യമാണ്. കേര മിൽക്ക് ദിനേശ് ബീഡി. കേര കാന്തി ആരെയാണ്? കേര കാന്തി എന്ന് പറയുമ്പോൾ വനിതയായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാന്തി എന്ന് ഉദ്ദേശിക്കുക. കേര കാന്തി ആരെയാണ്? വനിതാ ഫെഡിൻ്റെ. അപ്പം കേര ഫെഡ്, കേരജം മാർക്കറ്റ് ഫെഡ്, അതുപോലെ തന്നെ കേര മിൽക്ക് ദിനേശ് ബീഡി, കേര കാന്തി വനിതാ ഫെഡ്. ഇതൊക്കെ അപ്പെക്സ് സൊസൈറ്റീസിൻ്റെ എന്താണ്? പ്രൊഡക്ട്സ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന 4 എണ്ണം. ഇത് അപ്പെക്സ് സൊസൈറ്റീസ് ആണ്. അപ്പോൾ നോക്കാം, നമുക്ക് എക്സ്പ്ലനേഷൻസിലൊക്കെ നോക്കിയിട്ട് വരാം. നോക്കാം. കേര ഫെഡ് എന്താണെന്ന് നോക്കാം. ഈ 4 സൊസൈറ്റികളെ പറ്റിയും ഒരു ചെറിയൊരു നോളജ് നോക്കാം. കേര കർഷക സഹകരണ ഫെഡറേഷൻ. കേര ഫെഡിൻ്റെ പൂർണ്ണ പേരെന്താണ്? കേര കർഷക സഹകരണ ഫെഡറേഷൻ എന്നാണ് എന്ത്? കേര ഫെഡിൻ്റെ പേര്. അപ്പെക്സ് സൊസൈറ്റി ആണെന്ന് മനസ്സിലാക്കി നോക്കുക. ഫങ്ഷൻസ് അണ്ടർ സിംഗിൾ ടയർ സ്ട്രക്ചർ. അതായത് സിംഗിൾ ടയറിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്? കേര ഫെഡ്. അതായത് പ്രൈമറീസോ അല്ലെങ്കിൽ അതിന് സെൻട്രലോ സൊസൈറ്റീസും ഇല്ല. അത് ഒറ്റ ടയറിലാണ്, സിംഗിൾ ടയർ സൊസൈറ്റിയാണെന്ന് മനസ്സിലാക്കി നോക്കുക. എന്നാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? 1987. നമുക്കറിയാം പ്രീവിയസിലൊക്കെ സൊസൈറ്റീസിൽ നിന്നൊക്കെ ചോദ്യം വരുമ്പോൾ ഇയർ ചോദിക്കുമ്പോൾ നേരത്തെ ഇയർ മാത്രമേ ചോദിക്കത്തുള്ളായിരുന്നു. ഞാൻ പറഞ്ഞതിൽ ഒരു പാറ്റേൺ ചേഞ്ച് ഉണ്ടായിരുന്നു. ആ പാറ്റേൺ ചേഞ്ചിൽ ഫുള്ളും പഠിക്കണം. നമ്മൾ ഡേറ്റും മന്തും പഠിക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോഴത്തെ റീസെൻ്റായിട്ട് പാറ്റേൺ ചേഞ്ച് 2021 മുതലുള്ള എക്സാംസിന് ഫുൾ ഡാറ്റാസ് ചോദിക്കുന്നുണ്ട്. സോ രജിസ്റ്റേർഡ് ചോദിക്കുമ്പം 4 ഫെബ്രുവരി 1987 പൂർണ്ണമായും പഠിച്ചു വെക്കുക. അടുത്ത് നോക്കാം. ഫങ്ഷനിങ്. രജിസ്റ്റർ ചെയ്യേണ്ടതിന് ഫങ്ഷൻ ചെയ്യുന്നത് 16 സെപ്റ്റംബറിലാണ്. 4 ഫെബ്രുവരിയിലാണ് രജിസ്റ്റർ ചെയ്തത്. പക്ഷേ ഫങ്ഷനിങ് നടക്കുന്നത് എന്നാണ്? 16 സെപ്റ്റംബർ 1987. സിംഗിൾ ടയർ പ്രവർത്തിക്കുന്ന സൊസൈറ്റിയാണ് കേര കർഷക സഹകരണ ഫെഡറേഷൻ എന്ന് മനസ്സിലാക്കുക. നോക്കുക. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ട്രിവാൻഡ്രം. കേര ടവർ എന്നാണ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ പേര്. ട്രിവാൻഡ്രം വെള്ളയമ്പലത്താണ്. മനസ്സിലാക്കി വെക്കുക. രജിസ്ട്രേഷൻ ചെയ്തത്, അതുപോലെ തന്നെ ഫങ്ഷനിങ് ചെയ്തത്, എൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, അതുപോലെ തന്നെ സിംഗിൾ ടയർ സൊസൈറ്റിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഫുൾ നെയിം പഠിക്കുക. പേര് ചിലപ്പോൾ ചോദിക്കാം. കേര ഫെഡിൻ്റെ പൂർണ്ണമായ രൂപം എന്താണ്? കേര കർഷക സഹകരണ ഫെഡറേഷൻ. മനസ്സിലാക്കി വെക്കുക. അത് ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പ്രൊഡക്റ്റ് നെയിം നമ്മൾ പറഞ്ഞ പ്രൊഡക്റ്റ് നെയിം കേര ആണ്. കേര വന്നില്ലേ? കേര ഫെഡിൻ്റെ കേര. അതുപോലെ തന്നെ കേര ഗോൾഡ്, കേര കേഷ്, കേരജം വരത്തില്ല. കേരജം കേശാമൃതം അത് വരും. കേരജം ആരുടെയാണ്? ഈ കേരജം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു മാർക്കറ്റ് ഫെഡിൻ്റെ. സോ കേരജം കേശാമൃതം രണ്ടും ഒരു ടേമാണ് കേട്ടോ. കേരജം കേശാമൃതം ആണെങ്കിൽ ആരുടെയാണ്? കേര ഫെഡിൻ്റെയാണ്. കേരജം ആരെയാണ്? മാർക്കറ്റ് ഫെഡിൻ്റെ ആണെന്ന് മനസ്സിലാക്കി നോക്കുക. കേരജം എന്ന് മാത്രമാണ് ചോദിക്കുക, മാർക്കറ്റ് ഫെഡ്. കേരജം കേശാമൃതം എന്ന് ചോദിച്ചാൽ കേര ഫെഡാണെന്ന് മനസ്സിലാക്കി നോക്കുക. അപ്പോൾ കേര ഫെഡ് എന്താണ്? സിംഗിൾ ടയർ പ്രവർത്തിക്കുന്ന സൊസൈറ്റിയാണ്. രജിസ്ട്രേഷനും ഹെഡ് ക്വാർട്ടേഴ്സും പ്രൊഡക്ട്സും നമ്മൾ പറഞ്ഞു. നോക്കാം. കേര ഫെഡ് സ്റ്റാർട്ട് വിത്ത് ദ ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓഫ് NCDC ആൻഡ് EEC. അതായത് കേര ഫെഡ് ഫംഗ്ഷൻ, അതായത് കേര ഫെഡ് സ്റ്റാർട്ട് വിത്ത് ദ ഫിനാൻഷ്യൽ സപ്പോർട്ട്. ആരുടെയൊക്കെ ഫിനാൻഷ്യൽ സപ്പോർട്ട് വഴിയാണ് കേര ഫെഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? പരീക്ഷയ്ക്ക് ചോദിക്കാം. കേര ഫെഡ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് NCDCയുടെയും അതുപോലെ തന്നെ യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റിയായ EECയുടെയും സപ്പോർട്ട് കൊണ്ടാണ് എന്ത് പ്രവർത്തിക്കുന്നത്, എന്ത് ഫംഗ്ഷൻ ചെയ്തത്? കേര ഫെഡ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് മനസ്സിലാക്കി വെക്കുക. ആരുടെ സപ്പോർട്ടാണ്? NCDCയുടെയും EEC യൂറോപ്യൻ എക്കണോമിക് കമ്മിറ്റിയുടെയും എന്താണ് സപ്പോർട്ട് കൊണ്ടാണ്, ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊണ്ടാണ് കേര ഫെഡ് സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത് നോക്കാം. കേര ഫെഡ് ഈസ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ്
കോക്കനറ്റ് ആൻഡ് ദ ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് കോക്കനറ്റ് ഓയിൽ. കോക്കനറ്റ് ഓയിലും പ്രൊക്യൂർ ചെയ്യുന്ന അല്ലെങ്കിൽ ലാർജസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൊസൈറ്റിയാണിത് കേരഫെഡ് എന്ന് പറയുന്നത്. എവിടാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കോക്കനറ്റ് അതുപോലെ തന്നെ കോക്കനറ്റ് ഓയിലിൻ്റെ പ്രൊഡ്യൂസറാണ് ആര്? കേരഫെഡ് എന്ന് പറയുന്നത്. കേരഫെഡിന് സ്റ്റാർട്ട് ചെയ്യാൻ ഫണ്ട് കൊടുത്ത ആരാണ്? NCDCയും EECയും യൂറോപ്യൻ എക്കണോമിക് കമ്മിറ്റിയും. അതുപോലെ തന്നെ കേരഫെഡിൻ്റെ കോക്കനറ്റ് ഓയിൽ കോംപ്ലക്സ് എവിടെയുണ്ട്? കരുനാഗപ്പള്ളിയിലുണ്ട്. അപ്പം കേരഫെഡിൻ്റെ കോക്കനറ്റ് ഓയിൽ കോംപ്ലക്സ് എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ കരുനാഗപ്പള്ളിയിലുണ്ട്. എവിടെയാണ്? കൊല്ലം കരുനാഗപ്പള്ളിയിൽ എന്തുണ്ട്? കേരഫെഡിന് കോക്കനറ്റ് ഓയിൽ കോംപ്ലക്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അടുത്തത് കമ്മ്യൂണിറ്റി ഗ്രാൻഡ്. നിരവധി തവണ CSEB ചോദിച്ച ചോദ്യമാണ് കമ്മ്യൂണിറ്റി ഗ്രാൻഡ് ആർ ഗിവൺ ആസ് NCDC ടു കേരഫെഡ്. കമ്മ്യൂണിറ്റി ഗ്രാൻഡ് ആർ ഗിവൺ ബൈ NCDC. കമ്മ്യൂണിറ്റി ഗ്രാൻഡ് ആരാണ് കൊടുക്കുന്നതെന്ന് ചോദിക്കാം. ആരാണ്? NCDC ആണ് കൊടുക്കുന്നത്. ആർക്കാണ് കൊടുക്കുന്നത് കമ്മ്യൂണിറ്റി ഗ്രാൻഡ്? കേരഫെഡിനാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി ഗ്രാൻഡ് റിലേറ്റ്സ് ടു വിച്ച് സൊസൈറ്റി എന്ന് ചോദിച്ചാൽ ഏതാണ്? കേരഫെഡ് ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ഈ കേരഫെഡ് ഒന്ന് നോക്കി വെക്കുക. നമുക്ക് ഫെബ്രുവരി 22 അല്ലേ? ഫെബ്രുവരി 22 നമുക്ക് എന്തുണ്ട്? കേരഫെഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാം ഉണ്ട്, കേരഫെഡ് അക്കൗണ്ടിൻ്റെ എക്സാം ഉണ്ട്. അത് കേരഫെഡിൽ നിന്നൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ കേരഫെഡിനെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അതുപോലെ കമ്മ്യൂണിറ്റി ഗ്രാൻഡ് ആർ ഗിവൺ ബൈ NCDC ആണ് ആ കമ്മ്യൂണിറ്റി ഗ്രാൻഡ് കൊടുക്കുന്നത്. ആർക്കാണ്? കേരഫെഡിനാണ് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കുക. കമ്മ്യൂണിറ്റി ഗ്രാൻഡ് റിലേറ്റ് ടു കേരഫെഡ് ആണെന്ന് മനസ്സിലാക്കുക. കേരഫെഡ് ഹാസ് 24 മെമ്പേഴ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ മാനേജിംഗ് കമ്മിറ്റിയിൽ എത്ര പേരാണുള്ളത്? മാനേജിംഗ് കമ്മിറ്റിയുടെ മറ്റൊരു പേരാണെന്ത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു എക്സാമിന് ചോദിച്ചതാണ് ഈ വർഷം തന്നെ 2024 ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്യുമ്പോൾ പറയാം. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ മറ്റൊരു പേരാണെന്ത്? മാനേജിംഗ് കമ്മിറ്റി എന്നുള്ളത്. അപ്പം ആ മാനേജിംഗ് കമ്മിറ്റിയിൽ കേരഫെഡിൻ്റെ മാനേജിംഗ് കമ്മിറ്റിയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 24. നമുക്കറിയാം മാനേജിംഗ് കമ്മിറ്റിയിൽ മാക്സിമം മെമ്പേഴ്സ് അപ്പെക്സ് സൊസൈറ്റി ആണെങ്കിൽ എത്രയാണ് വരേണ്ടത്? 21 വരേണ്ടത് അല്ലേ? മാക്സിമം 21 പേരാണ് അപ്പെക്സ് സൊസൈറ്റികളിൽ. നമ്മളെ പ്രൈമറീസിലാണെങ്കിൽ 7 മുതൽ 15 വരെ. 15 മാക്സിമവും 7 മിനിമവും. മിനിമം 7 പേര് വേണം, 15 പേര് മാക്സിമം വേണം മാനേജിംഗ് കമ്മിറ്റി ഇൻ ദ കേസ് ഓഫ് പ്രൈമറി സൊസൈറ്റീസ്. പക്ഷേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇൻ ദ കേസ് ഓഫ് കേരഫെഡ് അത് അപ്പെക്സ് സൊസൈറ്റിയാണ്. അപ്പെക്സ് സൊസൈറ്റിയിൽ മാക്സിമം 21 വരേണ്ടത്. പക്ഷേ ഇവിടെ 21 24. അതുകൊണ്ട് അത് പഠിച്ചു വെക്കുക. ഈ ചേഞ്ച് ചെയ്ത് വരുന്ന സാധനങ്ങളാണ് ചോദിക്കാൻ കൂടുതൽ ചാൻസ്. അപ്പോൾ നമുക്കറിയാം അപ്പെക്സ് സൊസൈറ്റി 21. അപ്പോൾ കേരഫെഡ് ചോദിക്കുമ്പോൾ നമ്മൾ അപ്പെക്സ് സൊസൈറ്റി 21 എഴുതാം. ഓപ്ഷൻ ഈ ചോദ്യം ഈ ഓപ്ഷൻ കൃത്യമായിട്ട് കാണും. അപ്പം നമ്മൾ മനസ്സിലാക്കി വെക്കുക 24 എന്ത്? കേരഫെഡിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എണ്ണം. ഇനി ഡയറക്റ്റ് ടു കിച്ചൺ ഈസ് ദ സ്ലോഗൺ ഓഫ്. ഡയറക്റ്റ് ടു കിച്ചൺ എന്ന് പറയുന്നത് ഇതും പ്രീവിയസ് ചോദ്യമാണ്. ഡയറക്റ്റ് ടു കിച്ചൺ ഈസ് ദ സ്ലോഗൻ ഓഫ് കേരഫെഡ്. കേരഫെഡിൻ്റെ സ്ലോഗനാണെന്ത്? ഡയറക്റ്റ് ടു കിച്ചൺ എന്നുള്ളത്. അതുപോലെ തന്നെ നാഷണൽ കോക്കനറ്റ് ഡെവലപ്മെൻറ്റ് ബോർഡ് അതെവിടെയാണ്? കേരഭവൻ കൊച്ചിയാണ്. നമുക്കറിയാം ഹെഡ് ക്വാർട്ടേഴ്സ് നമ്മൾ പറഞ്ഞു എവിടെയാണ്? ട്രിവാൻഡ്രമാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കേരഭവൻ ട്രിവാൻഡ്രമാണ് നമ്മൾ പറഞ്ഞു. പക്ഷേ നാഷണൽ കോക്കനറ്റ് ഡെവലപ്മെൻറ്റ് ബോർഡ് എവിടെയാണ്? കേരഭവൻ എവിടെയാണ്? കൊച്ചിയിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രവും ഡെവലപ്മെൻറ്റ് ബോർഡ് എവിടെയാണ്? കേരഭവൻ കൊച്ചിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്കറിയാം ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് കേര ടവർ വെള്ളയമ്പലം. അതുപോലെ തന്നെ കോക്കനറ്റ് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കേരഭവനാണ് എന്തിൻ്റെ? നാഷണൽ കോക്കനറ്റ് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ കേരഭവൻ കൊച്ചി. അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കേര ടവറാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. വെള്ളയമ്പലം അത് കേരഫെഡിൻ്റെയാണ്. കേരഫെഡും അതുപോലെ തന്നെ നാഷണൽ കോക്കനറ്റ് ഡെവലപ്മെൻറ്റ് ബോർഡും തമ്മിൽ വ്യത്യാസമാണ്. ഇതൊരു എന്താണ്? ഒരു നാഷണൽ ലെവലുള്ളൊരു ബോർഡാണ്. ഏത്? നാഷണൽ കോക്കനറ്റ് ഡെവലപ്മെൻറ്റ് ബോർഡ് എന്ന് പറയുന്നത്. മറ്റേത് നമ്മൾ കേരളത്തിലുള്ളൊരു അപ്പെക്സ് സൊസൈറ്റി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. കേരഭവൻ എന്നാണ് അതിൻ്റെ പേരെന്തിൻ്റെ? കോക്കനറ്റ് ഡെവലപ്പ് ബോർഡിൻ്റെ പേരെന്നാണ് കേരഭവൻ എന്നാണ്. അത് കൊച്ചിയിലാണുള്ളത്. മറ്റേത് നമ്മൾ പറഞ്ഞു ട്രിവാൻഡ്രത്താണ് ഹെഡ് ക്വാർട്ടേഴ്സ്. നോക്കാം. അടുത്താണ് വനിതാ ഫെഡ്. എന്താണ് വനിതാ ഫെഡ്? വനിതാ ഫെഡിൻ്റെ പൂർണ്ണ രൂപം എന്താ? കേരള വുമൺ കോപ്പറേറ്റീവ് ഫെഡറേഷൻ ആണ് എന്ത്? വനിതാ ഫെഡ് എന്ന് പറയുന്നത്. എന്താണ്? രജിസ്റ്റേർഡ് ഓൺ 20/12/2002. 20/12/2022 എന്ത്? വനിതാ ഫെഡ് രജിസ്റ്റർ ചെയ്തു എന്ന് മനസ്സിലാക്കി വെക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു കേരഫെഡ് എന്ന 1987 ഫെബ്രുവരിയിലാണെന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് സ്റ്റാർട്ടഡ് ഫങ്ഷനിങ് ഓൺ 1/4/2003. അതായത് രജിസ്റ്റർ ചെയ്തത് 2002 ഫംഗ്ഷൻ തുടങ്ങിയത് 2003 ഏപ്രിൽ 1 1 ഏപ്രിൽ 1/4/2003. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 20/12/2002 മനസ്സിലാക്കി വെക്കുക. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രം.
വനിതാ ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രം, കെയർ എഫ് ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ട്രിവാൻഡ്രം. നമ്മൾ പറഞ്ഞു അതിലൊരു വ്യത്യാസം വന്നത് നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം ഇവിടെ കൊച്ചിയാണ്. അപ്പം വനിതാ ഫെഡ് ഈസ് ഫംഗ്ഷനിങ് അണ്ടർ 2 ടയർ സ്ട്രക്ചർ. നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ പഠിച്ച കാര്യങ്ങൾ ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കണം. അപ്പോൾ റിപ്പീറ്റഡ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്തില്ല, മറന്നു പോകത്തില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യും, മറക്കാനുള്ള ചാൻസ് കൂടുതലില്ല. വനിതാ ഫെഡ് ഈസ് ഫംഗ്ഷനിങ് അണ്ടർ 2 ടയർ. കെയർ എഫ് ഫെഡ് ഫംഗ്ഷൻ ചെയ്യുന്നത് സിംഗിൾ ടയർ, 1 ടയറിലാണ്, 1 ടയറേ ഉള്ളൂ. പക്ഷേ വനിതാ ഫെഡിന് എത്ര ടയർ ഉണ്ട്? 2 ടയർ ഉണ്ട്. ആൻഡ് അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് പ്രൈമറി വുമൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ എന്താണ് താഴെ ഒരു ടയർ ഉള്ളത്? ഏതാ? പ്രൈമറി വുമൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് താഴത്തെ ടയർ. അപ്പെക്സ് ടയർ ഏതാണ്? വനിതാ ഫെഡ് ആണ്. സോ 2 ടയറിലാണ് എന്ത് പ്രവർത്തിക്കുന്നത്? വനിതാ ഫെഡ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ്? ആൻ അപ്പെക്സ് ഫെഡറേഷൻ ഓഫ് പ്രൈമറി വുമൺ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതുപോലെ തന്നെ രജിസ്റ്റേർഡ് അണ്ടർ കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് 1969. കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് 1969 പ്രകാരമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? വനിതാ ഫെഡ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പം വനിതാ ഫെഡ് പഠിച്ചു, കെയർ ഫെഡ് പഠിച്ചു. ഇനി അടുത്ത് നോക്കാം, കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് സെൻട്രൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് ഡെപ്തായിട്ട് നോക്കാം. ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്ഡ് എ ബിൽ നോൺ ആസ് ബി ഡി ആൻഡ് സിഗാർ വർക്കേഴ്സ് കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആക്ട് ഇൻ 1966. ഇന്ത്യൻ പാർലമെൻറ്റ് ഒരു ബിൽ പാസ്സാകുന്നു. ആ ബില്ലിൻ്റെ പേര് എന്താണ്? ബി ഡി ആൻഡ് സിഗാർ വർക്കേഴ്സ് കണ്ടീഷൻ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആക്ട് 1966 ആ നിയമം പാസ്സാക്കുന്നത്. അതിനുശേഷം കേരള ഗവൺമെൻറ് ഓഫ് കേരള ഡിസൈഡഡ് ടു ഇംപ്ലിമെൻറ്റ് ദ പ്രൊവിഷൻസ് ഓഫ് ബി ഡി ആൻഡ് സിഗാർ വർക്കേഴ്സ് കണ്ടീഷൻ എംപ്ലോയ്മെൻറ്റ് ആക്ട് ഫ്രം അതെന്ത് ചെയ്തു? 1 ഒക്ടോബർ 1968 മുതൽ കേരള ഗവൺമെൻറ് നടപ്പിലാക്കി. ആ നിയമം വന്നത് 1966 1968 ആ നിയമത്തിന് എന്ത് ചെയ്തു? കേരള ഗവൺമെൻറ് അതിൻ്റെ പ്രൊവിഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ തുടങ്ങി. അത് ഏത് സർക്കാരാണെന്ന് ചോദിച്ചാൽ EMS ആണ്. EMS ഗവൺമെൻറ് ആണ് 1968 എന്ത് ചെയ്തത്? ഈ ബി ഡി ആൻഡ് സിഗാർ വർക്കേഴ്സ് കണ്ടീഷൻ എംപ്ലോയ്മെൻറ്റ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് നടപ്പിലാക്കാൻ കേരളത്തിൽ EMS ഗവൺമെൻറ്റാണ് മുൻകൈ എടുത്തതെന്ന് മനസ്സിലാക്കി വെക്കുക. വിത്ത് ദ ഹെൽപ്പ് ഓഫ് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് around 20 primary BD workers cooperative society were formed. സെൻട്രൽ ലെവൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിട്ട് എന്ത് ചെയ്തു? ഫോം ചെയ്തു. 20 പ്രൈമറി BD വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കൂട്ടിച്ചേർത്ത് ഒരു സെൻട്രൽ ലെവൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി രൂപപ്പെട്ടു. അതാണെന്ത് നമ്മൾ പറയാൻ പോവുക. ഇതാണ് കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് സൊസൈറ്റി രജിസ്റ്റേർഡ് ഓൺ 15 ഫെബ്രുവരി 1969. അത്തരത്തിൽ സെൻട്രൽ ലെവലിൽ ഫോം ചെയ്ത ആ സൊസൈറ്റി എത്ര പ്രൈമറീസുമായിട്ട് ചേർന്ന്? 20 പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് 20 ബി ഡി പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ചേർന്ന് തുടങ്ങിയതാണ് കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിൻ്റെ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, 15 ഫെബ്രുവരി 1969. കെയർ എഫ് ഫെഡ് നമ്മൾ പറഞ്ഞു 1987. അതുപോലെ തന്നെ ഇതിന് മുമ്പ് പറഞ്ഞ വനിതാ ഫെഡിൻ്റെ പറഞ്ഞു 2002, ഫംഗ്ഷനിങ് 2003. അപ്പോൾ നോക്കാം, ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂർ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്ന സ്ഥാപനങ്ങളിൽ ഒരു സ്ഥാപനമാണ്. വളരെ കുറച്ച് സ്ഥാപനങ്ങളെ കണ്ണൂർ വരുന്നുള്ളൂ, റൈറ്റ്കോ, റബ്കോ. അതുപോലെ തന്നെ വരുന്ന ഒരു സ്ഥാപനമാണെന്ത്? ദിനേശ് ഭവൻ. ദിനേശ് ബി ഡിയുടെ ആസ്ഥാനം കണ്ണൂരാണ്, ദിനേശ് ഭവൻ. അതുപോലെ തന്നെ കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് സൊസൈറ്റി രജിസ്റ്റേർഡ് ഓൺ 15 ഫെബ്രുവരി 1969. അത് 20 പ്രൈമറി ബി ഡി വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ചേർന്നിട്ടാണ് എന്ത് ചെയ്തത്? ഒരു സെൻട്രൽ ലെവൽ ഇൻഡസ്ട്രിയൽ സൊസൈറ്റി ആയിട്ടാണ് എന്ത് കേരള ദിനേശ് ബി ഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിച്ചത് എന്ന് മനസ്സിലാക്കാം. നോക്കാം, ദിനേശ് ബി ഡി ഈസ് ആൻ ഇൻഡസ്ട്രിയൽ ടൈപ്പ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് എന്ത് ടൈപ്പ് ഓഫ് സൊസൈറ്റിക്ക് എക്സാമ്പിളാണ്? ഇൻഡസ്ട്രിയൽ ടൈപ്പിലുള്ള ഒരു സെൻട്രൽ സൊസൈറ്റിയാണ് എന്തെന്ന് പറയുന്നത്? ദിനേശ് ബി ഡി വർക്കേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അത് ഫെബ്രുവരി 15 ഈസ് സെലിബ്രേറ്റഡ് ആസ് ദിനേശ് ബി ഡി ഡേ. അത് തുടങ്ങിയെന്നാണ് ഫെബ്രുവരി 15. അതാണ് ഞാൻ ഡേറ്റ് ഇമ്പോർട്ടൻ്റ് പറയുന്നത്. ഫെബ്രുവരി 15 നമ്മൾ ദിനേശ് ബി ഡി ഡേ ആയിട്ടാണ് ആചരിക്കുന്നത്. സോ ഫെബ്രുവരി 15, 1969 ആണ് അത് ഫോം ചെയ്തത്. ആ ഫെബ്രുവരി 15 ദിനേശ് ബി ഡി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നുണ്ട്. ഇൻഡസ്ട്രിയൽ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ദിനേശ് ബി ഡി എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ സ്ലോഗൻ ഓഫ് ദിനേശ് ബി ഡി എന്താണ്? സ്ലോഗൻ വർക്കേഴ്സ് പാർട്ടിസിപ്പേഷൻ ഇൻ മാനേജ്മെൻറ്റ്. വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ, മാനേജ്മെൻറ്റിൽ വർക്കേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷൻ എന്നാണ് ദിനേശ് ബി ഡിയുടെ സ്ലോഗൻ എന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഡെത്ത് ബെനഫിറ്റ് സ്കീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ.
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെത്ത് ബെനിഫിറ്റ് സ്കീം ഏതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. ഏതുമായിട്ടാണ്? ദിനേശ് ബി ഡി വലിച്ചാൽ എന്താണ്? ഡെത്താണ് എന്ന് ആലോചിച്ചാൽ മതി. എന്താണപ്പം? ദിനേശ് ബി ഡി. ഈസി ആയിട്ട് ആലോചിക്കാം. ഡെത്ത് ബെനിഫിറ്റ് സ്കീം റിലേറ്റഡ് ടു ദിനേശ് ബി ഡി പ്രൊഡക്റ്റ്. ദിനേശ് ബി ഡി പ്രൊഡക്ട്സിന് എന്തുണ്ട്? ഡെത്ത് ബെനിഫിറ്റ് സ്കീമുണ്ട്. സ്ലോഗൻ മനസ്സിലായി. അതുപോലെ ഡേ ഏതാണെന്ന് മനസ്സിലായി. ഇൻഡസ്ട്രിയൽ ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്ന് മനസ്സിലായി. ഹെഡ് ക്വാർട്ടേഴ്സ് കണ്ണൂരാണെന്ന് മനസ്സിലായി. കണ്ണൂർ വളരെ കുറവ് സൊസൈറ്റികൾസേ കണ്ണൂർ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളൂ. അതിലൊരെണ്ണമാണ് എന്ത്? ദിനേശ് ബി ഡി. ദിനേശ് ഭവൻ എന്നാണ് ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ പേര്. രജിസ്ട്രേഷൻ നമ്മൾ പഠിച്ചു. എടുത്ത് നോക്കാം. ദിനേശ് കോക്കനട്ട് പ്രൊഡക്ട്സ്. ദിനേശിൻ്റെ പ്രൊഡക്ട്സ് നോക്കാം. ഒരുപാട് പ്രൊഡക്ട്സ് ദിനേശ് ബിഡിക്കുണ്ട്. നമ്മൾ വിചാരിക്കാത്ത പ്രൊഡക്ട്സാണ് ദിനേശ് ബിഡിക്കുള്ളത്. നോക്കാം. കോക്കനറ്റ് ലഡു, കോക്കനറ്റ് ചിപ്സ്, ആഹാര സാധനങ്ങളാണ്. ദിനേശ് ബിഡിയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? കോക്കനറ്റ് മിൽക്ക്. കോക്കനറ്റ് മിൽക്കിൻ്റെ പേരാണെന്ത്? കേരാ മിൽക്ക്. കേരാ മിൽക്ക് എന്ന് പറയുന്നത് കോക്കനറ്റ് മിൽക്കാണ്. നമ്മൾ പഠിച്ചു. കേരാ മിൽക്ക് ഏതുമായിട്ടാണ്? ദിനേശ് ബിഡി. ഇത് അറിയാതെ ഓപ്ഷൻസ് മാത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് പോലും ചെയ്യത്തില്ല കേരാ മിൽക്ക് ദിനേശ് ബിഡിയുടെ ആണെന്ന്. സോ കേരാ മിൽക്ക് കോക്കനറ്റ് മിൽക്കാണ്. ആരുടെയാണ്? ദിനേശ് ബിഡിയുടെയാണ്. കോക്കനറ്റ് ലഡു, അതുപോലെ തന്നെ കോക്കനറ്റ് ചിപ്സ്, അതുപോലെ ദിനേശ് ഫുഡ്സ്. ദിനേശ് ഫുഡ്സ് എന്ന് പറഞ്ഞാണ് ഒരു ബ്രാൻഡിങ്. ദിനേശ് ഫുഡ്സ് ആണ് ഒരു ബ്രാൻഡിങ്. അതുപോലെ തന്നെ ആ ദിനേശ് ഫുഡ്സിൻ്റെ അണ്ടറിലാണ് എന്ത് വരുന്നത്? ഈ ജാമും സോഫ്റ്റ് ഡ്രിങ്ക്സും ഒക്കെ ദിനേശ് ഫുഡ്സിൻ്റെ അണ്ടറിലാണ്. കോക്കനറ്റ് മിൽക്കിലാണ് കേരാ മിൽക്ക് വരുന്നത്. ദിനേശ് ഫുഡ്സിലാണ് ജാമ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ വരുന്നത്. അതുപോലെ തന്നെ റിയൽ വിർജിൻ കോക്കനറ്റ് ഓയിൽ അവർക്കുണ്ട്. അതുപോലെ തന്നെ ദിനേശ് ഹെയർ ക്രീം ആൻഡ് ഹെയർ ഓയിൽ എന്തുണ്ട്? ദിനേശ് ബിഡിയുടെ പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ ദിനേശ് അംബ്രല്ല. ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യമാണ്. ദിനേശ് അംബ്രല്ല. ഈ ദിനേശ് എന്ന് കാണുമ്പോൾ നമുക്കറിയാം ദിനേശിന് അംബ്രല്ല ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ദിനേശ് അംബ്രല്ല. അതുപോലെ തന്നെ ദിനേശ് അപ്പാരൽസ്. ഫ്ലെമിംഗോ ബെഡ്ഷീറ്റ്. ഇത് ദിനേശുമായിട്ട് ഒരു റിലേറ്റഡും ഇല്ല. ഫ്ലെമിംഗോ ബെഡ്ഷീറ്റ് ഏതിൻ്റെ പ്രൊഡക്റ്റാണെന്ന് ചോദിക്കാം. ഏതിൻ്റെയാണ് ഫ്ലെമിംഗോ ബെഡ്ഷീറ്റ്? ഫ്ലെമിംഗോ ബെഡ്ഷീറ്റ് ദിനേശ് ബിഡിയുടെയാണ്. പഠിച്ചു നോക്കുക. കോക്കനറ്റ് ലഡു, കോക്കനറ്റ് ചിപ്സ്, അതുപോലെ തന്നെ കോക്കനറ്റ് മിൽക്ക്, കേരാ മിൽക്ക്. കോക്കനറ്റ് മിൽക്കാണ് കേരാ മിൽക്ക് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദിനേശ് ഫുഡ്സിൻ്റെ ബ്രാൻഡിങ്ങിൽ വരുന്ന ദിനേശ് ജാമ്, അതുപോലെ തന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സ്, അങ്ങനെ റിയൽ വിർജിൻ കോക്കനറ്റ് ഓയിൽ, ഹെയർ ക്രീം, ഹെയർ ഓയിൽ, അതുപോലെ തന്നെ ദിനേശ് അംബ്രല, പിന്നെ ദിനേശ് അപ്പാരൽസും ഫ്ലെമിംഗോ ബെഡ്ഷീറ്റും. ഇതൊക്കെ ആരുടെ പ്രോഡക്ട്സ് ആണ്? ദിനേശ് കോക്കനറ്റ് പ്രോഡക്ട്സ് ആണ്. ദിനേശ് കോക്കനറ്റ് പ്രോഡക്ട്സ് ആണ് ഇതൊക്കെ. ദിനേശിൻ്റെ പ്രോഡക്ട്സ് ആണ്. ദിനേശ് കോക്കനറ്റ് പ്രോഡക്ട്സ് ആണ് ഏതൊക്കെ? കോക്കനറ്റ് ലഡുവും കോക്കനറ്റ് ചിപ്സും. കോക്കനറ്റ് മിൽക്കാണ് കേര മിൽക്ക്. നോക്കാം. ഡിക്സ്. എന്താണ് ഡിക്സ്? ദിനേശ് ഇൻഫോർമേഷൻ ടെക്നോളജി സിസ്റ്റം 1999. ഇതൊന്ന് നോക്കി വെക്കുക. ഇത് നമ്മൾ ദിനേശ് ബിഡിയായിട്ട് ഒരിക്കലും റിലേറ്റ് ചെയ്യാത്ത സാധനമാണ്. ഡിക്സ് സ്റ്റാർട്ടഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഇൻ ദ ഇയർ 2001. എന്താണ് ഡിക്സ്? ഡിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻ്റ് ആണ്. ദിനേശ് ഇൻഫോർമേഷൻ ടെക്നോളജി സിസ്റ്റം 1999 വന്നു. ആ ഡിക്സ് സ്റ്റാർട്ടഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്താണ്? 2001 സ്റ്റാർട്ട് ചെയ്തത്. പ്രൊവൈഡ്സ് എന്താണ്? ഇ ബാങ്കിങ് സൊല്യൂഷൻസ്. ആർക്കാണ്? കോപ്പറേറ്റീവ് ബാങ്ക്സ്. ഇന്ത്യയിലുള്ള കോപ്പറേറ്റീവ് ബാങ്ക്സിന് സോഫ്റ്റ്വെയർ കൊടുക്കുക, ബാങ്കിങ് സൊല്യൂഷൻസ് നടത്താൻ വേണ്ടി കൃത്യമായ സോഫ്റ്റ്വെയർസ് കൊടുക്കുക എന്ന ഉദ്ദേശമാണ് ആർക്കുള്ളത്? ഡിക്സിനുള്ളത്. എന്താണ്? ദിനേശ് ഇൻഫോർമേഷൻ ടെക്നോളജി സിസ്റ്റം എന്നാണ് വന്നത്? 1999 ഡിക്സ് വന്നത്. അത് എന്നാണ് ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ഫങ്ഷനിങ് തുടങ്ങിയത്? 2001. അതുപോലെ ദിനേശ് IT സിസ്റ്റം ഇൻട്രൊഡ്യൂസസ് കോയിൻ കാർഡ് ഫോർ ഇൻ്റഗ്രേറ്റഡ് നെറ്റ്വർക്ക് ഓഫ് പ്രൈവറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ്. എന്ത് കൊണ്ടുവന്നു? പ്രൈവറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സിന് കോപ്പറേറ്റീവ് ബാങ്ക്സിന് എന്ത് കൊണ്ടുവന്നു? കോയിൻ കാർഡ് കൊണ്ടുവന്നു. ഫോർ ഇൻ്റഗ്രേറ്റഡ് നെറ്റ്വർക്ക്സ്. അവരുടെ ബ്രാഞ്ചസ്, ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ ആ ബ്രാഞ്ചസിനെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഇൻ്റഗ്രേറ്റഡ് നെറ്റ്വർക്ക് കൊണ്ടുവന്നു കോപ്പറേറ്റീവ് ബാങ്ക്സിന്. ആര്? ദിനേശ് IT സിസ്റ്റം. ആ ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയറിൻ്റെ അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് കാർഡിൻ്റെ പേരാണെന്ത്? കോയിൻ കാർഡ്. അപ്പോൾ കോയിൻ കാർഡ് റിലേറ്റ് ചെയ്യുന്ന എന്തുമായിട്ടാണെന്ന് ചോദിച്ചാൽ എന്തുമായിട്ടാണ്? ഡിക്സുമായിട്ടാണ്. ദിനേശ് ഇൻഫോർമേഷൻ ടെക്നോളജി സിസ്റ്റമായിട്ടാണ് കോയിൻ കാർഡ് റിലേറ്റ് ചെയ്യുന്നത്. ആർക്കാണ് കോയിൻ കാർഡ് കൊടുത്തത്? കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് അവരുടെ ഇൻ്റഗ്രേറ്റഡ് നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ടാണ് കൊടുത്തത്. അപ്പം ഈ ഡിക്സ് ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ദിനേശ് ബിഡി കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സാധനമാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അതിൻ്റെ ഡിക്സൊക്കെ ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കത്തില്ല ദിനേശ് ബിഡിയുടെ ആണെന്ന്. ദിനേശ് ബിഡിയുടെ ആണ് നമുക്ക് മനസ്സിലാകത്തില്ല ഈ ഇൻഫോർമേഷൻ ടെക്നോളജിയൊക്കെ ബന്ധപ്പെടുന്നത്. അപ്പം ദിനേശ് ബിഡി ഇത്രയും വാസ്റ്റായിട്ടുള്ള സാധനമാണ്. അത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. ഇനി അടുത്ത് നോക്കാം എന്താണ് മാർക്കറ്റ് ഫെഡ് എന്താണെന്ന് നോക്കാം. മാർക്കറ്റ് ഫെഡ് വളരെ ഒരുപാട് കാര്യങ്ങൾ മാർക്കറ്റ് ഫെഡിന് പറയാനുണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു പോകാം. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്നാണ് എന്ത്? മാർക്കറ്റ് ഫെഡിൻ്റെ പൂർണ്ണ രൂപം. എന്നാണ് ഫോം ചെയ്തത്? 1960 മാർച്ച് 25 കേരഫെഡായിട്ട് മാറിയത്.
കേരഫെഡായിട്ട് മാറിയതെന്നാണ് 1960 മാർച്ച് 25. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കൊച്ചിയിലാണ്. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കൊച്ചിയിലാണ്. നമ്മളിപ്പോൾ പഠിച്ച 4 എണ്ണത്തിന് ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്ക് അവസാനം പറയാം. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? കൊച്ചിയിലാണ്. അതുപോലെ തന്നെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് ഇൻ കേരള. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? മാർക്കറ്റ് ഫെഡ് എന്ന് പറയുന്നത്. കേരജം. കേരജം ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ മാർക്കറ്റ് ഫെഡ്. മാർക്കറ്റ് ഫെഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലാണ് എന്ത്? കേരജം എന്ന് പറയുന്നത്. കേരജം ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ മാർക്കറ്റ് ഫെഡ്. അതുപോലെ തന്നെ മെനി ഫുഡ്സ് നമ്മൾ പറഞ്ഞു, കേരജം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മെനി ഫുഡ്സ് വിർജിൻ കോക്കനട്ട് ഓയിൽ ഓഫ് മാർക്കറ്റ് ഫെഡ്. വിർജിൻ കോക്കനട്ട് ഓയിൽ ഓഫ് മാർക്കറ്റ് ഫെഡ്. മെനി ഫുഡ്സ് വിർജിൻ കോക്കനട്ട് ഓയിൽ. അതുപോലെ തന്നെ സൂര്യ ഈസ് എ ഫെർട്ടിലൈസർ പ്രൊഡ്യൂസ്ഡ് ബൈ മാർക്കറ്റ് ഫെഡ്. സൂര്യ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഫെഡിൻ്റെ ഫെർട്ടിലൈസറും മെനി ഫുഡ് എന്ന് പറഞ്ഞാൽ വിർജിൻ കോക്കനട്ട് ഓയിലും കേരജം എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിലും ആണെന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ മാർക്കറ്റ് ഫെഡ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് മേജർ സ്പൈസസ് ഇൻ സ്പെഷ്യലി പ്രിപ്പയർഡ് ഗിഫ്റ്റ് ബോക്സ് നെയിം ആസ് സീസണിങ്സ്. പഠിച്ചു വെക്കുക. എന്താണ്? മാർക്കറ്റ് ഫെഡ് സ്പൈസസിനെ ഒരു പ്രത്യേകം ഗിഫ്റ്റ് ബോക്സിലാക്കി സ്പൈസസിനെ എല്ലാം വെക്കുന്നുണ്ട്. ആ ബോക്സുകളുടെ പേരാണ് എന്തെന്ന് പറയുന്നത്? സീസണിങ്സ് എന്ന് പറയുന്നത്. ഗിഫ്റ്റ് ബോക്സ് ആണ്. എന്തിൻ്റെയാണ്? സ്പൈസസിൻ്റെ ഗിഫ്റ്റ് ബോക്സ് ആണ്. ആരാണ്? മാർക്കറ്റ് ഫെഡിൻ്റെ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. സൂര്യ എന്ന് പറഞ്ഞാൽ ഫെർട്ടിലൈസറാണ്. മെനി ഫുഡ് വിർജിൻ കോക്കനട്ട് ഓയിലാണ്. കേരജം എന്ന് പറഞ്ഞാൽ കോക്കനട്ട് ഓയിലാണ്. മാർക്കറ്റ് ഫെഡിൻ്റെ കോക്കനട്ട് ഓയിൽ ഒരുപാട് തവണ പരീക്ഷ ചോദിച്ചാണ് കേരജം. അതുപോലെ തന്നെ മാർക്കറ്റ് ഫെഡ് എന്ന് പറഞ്ഞാൽ അപ്പെക്സ് സൊസൈറ്റിയാണ്. കൊച്ചിയിലാണ് ഹെഡ് ക്വാർട്ടർ. അതുപോലെ തന്നെ 1960 മാർച്ച് 25 ആണത് ഫോം ചെയ്തിരിക്കുന്നത്. കേരഫെഡായി മാറിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ക്വസ്റ്റിനിലേക്ക് വരാം. മാച്ച് ദ ഫോളോയിങ്. നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം പറഞ്ഞു കഴിഞ്ഞു. കേര നമുക്ക് ഏതാ മനസ്സിലായി? കേരഫെഡ്. കേരയുടെ വേറെ പ്രോഡക്റ്റ്സ് ഒക്കെ എന്തൊക്കെയാണ്? കേര ഗോൾഡ്, കേരജം, കേശാമൃതം, ഇതൊക്കെ എന്തിനാണ്? കേരയുടെ മറ്റുള്ള പ്രൊഡക്ട്സ് ആണ്. അതുപോലെ തന്നെ കേരജം നമ്മൾ പറഞ്ഞു, ഇപ്പം റീസെൻ്റായിട്ട് പറഞ്ഞതുള്ളൂ മാർക്കറ്റ് ഫെഡ്. കേരജം മാർക്കറ്റ് ഫെഡ്. കേര മിൽക്ക് നമ്മൾ ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാത്ത സാധനം ദിനേശ് ബീഡി ആയിട്ട് വരുന്നത്. കേര ഗാന്ധി എവിടെയാണ്? വനിതാ ഫെഡ്. അതുപോലെ തന്നെ കേര ഫെഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് TVM ട്രിവാൻഡ്രം. ഏത് വർഷം? 1987 അല്ലേ? വനിതാ ഫെഡ് എന്നാ 2002 വന്നു, 2003 ഫംഗ്ഷൻ തുടങ്ങി അല്ലേ? എവിടെ? അതുപോലെ തന്നെ ദിനേശ് ബീഡിയുടെ എന്നാ വന്നേ? ദിനേശ് ബീഡി വന്നത് 1969 ഫെബ്രുവരി 15 ഡേ ആണെന്ന് ഓർത്ത് നോക്കുക. എവിടെ? കണ്ണൂർ ദിനേശ് ഭവനിലാണ്. മാർക്കറ്റ് ഫെഡ് എവിടെ? കൊച്ചി, എറണാകുളമാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. മാർക്കറ്റ് ഫെഡിൻ്റെ 1960 അല്ലേ? വനിതാ ഫെഡിൻ്റെ എവിടെ ആസ്ഥാനം? TVM ആണ് അല്ലേ? മനസ്സിലായല്ലോ? ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. സൊസൈറ്റീസ് കൃത്യമായിട്ട് പഠിക്കുക. ചോദ്യങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ് സൊസൈറ്റീസുമായിട്ട് ബന്ധപ്പെട്ട്. നോക്കാം. അടുത്തത് ബാങ്കിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ചോദ്യമാണ്. നോക്കാം. എന്താണ് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എൻഡ്സ്? എപ്പോഴാണ് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് അവസാനിക്കുന്നത് എന്നാണ് ചോദ്യം. നോക്കാം. ഓപ്ഷൻ എ, ദ കസ്റ്റമർ ഡൈസ്. കസ്റ്റമർ എന്ത് ചെയ്യുമ്പം? മരണപ്പെടുമ്പോഴാണോ? കസ്റ്റമർ ബിക്കംസ് ഇൻസെയിൻ. കസ്റ്റമർ ഇൻസെയിൻ ആകുന്ന സാഹചര്യത്തിലാണോ? കസ്റ്റമർ ബിക്കംസ് ഇൻസോൾവെൻ്റ് ആവുന്ന സമയത്താണോ? ഓൾ ഓഫ് ദീസ് ആണോ? ഇത് പറയുമ്പം തന്നെ ആൻസർ എന്താണെന്ന് മനസ്സിലാവും. എന്താ നമുക്ക് അതൊന്ന് നോക്കിയിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൂടി നോക്കിയിട്ട് വരാം. എന്താണ് എക്സ്പ്ലനേഷൻ? ആസ് പെർ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872, ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് 1872 പ്രകാരം എ പേഴ്സൺ ഈസ് കോമ്പീറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്റ്റ് ആൻഡ് ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. ഒരു പേഴ്സണ് വാലിഡായിട്ട്, അതായത് ബാങ്കുമായിട്ട് കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ താഴെ പറയുന്ന കണ്ടീഷൻസ് എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. ആ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദ ഇൻഡിവിജ്വൽ ഷുഡ് ബി മേജർ അല്ലാത്ത മൈനേഴ്സിനും ബാങ്ക് അക്കൗണ്ട് കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മൾ മനസ്സിലാക്കി വെക്കുക, മേജേഴ്സിനാണ്
പൂർണ്ണമായിട്ടും അവർ കൺട്രോൾ തന്നെ, അവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ട്സ് കൊടുക്കുന്നത് മേജറിനാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഷുഡ് ബി എന്തായിരിക്കണം? മേജർ ആയിരിക്കണം. മേജർ വിത്ത് സൗണ്ട് മൈൻഡ്, മേജർ ആയിരിക്കണം. അതുപോലെ തന്നെ അദ്ദേഹം എന്തായിരിക്കണം? സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. ഇൻസെയിൻ ആകാൻ പാടില്ല, ഇൻസെയിൻ ആകാൻ പാടില്ല. എന്തായിരിക്കണം? സൗണ്ട് മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ ഹീസ് അതർവൈസ് ഡിസ്ക്വാളിഫൈഡ് ബൈ എനി ലോ, ഒരു ലോ പ്രകാരവും അദ്ദേഹത്തിന് ഡിസ്ക്വാളിഫിക്കേഷൻ വരരുത്. അപ്പം ഒരു ഇൻസോൾവെൻ്റ് ആയി, അതായത് ഹി ഷുഡ് നോട്ട് ബി ഇൻസോൾവെൻറ്റ്, അദ്ദേഹം ഒരു ഇൻസോൾവെൻ്റ് ആവാൻ പാടില്ല. അപ്പോൾ ഇൻസോൾവെൻ്റ് ആയാൽ ലോ പ്രകാരം അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പാടില്ല? വേറൊരു അക്കൗണ്ട് തുടങ്ങാൻ പാടില്ല. അപ്പോൾ ഇൻസോൾവെൻ്റ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു ലോ പ്രകാരവും അദ്ദേഹം ഡിസ്ക്വാളിഫൈഡ് ആവാൻ പാടില്ല. അതുപോലെ തന്നെ അദ്ദേഹം സൗണ്ട് മൈൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ മേജർ ആയിരിക്കണം. ഇതൊക്കെ അവരുടെ കണ്ടീഷൻസ് ആണ്. എന്തിൻ്റെ കണ്ടീഷൻസ്? ഒരു കോൺട്രാക്ട് ആക്ട് പ്രകാരം നമ്മളൊരു വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ ബിസിനസ്സിൽ എൻ്റർ ചെയ്യുക, അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണമെങ്കിൽ അത്തരത്തിലുള്ള വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റാണ് നമ്മൾ ബാങ്കിങ് കമ്പനിയുമായിട്ട് അക്കൗണ്ട് തുടങ്ങുമ്പോഴും എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നോക്കുക, ഡ്രങ്കൺ പേഴ്സൺ ഈസ് നോട്ട് ലീഗലി കോമ്പിറ്റൻറ്റ് ടു എൻ്റർ ഇൻറ്റു എ കോൺട്രാക്റ്റ്. ഈ ഡ്രങ്കൺ പേഴ്സൺ ലീഗലി എന്തല്ല, കോൺട്രാക്റ്റിൽ ഏർപ്പെടാൻ പാടില്ല എന്നാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഡ്രങ്കൺ സ്റ്റേറ്റിന് വിപരീതമായിട്ടാണ്. ഇപ്പോൾ ഡ്രങ്കൺ സ്റ്റേറ്റിൽ അല്ലാത്ത സമയത്താണെങ്കിൽ തുടങ്ങാം, പക്ഷേ ഡ്രങ്കൺ സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പാടില്ല? അക്കൗണ്ട് തുടങ്ങാൻ പാടില്ല എന്നാണ്. അതുപോലെ തന്നെ ഹീ ഷുഡ് ബി ഇൻ എ ഗുഡ് സെൻസ്, ഉണ്ടോ? ഗുഡ് സെൻസിലായിരിക്കുന്ന സമയത്ത് വൈൽ ലെൻഡിങ് എ ലോൺ ആൻഡ് എൻറ്ററിങ് ഇൻ ടു എ കോൺട്രാക്റ്റ്. ആ ഗുഡ് സെൻസിലായിരിക്കുന്ന സമയത്ത്, ഇപ്പം ഇൻസെയിൻ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിലും ഗുഡ് സെൻസ് ഉണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്താണ് ഇൻസെയിൻ ആവുന്ന കണ്ടീഷൻസും ഉണ്ട്. ഇപ്പോൾ എപ്പോഴും ഇൻസെയിൻ ആയിരിക്കില്ല, ചില സമയത്ത് ഇൻസെയിൻ ആവും, ചില സമയത്ത് ഇൻസെയിൻ ആവത്തില്ല. അങ്ങനെയൊക്കെയുള്ള കണ്ടീഷൻസ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ മെൻ്റലി പ്രശ്നമുള്ള ആൾക്കാർക്ക് ചില സമയത്ത് പ്രശ്നം കാണും, ചില സമയത്ത് പ്രശ്നം കാണില്ല. അപ്പോൾ അങ്ങനത്തുള്ള കണ്ടീഷൻസ് വരുന്ന സമയത്ത് ആ ഗുഡ് സെൻസിലായിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യാം? എൻ്റർ ചെയ്യാം. എന്തിൽ? ലെൻഡിങ് ലോൺ, അതുപോലെ തന്നെ എൻറ്ററിങ് ഇൻറ്റു എ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. പക്ഷേ ഇൻസെയിൻ ആയിരിക്കുന്ന കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഡ്രങ്കൺ സ്റ്റേറ്റിലായിരിക്കുന്ന സിറ്റുവേഷനിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പാടില്ല എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നോക്കാം, ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എൻസ്. എപ്പോഴാണ് ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് അവസാനിക്കുന്നത്? കസ്റ്റമർ ഡൈസ്. ഉറപ്പായിട്ടും കസ്റ്റമർ മരിച്ചു കഴിഞ്ഞാൽ അവിടത്തോട് ബാങ്കും കസ്റ്റമറുമായിട്ടുള്ള റിലേഷൻ അവസാനിക്കും. അത് ശരിയാണ്. അതുപോലെ തന്നെ കസ്റ്റമർ ബിക്കംസ് ഇൻസെയിൻ. കസ്റ്റമർ ഇൻസെയിൻ ആയിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു ഇൻസെയിൻ ആവാൻ പാടില്ല എന്നാണ് പറഞ്ഞു. ഇൻസെയിൻ ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്താണ്? ബാങ്ക് കസ്റ്റമർ റിലേഷൻഷിപ്പ് അവസാനിക്കും. അതുപോലെ കസ്റ്റമർ ബിക്കം ഇൻസോൾവെൻറ്റ്. അദ്ദേഹം ഇൻസോൾവെൻ്റ് ആയി കഴിഞ്ഞാലും എന്ത് ചെയ്യും? ബാങ്കർ കസ്റ്റമർ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓൾ ഓഫ് ദീസ് ആണ്, എല്ലാം വരും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. ആൻ എൻഡോഴ്സ്മെൻറ്റ് വിച്ച് ലിമിറ്റ്സ് ദ ലയബിലിറ്റി ഓഫ് ദ എൻഡോഴ്സർ. എൻഡോഴ്സ്മെൻറ്റ് എന്ത് ചെയ്യുന്നു? എൻഡോഴ്സറുടെ ലയബിലിറ്റിയെ ലിമിറ്റ് ചെയ്യുന്ന എൻഡോഴ്സ്മെൻറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ നോക്കാം, ഫുൾ എൻഡോഴ്സ്മെൻറ്റ്. ഓപ്ഷൻ ബി നോക്കാം, ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്. ഓപ്ഷൻ സി നോക്കാം, സാൻസ് റീകോസ് എൻഡോഴ്സ്മെൻറ്റ്. ഓപ്ഷൻ ഡി നോക്കാം, നൺ ഓഫ് ദീസ്. ഇതിൽ ഏത് എൻഡോഴ്സ്മെൻറ്റാണ് എൻഡോഴ്സറുടെ ലയബിലിറ്റിയെ ലിമിറ്റ് ചെയ്യുന്നത്? നമുക്ക് നോക്കാം, എക്സ്പ്ലനേഷനിലേക്ക് പോകാം. എൻഡോഴ്സ്മെൻറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ് ഇൻഡോസം. ഇൻഡോസം എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ് എന്ത്? എൻഡോഴ്സ്മെൻറ്റ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? വിച്ച് ഈസ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. എന്താണ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്? എൻഡോഴ്സ്മെൻറ്റ് ഈസ് ദ ലീഗൽ പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ ബൈ സൈനിങ് ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. അതായത് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് ഏതാണോ ആ ഇൻസ്ട്രുമെൻ്റ് ബാക്കിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻറ്റ്. നോക്കുക, NI ആക്ടിലാണ് ഈ എൻഡോഴ്സ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. NI ആക്ട് 1881. ഇതിലാണ് എന്ത് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ എൻഡോഴ്സ്മെൻറ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. എന്താ? ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു മറ്റൊരാൾക്ക്. എന്തിൻ്റെ? ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഓണർഷിപ്പ്, പൊസഷൻ എന്ത് ചെയ്യുന്നു? ഓണർഷിപ്പ് എൻഡോഴ്സ്മെൻറ്റ് വഴി നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അതിനെയാണ് നമ്മൾ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. എൻഡോഴ്സ്മെൻറ്റ് ഇസ് എ ലീഗൽ പ്രോസസ് ബൈ നെഗോഷിയേഷൻ. പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ നെഗോഷിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. ബൈ സൈനിങ് ചെയ്യുന്ന വഴി. എവിടാണ്? ഇൻസ്ട്രുമെൻ്റ് ബാക്കിൽ. നോക്കുക, ദ പേഴ്സൺ ഹൂ എൻഡോഴ്സ് ദ ഡോക്യുമെൻറ്റ് ഓർ എൻഡോഴ്സ്മെൻറ്റ് ഈസ് കാൾഡ് എൻഡോഴ്സർ. ഡോക്യുമെൻ്റ് എന്ന് വേണ്ട, ഇൻസ്ട്രുമെൻ്റ് ആണ് കറക്റ്റ്.
ദ പേഴ്സൺ ഹു എൻഡോഴ്സ് ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് കാൾഡ് എൻഡോഴ്സർ. ഇൻസ്ട്രുമെൻറ്റിനെ എൻഡോഴ്സ് ചെയ്യുന്ന വ്യക്തിയെ പറയുന്ന പേരെന്താണ്? എൻഡോഴ്സർ എന്നാണ്. ദ പേഴ്സൺ ടു ഹൂം ദ ഇൻസ്ട്രുമെൻറ്റ് ഈസ് എൻഡോഴ്സ്ഡ്. ആർക്കാണ് നമ്മൾ എൻഡോഴ്സ് ചെയ്ത് കൊടുക്കുന്നത് ആ വ്യക്തിയെ പറയുന്ന പേരാണ് എന്ത്? എൻഡോഴ്സി. അപ്പം എൻഡോഴ്സർ, അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ടിയാണ് എൻഡോഴ്സി. അതുപോലെ തന്നെ എന്താണ്? ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ സൈൻ ചെയ്യുന്നു എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻഡോഴ്സ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വന്നിരിക്കുന്നത് ലാറ്റിൻ വേർഡായ ഇൻഡോസത്തിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നോക്കാം എന്താണ് ടൈപ്സ് ഓഫ് എൻഡോഴ്സ്മെൻ്റ് ആണ് ഈ പറയുന്നത്. 3 ടൈപ്സ് നമ്മൾ പറയുന്നുള്ളൂ ഓപ്ഷനിലുള്ള. നോക്കാം. ഒന്ന് ജനറൽ ഓർ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്. എന്താണ് ജനറൽ എൻഡോഴ്സ്മെൻറ്റ്? എന്താണ് ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്? ഹിയർ ദ എൻഡോഴ്സർ മിയർലി സൈൻ ഓൺ ദ ബാക്ക് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ്. എന്താണ്? ഇൻസ്ട്രുമെൻറ്റിൻ്റെ ബാക്കിൽ ജസ്റ്റ് സൈൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്തിൻ്റെ കേസിൽ? ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റിൻ്റെ കേസിൽ. അല്ലെങ്കിൽ എന്തിൻ്റെ കേസിൽ? ജനറൽ എൻഡോഴ്സ്മെൻറ്റിൻ്റെ കേസിൽ. എന്താണ്? വിത്തൗട്ട് മെൻഷനിങ് ദ നെയിം ഓഫ് ദ എൻഡോഴ്സി. ആ എൻഡോഴ്സ്മെൻറ്റിൽ, ഇത്തരത്തിലുള്ള ബ്ലാങ്ക് അല്ലെങ്കിൽ ജനറൽ എൻഡോഴ്സ്മെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ നെയിമോ കാര്യങ്ങളോ ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു സൈൻ മാത്രം ഇടുന്നു. അത്തരത്തിലുള്ള എൻഡോഴ്സ്മെൻ്റ് ആണ് എന്ത്? ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ജനറൽ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം സ്പെഷ്യൽ, അടുത്തതാണ് സ്പെഷ്യൽ ഓർ ഫുൾ എൻഡോഴ്സ്മെൻറ്റ്. ഇത് അടുത്തതാണ് കേട്ടോ. എന്താണ് സ്പെഷ്യൽ ഓർ ഫുൾ എൻഡോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്? ഇറ്റ് കണ്ടെയ്ൻസ് നെയിം ഓഫ് ദ എൻഡോഴ്സി. നമ്മൾ നേരത്തെ പറഞ്ഞു ബ്ലാങ്കിൻ്റെ കേസിൽ ഒപ്പ് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്തുണ്ട്? സ്പെഷ്യൽ അല്ലെങ്കിൽ ഫുൾ എൻഡോഴ്സ്മെൻറ്റിൽ പേര് ഉൾപ്പെടെയാണ് എഴുതി കൊടുക്കുന്നത്, എലോങ് വിത്ത് ദ ഫുൾ നെയിം. സൈൻ്റോടൊപ്പം ഫുൾ നെയിമും എന്ത് ചെയ്യുന്നു? എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്നു. അത്തരത്തിലുള്ള എൻഡോഴ്സ്മെൻറ്റിനെ പറയുന്നതാണ് സ്പെഷ്യൽ എൻഡോഴ്സ്മെൻറ്റ്. സൈൻ മാത്രമാണെങ്കിൽ ജനറൽ അല്ലെങ്കിൽ ബ്ലാങ്ക് എൻഡോഴ്സ്മെൻറ്റ്. അടുത്ത് നോക്കാം എന്താണ് സാൻസ് റീകോഴ്സ് ഓർ സാൻസ് വെയ്വ് എൻഡോഴ്സ്മെൻറ്റ്. എന്താണ് സാൻസ് റീകോഴ്സ്? സാൻസ് റീകോഴ്സിൻ്റെ മറ്റൊരു പേരാണ് സാൻസ് വെയ്വ് എന്ന് പറയുന്നത്. ഹിയർ എൻഡോഴ്സർ വിൽ നോട്ട് ലയബിൾ ഫോർ ദ പേയ്മെൻറ്റ് ഓഫ് ബില്ല് ഇഫ് ദ അക്സെപ്റ്റർ ഫെയിൽസ് ടു പേ ഇറ്റ്. ബില്ല് ഓർ ഇൻസ്ട്രുമെൻറ്റ് മതി, ഇൻസ്ട്രുമെൻറ്റാണ്. ഇവിടെ സാൻസ് റീകോഴ്സ് എൻഡോഴ്സ്മെൻറ്റിൽ ലയബിലിറ്റി ആർക്കില്ല? എൻഡോഴ്സർക്കില്ല. ഇപ്പം നമുക്കറിയാം ഏതെങ്കിലും ഒരു ചെക്കോ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് അത് ബാങ്കിൽ കൊണ്ടുപോയി എന്തെങ്കിലും ബൗൺസ് ആവുകയോ അല്ലെങ്കിൽ ഡിസോണർ ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? എൻഡോഴ്സർക്ക് ലയബിലിറ്റി വരും. നമ്മൾ എഴുതി കൊടുക്കുന്ന എൻഡോഴ്സി ആയിരിക്കും ഇത് മാറാൻ ബാങ്കിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ എൻഡോഴ്സിക്ക് ലയബിലിറ്റി ഇല്ല, പകരം ആർക്കാണ് ലയബിലിറ്റി വരുന്നത്? എൻഡോഴ്സർക്കാണ് ലയബിലിറ്റി വരുന്നത്. അങ്ങനത്തെ നമുക്ക്, അതായത് നമ്മൾ എൻഡോഴ്സർക്ക് ഒരു ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന എൻഡോഴ്സ്മെൻറ്റാണ് സാൻസ് റീകോഴ്സ് ഓർ സാൻസ് വെയ്വ് എൻഡോഴ്സ്മെൻറ്റ്. അതായത് നമ്മൾ ഇൻസ്ട്രുമെൻറ്റിനകത്ത് സാൻസ് വെയ്വ് എന്നോ അല്ലെങ്കിൽ സാൻസ് റീകോഴ്സ് എന്നോ സാൻസ് വെയ്വ് എന്നോ സാൻസ് റീകോഴ്സ് എന്നോ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ്? നമുക്കതിന്മേൽ ഒരു ലയബിലിറ്റി ഇല്ല. അത് ബൗൺസ് ആയാലോ ഡിസോണർ ആയി പോയാലോ നമുക്കതിലൊരു ലയബിലിറ്റി ഇല്ല എന്ന് പറയുന്ന തരം എൻഡോഴ്സ്മെൻ്റ് ആണ് എന്ത്? സാൻസ് റീകോഴ്സ് ഓർ സാൻസ് വെയ്വ്. അതിൽ ഈ സാൻസ് റീകോഴ്സ് എന്നല്ലാതെ വിത്തൗട്ട് റീകോഴ്സ് ടു മീ എന്ന് എഴുതിയാലും സാൻസ് റീകോഴ്സ് എൻഡോഴ്സ്മെൻ്റ് ആണ്. വിത്തൗട്ട് റീകോഴ്സ് ടു മീ, ഇതും ഇങ്ങനെ എഴുതിയാലും എന്താണ്? സാൻസ് റീകോഴ്സ് എൻഡോഴ്സ്മെൻ്റ് ആണ്. സാൻസ് റീകോഴ്സ് എന്നോ സാൻസ് വെയ്വ് എന്നോ വിത്തൗട്ട് റീകോഴ്സ് ടു മീനോ ഒക്കെ പറഞ്ഞാൽ എന്താണ്? സാൻസ് റീകോഴ്സ് ആണ്. അവിടെ എന്താണ്? ലയബിലിറ്റി ആർക്കില്ല? എൻഡോഴ്സർക്കില്ല. എന്ത്? ആ എമൗണ്ട്, ആ ഇൻസ്ട്രുമെൻറ്റ് ഫെയിൽസ്, എൻഡോഴ്സിക്ക് ഫെയിൽ ചെയ്യാൻ, അതായത് എൻഡോഴ്സിക്ക് പൈസ കിട്ടാത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഡിസോണർ ആയി പോവുകയോ അല്ലെങ്കിൽ ബൗൺസ് ആയി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻഡോഴ്സിക്ക് പൈസ കിട്ടാതാവുമ്പോൾ അതിന് ലയബിലിറ്റി ആർക്ക് പോത്തില്ല? എൻഡോഴ്സർക്ക് പോത്തില്ല എന്ന് ഉള്ള കാര്യമാണ് സാൻസ് വെയ്വ് സാൻസ് റീകോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം. ആൻ എൻഡോഴ്സ്മെൻറ്റ് വിച്ച് ലിമിറ്റ്സ് ദ ലയബിലിറ്റി ഓഫ് ദ എൻഡോഴ്സർ. ഈസി ആയിട്ട് എഴുതാം സാൻസ് റീകോഴ്സ് എൻഡോഴ്സ്മെൻറ്റ്. ഇവിടെ രണ്ടും എന്താ? ബ്ലാങ്കിൽ നമ്മൾ സൈൻ മാത്രമേ ഉള്ളൂ, ഇവിടെ സൈനും നെയിമും ഉണ്ട്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക എപ്പോഴും. സോ അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടി. അവിടെ നോക്കാം. നാഷണൽ ക്രെഡിറ്റ് യൂണിയൻ അഡ്മിനിസ്ട്രേഷൻ NCUA അഡോപ്റ്റഡ് ക്യാമൽ റേറ്റിംഗ് സിസ്റ്റം ഇൻ. ക്യാമൽ റേറ്റിംഗ് എന്താണ്? ക്യാമൽ റേറ്റിംഗ് എന്ന് നോക്കാം. നാഷണൽ ക്രെഡിറ്റ് യൂണിയൻ, അതായത് നാഷണൽ ക്രെഡിറ്റ് യൂണിയൻ അഡ്മിനിസ്ട്രേഷൻ NCUI ക്യാമൽ റേറ്റിങ്ങിനെ അഡോപ്റ്റ് ചെയ്തത് ഏത് വർഷമാണ് എന്നാണ് ചോദ്യം. നമുക്ക് എക്സ്പ്ലനേഷൻ പോയിട്ട് തിരിച്ചു വരാം. നോക്കാം എന്താണ് ക്യാമൽസ് റേറ്റിംഗ്.
In India, RBI uses CAMEL's rating system to assess banks till 2003. ഇന്ത്യയിൽ ക്യാമൽസ് റേറ്റിംഗ് ചെയ്യുന്നത് 2013 ശേഷം ക്യാമൽസ് റേറ്റിംഗ് തുടരുന്നില്ല. 2013 മുമ്പ് വരെ എന്തിനാണ് നമ്മൾ ഇന്ത്യയെ യൂസ് ചെയ്തത്? ബാങ്കിനെ അസസ് ചെയ്യാൻ, ടു അസസ് ബാങ്ക് അല്ലേ? ക്യാമൽസ് റേറ്റിംഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ബാങ്കിനെ അസസ് ചെയ്യാൻ. എന്താണ് അസസ്മെൻ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. ബാങ്കിനെ അസസ് ചെയ്യാൻ 2013 മുമ്പ് വരെ ഇന്ത്യ യൂസ് ചെയ്ത ടൂളാണ് ക്യാമൽസ് റേറ്റിംഗ് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യയാണോ അത് ക്യാമൽസ് റേറ്റിംഗ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ അല്ല. ഇൻ 2013 RBI ഇൻട്രൊഡ്യൂസ്ഡ്, 2013 വരെ നമ്മൾ പറഞ്ഞു ക്യാമൽസ് ആണ്. ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. ഇപ്പം നമ്മൾ പ്രസൻറ്റ് സിനാരിയോയിൽ RBI ഇൻട്രൊഡ്യൂസ് ചെയ്ത 2 റേറ്റിംഗ് ഏജൻസികളാണ് സ്പാർക്ക് ആൻഡ് കാൽക്സ്. സ്പാർക്കും കാൽക്സും അതെന്തിനാണ്? ടു അസസ് ബാങ്ക്സ് ഇൻ ഇന്ത്യ. ഇന്ത്യൻ ബാങ്ക്സിനെ അസസ് ചെയ്യാൻ 2013 മുമ്പ് വരെ ക്യാമൽസ് ആയിരുന്നു. 2013 ശേഷം സ്പാർക്കും കാൽക്സുമാണ് RBI ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്തിനാണ്? ബാങ്കിനെ അസസ് ചെയ്യാൻ. അതിനു മുമ്പും ബാങ്കിനെ അസസ് ചെയ്തുകൊണ്ടിരുന്ന RBI തന്നെയാണ്. പക്ഷെ അവിടെ യൂസ് ചെയ്ത ടൂളാണ് ക്യാമൽ. അടുത്ത് നോക്കാം. ക്യാമൽസ് റേറ്റിംഗ് ക്ലാസിഫൈഡ് എ ബാങ്ക് ഓവറോൾ കണ്ടീഷൻ. ബാങ്കിൻ്റെ ഓവറോൾ കണ്ടീഷൻസ് ആണ് ക്യാമൽസ് റേറ്റിംഗ് വഴി നമ്മൾ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നത്. നോക്കാം എന്തൊക്കെയാണ് കമ്പോണൻസ് ഓഫ് ക്യാമൽ റേറ്റിംഗ്. ക്യാമൽസ് എന്ന് പറഞ്ഞ പേര് നോക്കുമ്പോൾ തന്നെ അറിയാം. അതിൻ്റെ കമ്പോണൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. C ഫോർ ക്യാപിറ്റൽ ആഡിക്വസി. ബാങ്കിൻ്റെ ഉള്ള അസസ് ചെയ്യുന്നത്. സോ ബാങ്കിൻ്റെ ക്യാപിറ്റൽ ആഡിക്വസി എന്ത് ചെയ്യും? അസസ് ചെയ്യും ക്യാമൽസ് റേറ്റിംഗ് വഴി. അതുപോലെ തന്നെ A അസറ്റ് ക്വാളിറ്റി. അതായത് ബാങ്കിൻ്റെ അസറ്റുകളുടെ ക്വാളിറ്റി, ബാഡ് ഡെറ്റ് ഉണ്ടോ, അതുപോലെ തന്നെ ബാങ്കിലുള്ള അസറ്റുകൾ എത്തരത്തിലുള്ളതാണ് എന്നൊക്കെ അസസ് ചെയ്യുന്ന അസറ്റ് ക്വാളിറ്റി എന്ത് ചെയ്യും? ക്യാമൽസ് റേറ്റിംഗ് വഴി അസസ് ചെയ്യും ബാങ്കിൻ്റെ. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് ക്യാപ്പബിലിറ്റി. ബാങ്കിൻ്റെ മാനേജ്മെൻറ്റ് സിസ്റ്റം പ്രോപ്പറായിട്ടാണോ ഫങ്ഷൻ ചെയ്യുന്നത്, പ്രോപ്പറായിട്ടാണോ അവരുടെ പ്രവർത്തനങ്ങളെന്നൊക്കെ അസസ് ചെയ്യും ആര്? ക്യാമൽസ് റേറ്റിംഗ്. അതുപോലെ ഏണിങ്സ്, ബാങ്കിന് കിട്ടുന്ന ഏണിങ്സ്. അതുപോലെ തന്നെ ലിക്വിഡിറ്റി, ബാങ്കിന് എത്രത്തോളം ലിക്വിഡായിട്ടുള്ള അസറ്റുകൾ ബാങ്കിനുണ്ട്, അത് അസറ്റ് ക്വാളിറ്റിയിൽ വരും. എന്നാലും ലിക്വിഡിറ്റി, എത്രത്തോളം ലിക്വിഡാണ് ബാങ്ക്. അതുപോലെ തന്നെ സെൻസിറ്റിവിറ്റി. ഇതെല്ലാം എവിടെയാണ്? എല്ലാം എന്തിൻ്റെ കമ്പണൻ്റാണ്? ക്യാമലിൻ്റെ കമ്പണൻ്റാണ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, PSCക്കും ചോദിച്ചിട്ടുണ്ട്. ഇത് പഠിച്ചു വെക്കുക, ക്യാമൽ പഠിച്ചു വെക്കുക. ഇപ്പം പ്രസൻ്റ്ലി സ്പാർക്കും കാൽക്സുമാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓവറോൾ കണ്ടീഷൻസ് എന്തിനാണ്? ബാങ്കിൻ്റെ അസറ്റുകളെയും അതുപോലെ തന്നെ ക്യാപിറ്റൽ എല്ലാം അസസ് ചെയ്യാൻ വേണ്ടിയാണ്, ബാങ്കിനെ അസസ് ചെയ്യാൻ വേണ്ടിയാണ് ക്യാമൽസ് റേറ്റിംഗ് യൂസ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. അടുത്ത് നോക്കാം. ദ ക്യാമൽസ് റേറ്റിംഗ് റേഞ്ച് ബിറ്റ്വീൻ 1 to 5 ആൻഡ് 1 ഈസ് കൺസിഡേർഡ് ആസ് ബെസ്റ്റ് ആൻഡ് 5 ഈസ് കൺസിഡേർഡ് ആസ് വോസ്റ്റ്. ക്യാമൽസ് റേറ്റിംഗ് എത്തരത്തിലാണ്? 1 to 5 എന്ന് പറഞ്ഞ നമ്പറിലാണ് ക്യാമൽ റേറ്റിംഗ് കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 ഈസ് കൺസിഡേർഡ് ആസ് ദ ബെസ്റ്റ്. ഒരു റേറ്റിംഗ് എന്ന് കാണിച്ചാലാണ് ബെസ്റ്റ് എന്ന് ഉദ്ദേശിക്കാം. തിരിഞ്ഞു പോരുന്നത് നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ റേറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ 5 സ്റ്റാർ ഒക്കെയാണ് നമ്മൾ റേറ്റിംഗ് കൊടുക്കുന്നത്. പക്ഷേ 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്താലാണ് ഏറ്റവും ടോപ്പ് എന്നാണ്. പക്ഷേ ഇവിടെ 1 എന്നുള്ള നമ്പറാണ് ബെസ്റ്റ്. അതുപോലെ തന്നെ 5 എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആണ്. 5 വേസ്റ്റും 1 എന്താണ്? ബെസ്റ്റുമാണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക. ക്യാമൽ റേറ്റിംഗ് റേഞ്ചസ് ബിറ്റ്വീൻ 1 to 5 ആണ്. 1 കൺസിഡേർഡ് ആസ് ബെസ്റ്റ് എന്നും അതുപോലെ തന്നെ 5 കൺസിഡേർഡ് ആസ് വേസ്റ്റ് എന്നുമാണ്. അതുപോലെ തന്നെ RBI അഡോപ്റ്റ് ക്യാമൽസ് ആസ് പെർ ദ റെക്കമെൻഡേഷൻ ഓഫ് പത്മനാഭൻ കമ്മിറ്റി ഇൻ 1995. അതായത് എന്താണ്? RBI ക്യാമൽ അഡോപ്റ്റ് ചെയ്തത് എന്നാണ്? 1995 ആരുടെ റെക്കമെൻഡേഷൻ പ്രകാരം? പത്മനാഭൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരം 1995 മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു കാൽസും അതുപോലെ തന്നെ സ്പാർക്കും വന്നിരുന്ന 2013 അതിന് മുമ്പ് വരെയാണ് 1995 മുതൽ 2013 വരെ ഇന്ത്യയിൽ ബാങ്കുകളുടെ അസസ് ചെയ്യുന്ന മെത്തേഡാണെന്ത്? ക്യാമൽസ് റേറ്റിംഗ്. 2013 ഓൺവേർഡ്സ് ആരായി മാറി? സ്പാർക്ക് ആൻഡ് കാൽക്സ് ആയി മാറി. മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ഇൻ ഇന്ത്യ RBI എക്സ്റ്റെൻഡ് ക്യാമൽസ് ആസ് ക്യാമൽസ്. ഇവിടെ ഒരു C കൂടി വന്നു. ഇന്ത്യയുടെ RBI അഡോപ്റ്റ് ചെയ്തപ്പം അവിടെ ക്യാമൽസ് കൂടെ ഒരു C കൂടെ വന്നു. എന്താണ്? ആൻഡ് ലെറ്റർ S മീൻസ് സിസ്റ്റം ആൻഡ് C മീൻസ് കംപ്ലയൻസ്. നമ്മൾക്കറിയാം ഈ ക്യാമൽസിൽ നമ്മൾ ക്യാമൽസ് അല്ലാതെ വരുമ്പം S എന്താണ്? സെൻസിറ്റിവിറ്റി ആയിരുന്നു അല്ലേ? സെൻസിറ്റിവിറ്റി ആയിരുന്നു. ആ സെൻസിറ്റിവിറ്റി ഇന്ത്യയിൽ വന്നപ്പം സിസ്റ്റമായി മാറി.
സെൻസിറ്റിവിറ്റി എന്തായി മാറി? സിസ്റ്റമായി മാറി. അതുപോലെ തന്നെ ഈ സി എന്താ? സി അഡീഷണൽ ആയിട്ട് കയറി വന്നു. ക്യാമൽസ് സി കൂടെ വന്നു. ആ സി എന്താണ്? കംപ്ലയൻസ്. ഇന്ത്യയിൽ വന്നപ്പം ക്യാമൽസ് കൂടെ ഒരു സി കൂടെ വന്നു. എസ് നേരത്തെ സെൻസിറ്റിവിറ്റി ആയിരുന്നെങ്കിൽ ഇന്ത്യയിൽ വന്നപ്പോൾ സിസ്റ്റമായി മാറി. സി എന്താണ്? പുതുതായിട്ട് ആഡ് ചെയ്ത സി എന്താണ്? കംപ്ലയൻസ് ആണ്. മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ നാഷണൽ ക്രെഡിറ്റ് യൂണിയൻ അഡ്മിനിസ്ട്രേഷൻ NCUA അഡോപ്റ്റഡ് ക്യാമൽ റേറ്റിംഗ് ഇൻ 1987. അപ്പോൾ നോക്കുക, ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് 1995, NCUA അഡോപ്റ്റ് ചെയ്തത് 1987. മനസ്സിലാക്കി വെക്കുക. 1995 ആരുടെ റെക്കമെൻഡേഷൻ? പത്മനാഭൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനാണ് ഇന്ത്യയിൽ വന്നത്. ഇപ്പം പ്രസൻറ്റിൽ ബാങ്കുകൾ അസസ് ചെയ്യാൻ ഇന്ത്യ യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണ്? RBI ആണ് ആ ടൂൾ കൊണ്ടുവന്നത്. ആ ടൂൾ ഏതാണ്? ക്യാമൽ സ്പാർക്കും കാൽക്സുമാണെന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റിനിലേക്ക് വരാം. നാഷണൽ ക്രെഡിറ്റ് യൂണിയൻ അഡ്മിനിസ്ട്രേഷൻ NCUA അഡോപ്റ്റഡ് ക്യാമൽസ് റേറ്റിംഗ് സിസ്റ്റം. എന്നാണ് ക്യാമൽസ് റേറ്റിംഗ് സിസ്റ്റം NCUA അഡോപ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഈസിലി പറയാം. എന്നാണ്? 1987 അല്ലേ? നോക്കാം അടുത്ത ചോദ്യം. വിച്ച് അക്കൗണ്ടിംഗ് കൺവെൻഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് അക്കൗണ്ടിംഗ് പ്രാക്ടീസസ് ഷുഡ് റിമെയിൻ അൺചേഞ്ച്ഡ് ഫ്രം ടൈം ടു ടൈം? അതായത് ഏത് അക്കൗണ്ടിങ് കൺവെൻഷനാണ് പറയുന്നത്? എന്ത്? അക്കൗണ്ടിങ് പ്രാക്ടീസസ് എന്ത് ചെയ്യണം? ഓരോ ടൈമിലും ചേഞ്ച് ചെയ്യണം, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണം. അക്കൗണ്ടിങ് പ്രാക്ടീസസ് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ടിങ് കൺവെൻഷൻ എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഫുൾ ഡിസ്ക്ലോഷർ. എന്താണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ? ഇറ്റ് ഡിമാൻഡ്സ് ദാറ്റ് അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ഷുഡ് ഡിസ്ക്ലോസ് ഓൾ ദ മെറ്റീരിയൽ ഫാക്ട്സ് അബൌട്ട് ദ ബിസിനസ് ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ യൂസേഴ്സ്. ഫുൾ ഡിസ്ക്ലോഷർ ആ പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? നമ്മുടെ ബിസിനസ്സിലുള്ള അല്ലെങ്കിൽ ബിസിനസ് ഡിമാൻഡ് ചെയ്യുന്ന ഡിമാൻഡ് ദാറ്റ് അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ഷുഡ് ഡിസ്ക്ലോസ് ഓൾ ദ മെറ്റീരിയൽ ഫാക്ട്. അപ്പോൾ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ബിസിനസ്സിൻ്റെ എല്ലാ മെറ്റീരിയൽ ഫാക്റ്റുകളും എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിൽ യൂസേഴ്സിൽ എത്തിക്കണം. അതാണ് പറയുന്നത് എന്ത്? ഫുൾ ഡിസ്ക്ലോഷർ. ഇറ്റ് ഡിമാൻഡ്സ് ദാറ്റ് അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ഡിസ്ക്ലോസ് ഓൾ ദ മെറ്റീരിയൽ ഫാക്റ്റ്. എന്തുമായിട്ട് ബന്ധപ്പെട്ട? ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മെറ്റീരിയൽ ഫാക്റ്റുകളും ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ദ യൂസേഴ്സ്. ആ അക്കൗണ്ടിങ് യൂസേഴ്സിന് ബെനിഫിറ്റിന് വേണ്ടി എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും ആരെ അറിയിക്കണം? ബിസിനസ്സിൻ്റെ യൂസേഴ്സിനെ അറിയിക്കണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണെന്ത്? ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ. അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് മെറ്റീരിയൽ ഫാക്ട്സിനെ എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം. അത് ആരെ അറിയിക്കണം? അത് യൂസേഴ്സിനെ അറിയിക്കണം എന്ന് പറയുന്ന അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ കൺവെൻഷനാണ് എന്ത്? ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അടുത്ത് നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം ഓർ പ്രുഡൻസ്. എന്താണ് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം ആൻഡ് പ്രുഡൻസ് എന്ന് പറയുന്നത് നോക്കാം. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് വൈൽ റെക്കോർഡിംഗ് ദ ബിസിനസ് ട്രാൻസാക്ഷൻ ഓൾ ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റ്സ് ആർ നോട്ട് ബി കൺസിഡേർഡ്. അതായത് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രുഡൻസ് കൺസെപ്റ്റ് പറയുന്നത് നമ്മൾ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് നമ്മൾ മുൻകൂട്ടി പ്രോഫിറ്റ് വിലയിരുത്താൻ പാടില്ല. മുൻകൂട്ടി നമ്മൾ ഇന്ന പ്രോഫിറ്റ് ഉണ്ടാകും, ഇത്ര പ്രോഫിറ്റ് നമുക്ക് കിട്ടും, ഇന്നത് ചെയ്ത വഴി ഇന്ന പ്രോഫിറ്റ് കിട്ടും, അതൊന്നും നമ്മൾ എവിടെ കാണിക്കാൻ പറ്റത്തില്ല? ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എടുക്കാൻ പാടില്ല. പക്ഷേ എന്തിന് കൺസിഡർ ചെയ്യണം? ബട്ട് കൺസിഡർ ഓൾ ദ പോസിബിൾ ലോസസ്. പക്ഷേ ലോസസ് എന്തെങ്കിലും ഉണ്ടാകുവാണെങ്കിൽ അത് മുൻകൂട്ടി കാണണം. പക്ഷേ പ്രോഫിറ്റിനെ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് പ്രോഫിറ്റിനെ കാണാൻ പാടില്ല. ഫ്യൂച്ചറിലേക്ക് നടക്കുന്ന പ്രോഫിറ്റുകളെ എടുക്കാൻ പാടില്ല. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ മുൻകൂട്ടി വരുന്ന ലോസസിനെ നമ്മൾ നേരത്തെ മുൻകൂട്ടി കാണണം. അതാണ് എന്ത് പറയുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് പ്രിൻസിപ്പിൾ കൊണ്ട് പറയുന്നത്. പോസിബിൾ ലോസസിനെ, അതായത് പോസിബിൾ ലോസസിനെ നമ്മൾ നേരത്തെ മുൻകൂട്ടി ട്രീറ്റ് ചെയ്യണം. പക്ഷേ എന്തിനെ എടുക്കരുത്? ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റിനെ കൺസിഡർ ചെയ്യരുത് എന്നാണ് പ്രുഡൻസ് അല്ലെങ്കിൽ കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ? എന്താണെന്ന് നോക്കാം. എന്താണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ? അണ്ടർ ദിസ് പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഫാക്ട്സ് ഷുഡ് ബി അറ്റാച്ച്ഡ് ടു ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ഇൻസിഗ്നിഫിക്കൻറ്റ് ഓർ അൺഇമ്പോർട്ടൻറ്റ് മാറ്റേഴ്സ് ഷുഡ് ബി അവോയ്ഡഡ്. നമ്മൾ നേരത്തെ പഠിച്ച ഫുൾ ഡിസ്ക്ലോഷർ പഠിച്ചു. എന്താണ് ഫുൾ ഡിസ്ക്ലോഷർ പഠിച്ചത്? എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും എന്ത് ചെയ്യണം? കൊണ്ടുവരണം. അത് ആർക്ക്? യൂസേഴ്സിന് എത്തിക്കണം. ഇവിടെ എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത്
പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഫാക്ട്സ് മാത്രം ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറ്റാച്ച് ചെയ്താൽ മതി എന്ന് പറയുന്നതാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ. അവിടെ എന്താണ് ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടും അൺഇമ്പോർട്ടൻ്റുമായിട്ടുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നു. ഏത് പ്രിൻസിപ്പിളാണ് ഇത് പറയുന്നത്? മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിളാണ് പറയുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് പറയാം, ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിളിൻ്റെ ഒരു അപ്ഡേറ്റഡ് വെർഷനാണ് ഏത്? മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. മെറ്റീരിയാലിറ്റി ഫുൾ ഡിസ്ക്ലോഷറിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും മെറ്റീരിയൽ ഫാക്ട്സ് കാണിക്കണമെന്ന് പറഞ്ഞപ്പം മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ടും അതുപോലെ തന്നെ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാറ്റേഴ്സ് എന്ത് ചെയ്യണം? അവോയ്ഡ് ചെയ്യണം, അക്കൗണ്ടിങ്ങിൽ നിന്ന് കളയണമെന്നാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ കൊണ്ട് പറയുന്നത്. അടുത്ത് നോക്കാം, എന്താണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ? എന്താണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് വൺസ് എ ബിസിനസ് ചൂസസ് വൺ അക്കൗണ്ടിങ് മെത്തേഡ്, ദിസ് മെത്തേഡ് ഷുഡ് ബി യൂസ്ഡ് കൺസിസ്റ്റൻ്റ്ലി ഗോയിങ് ഫോർവേഡ്. അതായത് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു അക്കൗണ്ടിങ് മെത്തേഡ്, അതായത് നമ്മളൊരു അക്കൗണ്ടിങ് മെത്തേഡ് ബിസിനസ്സിലേക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ അക്കൗണ്ടിങ് മെത്തേഡ് കൺസിസ്റ്റൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണിത് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്നുകൊണ്ട് പറയുന്നത്. അപ്പം നോക്കാം, മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, മെറ്റീരിയൽ ഫാക്ട്സ് മാത്രമേ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിലൂടെ അറ്റാച്ച് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ അതിനെതിരാണ്. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? എല്ലാ മെറ്റീരിയൽ ഫാക്ട്സിനെയും അക്കൗണ്ടിങ് യൂസേഴ്സിനെ എത്തിച്ചു കൊടുക്കണമെന്ന് പറയുന്നതാണ് ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ കൊണ്ട് പറയുന്നത്. അതിന് മുമ്പ് പറഞ്ഞാണ് കൺസർവേറ്റിസം പ്രൂഡൻസ് എന്താണ് പറയുന്നത്? ബിസിനസ് ട്രാൻസാക്ഷൻസിൽ ആൻറ്റിസിപ്പേറ്റഡ് ലോസസിന് മാത്രമേ ട്രീറ്റ് ചെയ്യാവൂ, ആൻറ്റിസിപ്പേറ്റഡ് പ്രോഫിറ്റിനെ കാണിക്കരുത് അല്ലെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ എന്താണ് പറയുന്നത്? ഒരു അക്കൗണ്ടിങ് മെത്തേഡ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ആ കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ മെത്തേഡ് തന്നെ വേണം ബിസിനസ് ഫോളോ ചെയ്യാൻ എന്നാണ് എന്ത് പറയുന്നത്? കൺസിസ്റ്റൻസി പ്രിൻസിപ്പിളിൽ പറയുന്നത്. നോക്കാം, അടുത്ത ചോദ്യം, റവന്യൂ റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ് ഈസ് ട്രീറ്റഡ് ആസ് ആൻഡ് ഏർണിങ്സ് ഡ്യൂറിങ് ദ പീരീഡ് ഇൻ വിച്ച്. അതായത് നമുക്ക് ഒരു റവന്യൂ റിസീവ് ചെയ്യുന്നു, റവന്യൂ റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ്, ഒരു ഗുഡ്സ് വിറ്റത് വഴി നമുക്ക് റവന്യൂ എന്ത് ചെയ്യുന്നു? ഏൺ ചെയ്യുന്നു. ഇതിനെ ഈസ് ട്രീറ്റഡ് ആസ് ആൻഡ് ഏർണിങ്സ് ഡ്യൂറിങ് ദ പീരീഡ് ഇൻ വിച്ച്. അതായത് ഇതിനെ എപ്പോഴാണ് ഒരു ഏർണിങ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്നാണ് മനസ്സിലാക്കി വെക്കുന്നത്. അപ്പോൾ നോക്കാം, ഒന്നാമത്തെയാണ് ദ സെയിൽ ഈസ് മെയ്ഡ്, ദ പ്രൊഡക്റ്റ് ആർ മാനുഫാക്ചർഡ്, ദ ക്യാഷ് ഈസ് കളക്റ്റഡ്, ദ പ്ലാനിങ് ടേക്സ് പ്ലേസ്. അതായത് നമ്മളൊരു സെയിൽ നടത്തുമ്പോൾ നമുക്ക് എന്തൊക്കെ വരാം? ക്യാഷ് സെയിൽസും വരാം, അതുപോലെ തന്നെ ക്രെഡിറ്റ് സെയിൽസും വരാം, അല്ലേ? ക്യാഷ് സെയിൽസും വരാം, ക്രെഡിറ്റ് സെയിൽസും വരാം. ഇതിൽ ക്യാഷ് സെയിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ഓഫ് ക്യാഷ് ആണ്. നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നു ആ സ്പോട്ടിൽ തന്നെ, അതായത് സെയിൽ നടക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് വരുന്നു? ക്യാഷ് വരുന്നു. പക്ഷേ ക്രെഡിറ്റ് സെയിലിൽ എന്താണ്? ഒരു ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പീരീഡിലേക്കാണ്, ഇമ്മീഡിയറ്റ് അല്ല ഫ്യൂച്ചർ പീരീഡിലേക്കാണ് നമുക്ക് പേയ്മെൻറ്റ് നടക്കുകയുള്ളൂ. പക്ഷേ എന്നും പറഞ്ഞ് ക്രെഡിറ്റ് സെയിൽ നടക്കുന്നില്ലേ? സെയിൽ നടക്കുന്നുണ്ട്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? റവന്യൂ റിസീവ്ഡ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ് ഈസ് ട്രീറ്റഡ് ആസ് ആൻ ഏണിങ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യും ഡ്യൂറിങ് ദ പീരീഡ് ഇൻ വിച്ച്. എപ്പോഴാണ്? ആ സെയിൽ നടക്കുമ്പോൾ തന്നെ അത് എന്താണ്? ഒരു ഏണിങ്സ് അല്ലെങ്കിൽ ഒരു റവന്യൂ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. കാരണം എന്താ? ഇവിടെ ക്യാഷ് സെയിൽസ് നടക്കുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടി, പക്ഷേ ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ ക്യാഷ് കിട്ടിയോ? അപ്പോൾ അവിടെ ഏണിങ്സ് നമുക്ക് കിട്ടിയോ എന്ന് ചോദിക്കാം, അല്ലേ? ഏണിങ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. പക്ഷേ ഇവിടെ നമ്മൾ പറയുന്നു സെയിൽ നടക്കുമ്പം തന്നെ അത് ക്യാഷ് സെയിൽ ആവട്ടെ ക്രെഡിറ്റ് സെയിൽ ആവട്ടെ നമ്മൾ ഏണിങ്സ് ആയിട്ട് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ ക്രെഡിറ്റേഴ്സ് കൂടുതലായിട്ട് നമ്മൾ കാണിക്കും. ക്രെഡിറ്റേഴ്സ് എന്താണ്? നമുക്കൊരു അസറ്റാണ്, അല്ലേ? ക്രെഡിറ്റേഴ്സ് ഒരു അസറ്റാണ്. ഇവിടെ ക്യാഷ് എന്താണ്? ഒരു അസറ്റാണ്. ഇവിടെ ക്യാഷ് കൂടും, ഇവിടെ ക്രെഡിറ്റേഴ്സ് കൂടും. അസറ്റ് തന്നെയാണ് കൂടുന്നത്. എന്താണ്? സെയിൽ നടക്കുന്ന സമയത്ത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടെ നോക്കിയിട്ട് വരാം. ഇവിടെ ആൻസർ നമുക്കറിയാം. സെയിൽ നടക്കുമ്പോൾ തന്നെ എന്താണ്? സെയിൽ നടക്കുമ്പോൾ തന്നെ നമുക്കതൊരു ഏണിങ്സ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ആൻസേഴ്സ് നോക്കാം. ഇത് ഒരു കൺഫ്യൂഷൻ വന്ന ചോദ്യമാണ് കഴിഞ്ഞ കേട്ടോ. നമുക്കത് ഒന്നുകൂടെ നോക്കാം. ഇൻകം മീൻസ് എന്താണ്? ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ ദ എക്കണോമിക് ബെനിഫിറ്റ്, ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ദ അസറ്റ് ഓർ ഡിക്രീസ് ഇൻ ലയബിലിറ്റി. ഇൻകം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഇൻക്രീസ്, എന്താണ്? അസറ്റിലുണ്ടാകുന്ന ഒരു ഇൻക്രീസ്, അല്ലെങ്കിൽ എന്താണ്? ഡിക്രീസ് ഇൻ ലയബിലിറ്റിയിൽ ഉണ്ടാകുന്ന കുറവ്. ഇതാണ് എന്ത് പറയുന്നത്? ഇൻകം. ഈ ലയബിലിറ്റി കുറയുന്നത് എപ്പോഴാണ്? നമുക്ക് ഇൻകം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ലയബിലിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കുറയും, അല്ലെങ്കിൽ ലയബിലിറ്റി നമ്മൾ
ഇൻകം ഇങ്ങോട്ട് വരുമ്പോഴല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ലയബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന സമയത്ത്, പേ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ലയബിലിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അതുപോലെ തന്നെ അസറ്റ് എപ്പോഴാണ് കൂടുന്നത്, നമുക്ക് അസറ്റ് ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗുഡ്സ് ആയിട്ടോ ഒക്കെ വരുമ്പോൾ അസറ്റ് എന്ത് ചെയ്യും, കൂടും. ലയബിലിറ്റി കുറയണമെങ്കിൽ എന്താണ്, നമ്മൾ കയ്യിലുള്ള ക്യാഷ് കൊണ്ട് ആ ലയബിലിറ്റി, നമുക്കിപ്പം ഒരുപാട് കടമുണ്ട്, ക്രെഡിറ്റേഴ്സ് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് ക്രെഡിറ്റേഴ്സ് ഉണ്ടെങ്കിൽ ആ ക്രെഡിറ്റേഴ്സിന് നമ്മൾ ക്യാഷ് കൊടുത്ത് എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. സോറി, ഇവിടെ ഡെറ്റേഴ്സ് ആണ് കേട്ടോ, ഇവിടെ വരുന്നത് ഡെറ്റേഴ്സ് ആണ് കേട്ടോ. നമുക്ക് ഡെറ്റേഴ്സ് ആണ് കൂടുന്നത്. നമുക്ക് പൈസ എന്താണ്, ക്രെഡിറ്റ് സെയിൽസ് നടക്കുന്ന സമയത്ത് ഡെറ്റേഴ്സ്, നമുക്ക് പൈസ തരാനുള്ള ആൾക്കാരെ എണ്ണം എന്താണ്, കൂടുകയാണ്. സോ ഡെറ്റേഴ്സ് ആണ് ഇവിടെ എടുക്കുന്നത്. ഡെറ്റേഴ്സിനെയാണ് നമ്മൾ എന്താ അസറ്റായിട്ട് പറയുന്നത്. ഇവിടെ എന്താണ്, ലയബിലിറ്റിയാണ്. ക്രെഡിറ്റേഴ്സ് എന്താണ്, നമുക്ക് ലയബിലിറ്റി ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ക്രെഡിറ്റേഴ്സ് എന്താണ്, ലയബിലിറ്റിയാണ്. ഡെറ്റേഴ്സ് ആണ് എന്ത്, അസറ്റ് എന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ income means increase in the economic benefit, that is increase in the asset or decrease in the liability. നോക്കാം, ഇൻകം ഇൻക്ലൂഡ്സ് റവന്യൂ ആൻഡ് ഗെയിൻ. ഇൻകത്തിൽ എന്തൊക്കെയാണ് വരുന്നത്, റവന്യൂസും വരും, അതുപോലെ തന്നെ ഗെയിൻസും വരും. അതുപോലെ തന്നെ റവന്യൂ ഈസ് അക്വയർഡ് ഫ്രം ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്, ദാറ്റ് ഈസ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ്. റവന്യൂ എങ്ങനെയാണ് നമുക്ക് അക്വയർ ചെയ്യുന്നത്, ഒന്നെങ്കിൽ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിൻ്റെ ഓർഡിനറി കോഴ്സിൽ നിന്നാണ് നമുക്ക് റവന്യൂ, അതായത് ബിസിനസ്സിൻ്റെ ബിസിനസ് ആക്ടിവിറ്റി എന്താണോ അത് ചെയ്യുന്നത് വഴിയാണ് നമുക്ക് റവന്യൂ കിട്ടുന്നത്. ഓർ ദാറ്റ് ഈസ് ദ ഫോം ഓഫ് എന്താണ്, ഗുഡ്സ് വിറ്റത് കൊണ്ട്. അതുപോലെ തന്നെ ഇൻകം ഇൻക്ലൂഡ്സ് എന്തൊക്കെയാണ്, റവന്യൂ വരാം, ഗെയിനും വരാം ഇൻകത്തിൽ. ഇൻകം മീൻസ് ഇൻക്രീസ് ഇൻ ദ എക്കണോമിക് ബെനിഫിറ്റ്, നമ്മുടെ എക്കണോമിക് ബെനിഫിറ്റ് ഇൻക്രീസ് ചെയ്യുന്നു, ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ അസറ്റ് ഓർ ഡിക്രീസ് ഇൻ ലയബിലിറ്റി. മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അടുത്ത് നോക്കാം, ഗെയിൻ എന്താണ്, ഗെയിൻ ഈസ് അക്വയർഡ് ഫ്രം ദ നോൺ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. അതായത് ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റി എന്നല്ലാതെ എന്തെങ്കിലും നമുക്ക് ഗെയിൻസ് കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇൻകം കിട്ടുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഗെയിൻസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. എക്സാമ്പിളാണ് പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്. നമുക്ക് എന്താണ്, നമ്മളെ ബിസിനസ്സിൻ്റെ എന്തെങ്കിലും ഭാഗമാണ്. അപ്പോൾ ഫിക്സഡ് അസറ്റ് നമുക്ക് എന്താണ്, ഒരു മെഷീനറി, നമ്മുടെ ബിസിനസ്സിലുള്ള ഒരു മെഷീനറി നമ്മൾ വിൽക്കുന്നു. അതെന്താ, നമ്മൾ നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് ആണോ, അല്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു മാനുഫാക്ചറിങ് കമ്പനി, ഇപ്പോൾ നമുക്ക് പറയാം ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽ മാനുഫാക്ചറിങ് കമ്പനിയാണെന്ന് നോക്കുക. അവരുടെ ഉദ്ദേശം എന്താ, അവരുടെ തുണിത്തരങ്ങൾ വിറ്റുകൊണ്ട് പൈസ ഉണ്ടാക്കുക, അല്ലേ. അപ്പം ആ സെയിൽ നടത്തി, അവരുടെ എന്താണ്, ഈ ടെക്സ്ചർ ആയിട്ടുള്ള സാധനങ്ങൾ സെയിൽ നടത്തിക്കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ഇൻകം കണ്ടെത്തുന്നത്. അതാണ് നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത്. പക്ഷേ അവിടെ ഇരിക്കുന്ന ഒരു ബിസിനസ്സിൻ്റെ ഒരു മെഷീനറി എടുത്ത് വിറ്റുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരിക്കലും എന്തല്ല, നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൻ്റെ ഭാഗമല്ല. നോർമൽ കോഴ്സ് ഓഫ് ബിസിനസ്സിൻ്റെ ട്രീറ്റ് ചെയ്യത്തില്ല, നമ്മളത് മനസ്സിലാക്കി വെക്കുക. അപ്പം എന്താണ്, ഗെയിൻ ഈസ് റിക്വയർഡ് ഫ്രം ദ നോൺ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്. നോൺ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ്സിലാണ് ഗെയിൻ വരുന്നത്. അതിന് എക്സാമ്പിളാണിത് ഫിക്സഡ് അസറ്റിൻ്റെ സെയിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ റവന്യൂ വഴി എന്താണ്, റവന്യൂ ഫ്രം ദ ഓർഡിനറി, അതായത് നമ്മൾ ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ വിറ്റുകൊണ്ട്, അതായത് തുണിത്തരങ്ങൾ വിറ്റുകൊണ്ട് നമുക്ക് ഏണിങ്സ് കിട്ടുകയാണെങ്കിൽ അതെന്താണ്, റവന്യൂ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. റവന്യൂ അവിടുത്തെ ഫിക്സഡ് അസറ്റ് അല്ലെങ്കിൽ അവിടുത്തെ മെഷീനറി ഒക്കെ വിൽക്കുകയാണെങ്കിൽ നമ്മളെ സാധനം നമ്മൾ കയ്യിലുള്ള ഒരു ഫിക്സഡ് അസറ്റിന് വിറ്റുകൊണ്ട് ഉണ്ടാക്കുന്ന ഗെയിൻസിനെയാണ് എന്താണ് പറയുന്നത്, ഗെയിൻ എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഇൻകംസിനെയാണ് ഗെയിൻ എന്ന് പറയുന്നത്. നോക്കാം അടുത്ത, റവന്യൂ ഇസ് ദ ഗ്രോസ് ഇൻഫ്ലോ ഓഫ് എക്കണോമിക് ബെനിഫിറ്റ്. അതായത് ഗ്രോസ് ഇൻഫ്ലോ ആണ് എന്താണ്, എക്കണോമിക് ബെനിഫിറ്റിൻ്റെ ഇൻഫ്ലോ ആണ് റവന്യൂ. നമ്മുടെ ബിസിനസ്സിലേക്ക് എന്താണ് ഇൻഫ്ലോ, ക്യാഷ് ഇൻഫ്ലോ ഉണ്ടാകുകയാണ് എന്തുവഴി റവന്യൂ വഴി. ഗ്രോസ് ഇൻഫ്ലോ മീൻസ് വിച്ച് ഈസ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഓൺ ദ എൻറ്റിറ്റീസ് ഓൺ അക്കൗണ്ട്. അവരുടെ സ്വന്തം അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യുന്നു, റിസീവ്ഡ് അല്ലെങ്കിൽ റിസീവബിൾ, എന്താണ്, ഇൻകം റിസീവ് ചെയ്യുന്നു അല്ലെങ്കിൽ റിസീവബിൾ ആയിട്ട് വരുന്നു. അതിനെയാണ് ഗ്രോസ് ഇൻഫ്ലോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്ത് നോക്കാം, ദ റവന്യൂ ഈസ് ട്രീറ്റഡ് ആസ് അക്രൂവൽ ബേസിസ് ഇൻ അക്കൗണ്ടിങ്. എന്താണ്, റവന്യൂവിനെ അക്രൂവൽ ബേസിസിലാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക. അക്കൗണ്ടൻസിയിൽ റവന്യൂവിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്, അക്രൂവൽ ബേസിലാണ്. അക്കൗണ്ടൻസിയിൽ ഏത് ബേസിലാണ് എടുക്കുന്നത്, അക്രൂവൽ ബേസിലാണ് എടുക്കുന്നതെന്ന് മനസ്സിലാക്കി വെക്കുക റവന്യൂവിനെ. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു അക്രൂവൽ ബേസിസും ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങും. ഇത് കുറച്ച് കൺഫ്യൂസിങ് ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അത് നമുക്കൊന്നും കൂടെ നോക്കാം എങ്ങനെയാണെന്ന്. അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിനെ രണ്ട് തരത്തിൽ ക്ലാസിഫൈ ചെയ്യാം. എന്തൊക്കെയാണ്, ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്നും അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ് എന്നും. എന്താണ് അതിൽ ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ് പറയുന്നത്, എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആർ മെയ്ഡ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കാര്യമാണ്. സെയിൽ, നമ്മളിവിടെ പറഞ്ഞു സെയിൽ ഓഫ് ഗുഡ്സ് നടക്കണം, ക്യാഷ് ബേസിസിലാണ് കാര്യം, ക്യാഷ് ബേസിസിലാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ക്യാഷ് കിട്ടിയാൽ മാത്രമേ സെയിൽ നടക്കൂ.
മനസ്സിലായോ? ക്യാഷ് കിട്ടിയാൽ മാത്രമേ ക്യാഷ് ബേസിലാണെങ്കിൽ പറ്റൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട് ആർ മെയ്ഡ് വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ്. ക്യാഷ് ബേസിലാണെങ്കിൽ ക്യാഷ് റിസീവ് ചെയ്യുന്ന സമയത്തെ എന്തായിട്ട് നമ്മൾ സെയിലായിട്ട് ട്രീറ്റ് ചെയ്യൂ. ഓർ പെയ്ഡ്. ഇറ്റ് ഈസ് കാൾഡ് ക്യാഷ് ബേസിസ് ഓഫ് അക്കൗണ്ടിങ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ക്യാഷ് ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി അടുത്ത അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ്, അല്ലെങ്കിൽ എന്താണ് അതിന് മറ്റൊരു പേര് പഠിച്ചു വെക്കുക, മെർക്കൻഡൈൽ ബേസിസ്. ക്യാഷ് ബേസ് ഓഫ് അക്കൗണ്ടിങ് അല്ലെങ്കിൽ മെർക്കൻഡൈൽ ബേസ് ഓഫ് അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ്ങിന് മറ്റൊരു പേരാണെന്ത്? മെർക്കൻഡൈൽ ബേസ് ഓഫ് അക്കൗണ്ടിങ് എന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ എന്താണ് അക്രൂവൽ ബേസിസ്? അണ്ടർ അക്രൂവൽ ബേസ് ഓഫ് അക്കൗണ്ടിങ് എൻട്രീസ് ആർ നോട്ട് ഓൺലി ടേക്കൺ വെൻ ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ് ബട്ട് ആൾസോ ഇറ്റ് ഈസ് ഡ്യൂ. അതാണ് അവിടുത്തെ ഡ്യൂ ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ. അക്രൂവൽ ബേസിസിൽ ക്യാഷ് റിസീവ് ചെയ്യുമ്പോഴും പേ ചെയ്യുമ്പോഴും മാത്രമല്ല നമ്മൾ അക്കൗണ്ടൻസിയിൽ എടുക്കുന്നത്. പകരം എന്താണ്? എമൗണ്ട് ഡ്യൂ ആണെങ്കിലും നമുക്ക് പൈസ കിട്ടാനുണ്ട് എന്ന സന്ദർഭത്തിൽ നമ്മൾ എന്തിനെ കൺസിഡർ ചെയ്യും? അക്രൂവൽ ബേസിൽ എടുക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ക്രെഡിറ്റ് സെയിൽ നടന്നാലും എന്താണ് നമുക്ക് ഡെറ്റേഴ്സ് കൂടും. അപ്പോൾ അസെറ്റാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അക്രൂവൽ ബേസിസിലാണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അക്രൂവൽ ബേസിസിലാണ് ക്യാഷ് റിസീവ് ചെയ്യാതെ എന്താണ് എമൗണ്ട് ഡ്യൂ ആകുന്ന സന്ദർഭത്തിലും നമ്മൾ അതിനെ എടുക്കുന്നു. നമ്മൾ അക്കൗണ്ടൻസിയിൽ ഇപ്പം നേരത്തെ സ്ലൈഡിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ദ റവന്യൂ ഈസ് ട്രീറ്റഡ് ആസ് അക്രൂവൽ ബേസിസ് ഇൻ അക്കൗണ്ടിങ്ങിൽ അക്രൂവൽ ബേസിലാണ് ഫോളോ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ എന്താണ് ഡ്യൂ ആകുന്ന സന്ദർഭത്തിലും ക്യാഷ് കിട്ടിയ സന്ദർഭത്തിലും ക്രെഡിറ്റ് സെയിൽ നടന്ന സന്ദർഭത്തിലും, ക്രെഡിറ്റ് സെയിൽ നടക്കുമ്പോൾ എന്താ എമൗണ്ട് ഡ്യൂ ആണ്, നമുക്കത് ഫ്യൂച്ചറിലേക്ക് കിട്ടത്തേ ഉള്ളൂ. ആ സന്ദർഭത്തിലും നമ്മൾ ഏത് തരം അക്രൂവൽ ബേസിസ് ആണ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യും? സെയിൽ നടന്നതായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കി വെക്കുക. ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസസ് ആൻഡ് ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ് ഇൻകംസ് ആർ കൺസിഡേർഡ് അണ്ടർ ദിസ് അക്രൂവൽ സിസ്റ്റം. അതായത് ഔട്ട്സ്റ്റാൻഡിങ് നമുക്ക് പൈസ കിട്ടാനുണ്ട്, അതുപോലെ തന്നെ നമ്മൾ പൈസ മുൻകൂട്ടി അടച്ചു, പ്രീപെയ്ഡായിട്ട് അടച്ചു എക്സ്പെൻസുകൾ, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഇൻകം കിട്ടാനുണ്ട്, അതുപോലെ തന്നെ അതുപോലെ പ്രീപെയ്ഡായിട്ട് ഇൻകം നമ്മൾ അടച്ചു, ഈ പ്രീപെയ്ഡായിട്ട് ഇൻകം നമുക്ക് കിട്ടി. ഇങ്ങനത്തുള്ള സന്ദർഭങ്ങളിലെല്ലാം എന്താണ് അക്രൂവൽ ബേസിസിലാണ് ഔട്ട്സ്റ്റാൻഡിങ്ങിനെയും പ്രീപെയ്ഡ്സിനെയൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഔട്ട്സ്റ്റാൻഡിങ്ങും പ്രീപെയ്ഡും ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഏതിലാണ് കൺസിഡർ ചെയ്യുന്നത്? അക്രൂവൽ ബേസിസ് ഓഫ് അക്കൗണ്ടിങ്ങിലാണ് കൺസിഡർ ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് നോക്കാം അടുത്ത ചോദ്യം എന്താണ്? വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ളതെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് സ്വിഫ്റ്റ് ഈസ് അറ്റ് സ്വിറ്റ്സർലൻഡ്, അതുപോലെ തന്നെ സ്വിഫ്റ്റ് കണ്ടെയ്ൻസ് 8 to 11 ക്യാരക്ടർ കോഡ്, അതുപോലെ തന്നെ സ്വിഫ്റ്റ് ഫൗണ്ടഡ് ഓൺ 1974, അതുപോലെ തന്നെ ഓൾ ഓഫ് ദീസ്. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം, എക്സ്പ്ലനേഷൻ നോക്കാം. സ്വിഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്വിഫ്റ്റ് ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. സ്വിഫ്റ്റ് ഈസ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ എന്നാണ് സ്വിഫ്റ്റിൻ്റെ പൂർണ്ണരൂപം. എന്താണ്? സൊസൈറ്റി ഫോർ വേൾഡ് വൈഡ് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻ. ഇവിടെ ട്രാൻസാക്ഷൻസ് എന്നൊക്കെ പറഞ്ഞ് തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഓർത്ത് വെച്ചിരിക്കുക. ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. ഈ ടി എന്ന് പറഞ്ഞാൽ ടെലികമ്മ്യൂണിക്കേഷൻ ആണെന്ന് മനസ്സിലാക്കി വെക്കുക. ട്രാൻസാക്ഷൻ അല്ല, ടെലികമ്മ്യൂണിക്കേഷൻ ആണ്. എന്നാണത് ഫൗണ്ട് ചെയ്തത്? 3rd May 1973, 3 മെയ് 1973 സ്വിഫ്റ്റ് ഫൗണ്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബ്രസൽസ് ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും 1973 ആണ് അല്ലേ? സോ 74 തെറ്റല്ലേ? വരത്തില്ല. ഹെഡ് ക്വാർട്ടേഴ്സ് സ്വിറ്റ്സർലൻഡ് ആണോ? ബ്രസൽസ് എന്നല്ലേ നമ്മൾ പറഞ്ഞത്. സോ ഇതും വരത്തില്ല. ഇത് തന്നെ ആൻസർ എന്താ കിട്ടിയത്? സ്വിഫ്റ്റ് കണ്ടെയ്ൻസ് 8 to 11 ക്യാരക്ടർ കോഡ്. അത് നമുക്ക് നോക്കാം, ശരിയാണോ? ഇറ്റ് ഈസ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അണ്ടർ ബെൽജിയൻ ലോ. ഇതെന്താണ്? ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. എന്ത് ലോയിലാണ്? ബെൽജിയം ലോയിലാണ് വന്നിരിക്കുന്നത്. ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. ബെൽജിയമാണ് ബ്രസൽസിൻ്റെ ക്യാപിറ്റലാണ്. ബെൽജിയത്തിൻ്റെ ക്യാപിറ്റലാണ് ബ്രസൽസ്. സോ ബെൽജിയം ലോ വഴിയാണിത് ഫോം ചെയ്തിരിക്കുന്നത്. ഏത്? സ്വിഫ്റ്റ് പ്രൊവൈഡ്സ് നെറ്റ്വർക്ക് ദാറ്റ് എനേബിൾസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ടു സെൻഡ് ആൻഡ് റിസീവ് ഇൻഫോർമേഷൻ. എന്താണ്? ഒരു നെറ്റ്വർക്ക് ചെയിനാണ്. എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മെസ്സേജസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു അക്കൗണ്ട്, നമ്മൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു അക്കൗണ്ട്, അതുപോലെ തന്നെ വിദേശത്തെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പ്രവർത്തിക്കുന്ന അക്കൗണ്ട്, ഈ 2 അക്കൗണ്ട് ഇപ്പം നമുക്ക് ഒരു ട്രാൻസാക്ഷൻ ഇങ്ങോട്ട് വരാനുണ്ട്. അതായത് ചെക്ക് വഴിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് വഴി നമുക്ക് പ്രത്യേകിച്ച് ഫ്ലൈറ്റ്, അതുപോലെ തന്നെ
കപ്പൽ മാർഗ്ഗമൊക്കെ നമുക്ക് എന്താണ് ഗുഡ്സിനെ മേടിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെ അക്കൗണ്ടിൽ നിന്നും അങ്ങോട്ട് എന്ത് ചെയ്യണം, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. അല്ലെങ്കിൽ അവിടുന്ന് നമ്മൾ സാധനം ഇങ്ങോട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഇപ്പം വിദേശത്ത് നിന്ന് എന്ത് ചെയ്യണം, ക്യാരേജോ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ആയിട്ട് സാധനങ്ങൾ ഇങ്ങോട്ട് വരണം. അപ്പോൾ ഇങ്ങോട്ട് വരണമെങ്കിൽ നമ്മൾ സാധാരണ ഒബ്വിയസ്ലി ക്യാഷ് ആയിരിക്കില്ല കൊടുക്കുന്നത്. നമ്മളെന്തായിരിക്കും ഏതെങ്കിലും ഇൻസ്ട്രുമെൻറ്റോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ ഇത്ര എമൗണ്ട് ഉണ്ട് എന്ന് കാണിക്കുന്ന എന്തെങ്കിലും ഒരു മെത്തേഡായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ കാണിക്കുന്ന ഇൻഫോർമേഷൻ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇൻഫോർമേഷൻ കാണിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഫോറിനുള്ള ഏതെങ്കിലും ഒരു അക്കൗണ്ടിൻ്റെ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സ്വിഫ്റ്റ് യൂസ് ചെയ്യുന്നത്. സോ പ്രൊവൈഡ്സ് നെറ്റ്വർക്ക് ദാറ്റ് എനേബിൾസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ടു സെൻഡ് ആൻഡ് റിസീവ് ഇൻഫോർമേഷൻ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അല്ലാതെ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയല്ല സ്വിഫ്റ്റ് യൂസ് ചെയ്യുന്നത്, മനസ്സിലാക്കുക. എബൌട്ട് ദ ട്രാൻസാക്ഷൻ ഈസ് എ റിലയബിൾ വേ. കറക്റ്റായിട്ടാണോ ട്രാൻസാക്ഷൻസ് എന്നുള്ളതിൻ്റെ മെസ്സേജസ്, അത് ഇൻഫോർമേഷൻസ് ആർക്ക് പാസ് ചെയ്യുകയാണ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് പാസ് ചെയ്യുകയാണ് സ്വിഫ്റ്റിൻ്റെ ധർമ്മം എന്ന് മനസ്സിലാക്കി വെക്കുക. ഇവിടെ നോക്കാം, സ്വിഫ്റ്റ് ട്രാൻസ്ഫർ ടേക്ക് 2 to 5 ബിസിനസ് ഡേയ്സ്. സ്വിഫ്റ്റിൻ്റെ ട്രാൻസാക്ഷൻസ് 2 മുതൽ 5 വരെ ബിസിനസ് ഡേയ്സിലാണ് നടക്കുന്നത് സ്വിഫ്റ്റിൻ്റെ ട്രാൻസാക്ഷൻസ്. അതുപോലെ തന്നെ ഒൺലി അമേരിക്കൻ ബാങ്ക് ക്യാൻ ഹോൾഡ് $US ഫോർ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ. $US എന്ത് ചെയ്യുന്നത്, സ്വിഫ്റ്റ് വഴി ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ട്രാൻസാക്ഷൻസ് $US വഴിയാണ് നടക്കുന്നത്. $USമായിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷനുകൾക്കാണ് സ്വിഫ്റ്റ് യൂസ് ചെയ്യുന്നത്. $USമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് വഴി കിട്ടുന്ന മെസ്സേജസ് ആണ് ആര് വഴി പാസ് ചെയ്യുന്നത്, സ്വിഫ്റ്റ് വഴി പാസ് ചെയ്യുന്നത് മനസ്സിലാക്കി വെക്കുക. എവറി കൺട്രി ഇൻ ദ വേൾഡ് ഹാവ് എ ബാങ്ക് അക്കൗണ്ട് നോസ്ട്രോ ഇൻ USA. അതായത് നോസ്ട്രോ അക്കൗണ്ട് USA എല്ലാ ബാങ്കുകളും, സ്വിഫ്റ്റ് വഴി പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്കുകളും നോസ്ട്രോ അക്കൗണ്ട് USA ഏതെങ്കിലും ബാങ്കുമായിട്ട് നോസ്ട്രോ അക്കൗണ്ട് തുടങ്ങണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്വിഫ്റ്റ് ഈസ് ആൻ 8 to 11 ക്യാരക്ടർ കോഡ്. എന്തുണ്ട്, 8 to 11 ക്യാരക്ടർ കോഡാണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. സ്വിഫ്റ്റ് കോഡ് എന്ന് പറഞ്ഞാൽ 8 മുതൽ 11 ക്യാരക്ടറാണ് ഉള്ളത്. ഫസ്റ്റ് 4 ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബാങ്ക് കോഡാണ് പറയുന്നത്. ബാങ്ക് കോഡാണ് ഫസ്റ്റ് 4 കോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് 2 ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ കൺട്രി കോഡാണ്. ആദ്യത്തെ 4 എണ്ണം ബാങ്ക് കോഡ്, പിന്നുള്ള 2 എണ്ണം ഏതാണ്, കൺട്രി കോഡാണ്. പിന്നുള്ള ഫോളോയിങ് 2 സിറ്റി കോഡാണ്. അപ്പോൾ എത്രയായി, 6 ആയി ഇതുവരെ. ലാസ്റ്റ് 3 ക്യാരക്ടർ ബാങ്ക് കോഡാണ്. അപ്പം ആദ്യത്തെ 4 ക്യാരക്ടർ ബാങ്ക് കോഡാണ്, നെക്സ്റ്റ് 2 ക്യാരക്ടർ കൺട്രി കോഡാണ്, അത് കഴിഞ്ഞ് വരുന്ന 2 എണ്ണം സിറ്റി കോഡാണ്. സോ 8 ആയി. അപ്പം അവസാനം വരുന്ന 3 ബ്രാഞ്ച് കോഡാണ്. അങ്ങനെ 11 കോഡ്. 8 മുതൽ 11 വരെ 8 to 11 ആണ് വരേണ്ടത്. അപ്പം നമുക്ക് നോക്കാം, 11 കോഡിൽ വരുന്ന സമയത്ത് 4 എണ്ണം ബാങ്ക് കോഡ്, 2 എണ്ണം കൺട്രി കോഡ്, 2 എണ്ണം സിറ്റി കോഡ്, 3 എണ്ണം ബ്രാഞ്ച് കോഡ്. ഇതാണ് സ്വിഫ്റ്റ് കോഡ് എന്ന് പറയുന്നത്. സ്വിഫ്റ്റ് കോഡ് 8 to 11 ക്യാരക്ടർ കോഡാണെന്ന് മനസ്സിലാക്കി വെക്കുക. അവിടെ ബാങ്ക് അക്കൗണ്ട് നോസ്ട്രോ അക്കൗണ്ടാണ്. എവിടെയാണ്, USA ഏതെങ്കിലും ബാങ്കിൽ നോസ്ട്രോ അക്കൗണ്ട് ഓപ്പൺ ആക്കുക. 2 മുതൽ 5 വരെ ബിസിനസ് ഡേയ്സ് എടുക്കും. അമേരിക്കൻ ബാങ്ക് എപ്പോഴും $US ട്രാൻസാക്ഷൻസ് നടത്തുക എന്ന് മനസ്സിലാക്കി വെക്കുക. $US ഫോർ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷന് വേണ്ടി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ഈ 10 ക്വസ്റ്റ്യൻ അതിൻ്റെ എക്സ്പ്ലനേഷൻ. ഈ 10 ക്വസ്റ്റ്യൻ നിന്ന് എന്തായാലും ഒരു പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള ഏകദേശം ഒരു 30-35 ചോദ്യങ്ങളോളം പ്രീവിയസ് ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇത് കൃത്യമായിട്ട് ഈ എക്സ്പ്ലനേഷൻ പഠിക്കുക. ഇതുപോലെയാണ് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്ത് പഠിക്കേണ്ടത്. നിങ്ങൾ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ എടുത്ത് പഠിക്കാൻ ശ്രമിക്കുക. അങ്ങനെ പഠിക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യനിൽ നിന്ന് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അക്യൂർ ചെയ്യാൻ സാധിക്കും. അതിൽ നിന്ന് ഇനി എന്തെങ്കിലും ചോദ്യങ്ങൾ വന്നാൽ എഴുതാനും സാധിക്കും. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ മാത്രം പഠിച്ച് അതിൻ്റെ ആൻസറും പറഞ്ഞ് അങ്ങനെയല്ല പഠിക്കേണ്ടത്. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാൽ മാത്രമേ ഇങ്ങനത്തുള്ള എക്സാംസ് ക്രാക്ക് ചെയ്യാൻ പറ്റൂ. നമുക്കറിയാം 50 മാർക്കിനാണ് നമുക്ക് സബ്ജക്റ്റ് ഉള്ളത്. ബാക്കി 30 മാർക്ക് ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ തന്നെ GK. ഈ 30 മാർക്ക് ഒരേപോലെ 24 മാർക്ക് ഇതിനും 40 മാർക്ക് നമ്മുടെ സബ്ജക്റ്റിനും മേടിച്ചാലേ എത്ര മാർക്ക് കിട്ടും, 64. ഇപ്പോഴത്തെ കട്ട് ഓഫ് 65ഒക്കെയാണ്, 64, 65ആണ്. സോ ഈ 40 മാർക്ക് എന്ന് പറയുമ്പോൾ 80 ക്വസ്റ്റ്യൻ, 24 എന്ന് പറയുമ്പോൾ 48 ക്വസ്റ്റ്യൻ. സോ ഒരു 128 ക്വസ്റ്റ്യൻ 160 ശരിയാക്കണം. അത് മറന്നു പോരുത്. 128 അല്ലെങ്കിൽ 130 ക്വസ്റ്റ്യൻ ശരിയാക്കണം 160. അതായത് 65 മാർക്കിനെ ഒരു ടാർഗറ്റാക്കി ഫിക്സ് ചെയ്തുകൊണ്ട് 65 മാർക്കിനെ ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എക്സാമിനെ അപ്രോച്ച് ചെയ്യേണ്ടത്. എങ്ങനെയാണ് 65 മാർക്ക് എന്ന് പറയുന്നത്? എക്സാം ഈസി ആവുന്ന സന്ദർഭത്തിൽ.
അതായത് ഒരു ആവറേജ് നിലവാരത്തിൽ, ആവറേജിന് താഴെ, ബിലോ ആവറേജ് നിലവാരത്തിലൊക്കെ വരുന്ന സമയത്താണ് ഈ ഒരു 65 റേഞ്ച് നമുക്ക് മാർക്ക് മേടിക്കാൻ സാധിക്കേണ്ടത്. ഇപ്പം കഴിഞ്ഞ 2 പരീക്ഷകൾ വളരെ ബേസ് ലെവലുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതൽ, അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഉയർന്നു. ഈ എക്സാം ടഫ് ആവുകയാണെങ്കിൽ കട്ട് ഓഫ് താഴും, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഇത്തരത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കണം. ഇത്തരത്തിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് വേണം പഠിക്കാൻ. ഓരോ സബ്ജക്റ്റിനെ നിങ്ങൾ വളരെ, ഈ സബ്ജക്റ്റ് മാത്രം പഠിച്ചുകൊണ്ടിരുന്ന ഒരു കാരണവശാലും ജോലിയില്ല. ഈ 30 മാർക്കുള്ള എന്താണ് നോൺ സബ്ജക്റ്റ് ആയിട്ടുള്ള എന്താണ് ഇംഗ്ലീഷ്, മാത്സ്, അതുപോലെ തന്നെ GK, ഇതിൽ നിങ്ങൾ കൃത്യമായി സ്കോർ ചെയ്യാൻ സാധിക്കണം. എന്നാൽ ഇതിൽ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. എല്ലാവർക്കും അങ്ങനെ അച്ചീവ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. താങ്ക് യു.